അരോമ ടി വിയുടെ എല്ലാ മാന്യ ശ്രോതാക്കൾക്കും വേഗം വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിന്റെ ധന്യതര നാമത്തിൽ വന്ദനത്തെയും സ്വാഗതത്തെയും അറിയിക്കുന്നു. അരോമ ടി വിയുടെ പ്രേക്ഷകരോടൊപ്പം വീണ്ടും അനുഗ്രഹിക്കപ്പെട്ട ജീവിത അനുഭവങ്ങളും ദൈവം നടത്തിയ അത്ഭുതകരമായ വഴികളെയും കുറിച്ച് പങ്കുവയ്ക്കേണ്ടതിന് ഇന്ന് നമ്മോടൊപ്പം നമ്മൾ ക്ഷണം സ്വീകരിച്ച് ജോയിൻ ചെയ്തിരിക്കുന്നത് കർത്താവിൽ പ്രസിദ്ധനായ പാസ്റ്റർ KV എബ്രഹാം അവറുകളും അദ്ദേഹത്തിൻ്റെ മകൻ ഡോക്ടർ വില്ലി എബ്രഹാമും ആണ്. ആ പ്രിയപ്പെട്ടവരെ ഒരു വാക്കിൽ പ്രേക്ഷകരുടെ മുൻപിൽ പരിചയപ്പെടുത്താൻ എനിക്ക് വളരെ സന്തോഷമുണ്ട്. ഏതാണ്ട് അരനൂറ്റാണ്ടിന് അപ്പുറത്ത് രാജസ്ഥാനിൽ സുവിശേഷ ദൗത്യവുമായി കടന്നുപോയ ദൈവഭൃത്യന്മാരുടെ ഒരു ചരിത്രമാണ് നമുക്ക് ഇന്ന് കേൾക്കുവാൻ പോകുന്നത്. കർത്താവിദാസൻ ഡോക്ടർ തോമസ് മാത്യു അവറുകൾ, അതുപോലെ കർത്താവിദാസൻ പാസ്റ്റർ KV എബ്രഹാം അവറുകൾ, ഈ പ്രിയപ്പെട്ടവർ ചേർന്ന് ആരംഭിച്ചതായ ഫിലദൽഫിയ ഫെലോഷിപ്പ് ചർച്ച് ഇന്ന് ലോകമെങ്ങും ഉള്ള ദൈവമക്കളുടെ ഇടയിൽ സുപരിചിതമായ ആയിരക്കണക്കിന് ദൈവദാസന്മാരും ദൈവസഭകളും ഇന്ത്യയിലും വിദേശത്തുമായിട്ട് കർത്താവിനെ ആരാധിച്ചു വരുന്ന ആ പ്രസ്ഥാനത്തിൻ്റെ പ്രാരംഭം കുറിച്ചതായ പ്രിയപ്പെട്ടവരിൽ ഒരാളായ ദൈവഭൃത്യനാണ് പ്രിയ KV എബ്രഹാം അപ്പച്ചൻ. ഇന്ന് ഏതാണ്ട് 92ാമത്തെ വയസ്സിലെത്തി നിൽക്കുന്ന വാത്സല്യ പിതാവ് തൻ്റെ മകനോടൊപ്പം തൻ്റെ ജീവിതാനുഭവങ്ങളിലേക്ക് ഒരു തിരിഞ്ഞുനോട്ടം നടത്തുകയാണ്. അരോമ ടി വിയുടെ പ്രേക്ഷകർക്ക് ഇതൊരു വേറിട്ട അനുഭവമായിരിക്കും. ആകയാൽ നമുക്ക് അവർക്ക് ശ്രദ്ധയോടെ പ്രാർത്ഥനയോടെ സ്കിപ്പ് ചെയ്യാതെ ഈ പ്രിയപ്പെട്ടവരുടെ ജീവിതാനുഭവങ്ങൾ കാണാം, കേൾക്കാം, മറ്റുള്ളവരുമായി പങ്കുവയ്ക്കാം. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. തുടർന്ന് അനുഗ്രഹിക്കപ്പെട്ട ജീവിതാനുഭവം ദൈവം നടത്തിയ അത്ഭുതകരമായ വേളയെക്കുറിച്ച് പങ്കുവയ്ക്കുന്നതിന് കർത്താവിൻ്റെ വിലപ്പെട്ട ദാസന്മാരെ തികഞ്ഞ സ്നേഹത്തോടും ആദരവോടും കൂടി അരോമ ടി വിയുടെ പ്രേക്ഷകരോടൊപ്പം സമയം ചിലവഴിക്കുന്നതിനായിട്ട് ഞങ്ങൾ സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ അനുഗ്രഹിക്കപ്പെട്ടതായ സമയത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അരോമ ടി വിയുടെ ഈ പ്രോഗ്രാമിൻ്റെ ഈ പ്ലാറ്റ്ഫോമിൽ വന്നു ചേരുവാനും പ്രിയ ദേവദാസനോടും എൻ്റെ പിതാവ് പാസ്റ്റർ KV എബ്രഹാമിനോടും ചേർന്ന് ഒരുമിച്ച് ഈ വേദിയിലായിരിക്കാൻ ഇടയായതിൽ ഞാൻ വളരെ സന്തോഷിക്കുകയാണ്. എൻ്റെ പേര് പാസ്റ്റർ വില്ലി എബ്രഹാം എന്നാണ്. ഞാൻ ഷിക്കാഗോയിൽ കുടുംബമായിട്ട് താമസിക്കുന്നു. ഏറിയ വർഷങ്ങൾ ഞങ്ങൾ രാജസ്ഥാനിലായിരുന്നു. ആ വിഷയങ്ങൾ ഞങ്ങൾ തുടർന്ന് ഉള്ളതായ കാര്യങ്ങളിൽ സംസാരിക്കാം. രാജസ്ഥാനിൽ നിന്ന് ഞങ്ങൾ ഇവിടെ വന്നു ഷിക്കാഗോയിൽ താമസിക്കുകയാണ്. പ്രിയ അപ്പച്ചൻ പാസ്റ്റർ KV എബ്രഹാം രാജസ്ഥാൻ്റെ പ്രദേശത്ത് 55 പരം വർഷങ്ങൾ സുവിശേഷ വേലയോടുള്ള ബന്ധത്തിൽ ഒരു പൈനിയർ മിഷണറി, പെൻറ്റിക്കോസ്റ്റൽ മിഷണറി എന്നുള്ള രീതിയിൽ രാജസ്ഥാനിൽ കടന്നു പോകാനും സുവിശേഷ വേല ചെയ്യുവാനും ഇടയായി. ഞങ്ങളുടെ മാതാവ് 10 വർഷം മുമ്പ് കർത്താവിൻ്റെ സന്നിധിയിൽ ചേർക്കപ്പെട്ടു. അപ്പോൾ അപ്പച്ചൻ്റേതായ പ്രായത്തിൻ്റെതായ അവസ്ഥകളും 91 വയസ്സ് ഇപ്പോൾ കഴിഞ്ഞിരിക്കുകയാണ്. ഈ ജനുവരിയിൽ 92 ആവും. അപ്പോൾ ഞങ്ങളോടൊപ്പം ഇവിടെ താമസിക്കുന്നതിന് വേണ്ടി ഞങ്ങൾ അപ്പച്ചനെ ഇങ്ങോട്ട് കൊണ്ടുവന്നിരിക്കുകയാണ്. ഇപ്പോൾ 4-5 വർഷമാവുന്നു അപ്പച്ചൻ ഞങ്ങളോടുകൂടെ ഷിക്കാഗോയിലിരിക്കുന്നു. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരുമാണ് ഇന്നിപ്പോൾ ഇവിടെ സംസാരിക്കാനിരിക്കുന്നത്. പ്രിയ അപ്പച്ചൻ്റെതായ കാര്യങ്ങൾ പറയും. എന്നാൽ അപ്പച്ചൻ ഇപ്പോഴുണ്ടായിക്കൊണ്ടിരിക്കുന്ന സാഹചര്യം, അപ്പച്ചന് ഷോർട്ട് ടൈം മെമ്മറി ലോസ് എന്ന് പറയും. ഇപ്പോൾ നമ്മൾ പറയുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ പെട്ടെന്ന് മറന്നു പോകുന്ന ഒരു സ്വഭാവ രീതിയാണുള്ളത്. എന്നാൽ ചെറുപ്പത്തിലെ പഴയ കാര്യങ്ങളൊക്കെ പലതും അപ്പച്ചന് നല്ല ഓർമ്മയുണ്ട്. ആയതുകൊണ്ട് ഓർമ്മ കുറവിൻ്റെതായ പ്രയാസങ്ങളുള്ളതുകൊണ്ട് പല കാര്യങ്ങളും ആ സീക്വൻസിൽ അതിൻ്റെതായ നിലയിൽ പറയാനുള്ളതായ ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് ചില കാര്യങ്ങൾ അപ്പച്ചൻ സംസാരിക്കുന്നതിന് മധ്യത്തിൽ ഞാൻ സംസാരിക്കാം എന്നാണ് ചിന്തിക്കുന്നത്. അപ്പച്ചനോട് കൂടെ തന്നെയാണ് ഞാൻ എൻ്റെ ജീവിതം മുഴുവൻ ഇന്നുവരെയും ഞാൻ വളർന്നത്. അതുകൊണ്ട് അപ്പച്ചൻ്റെ എല്ലാ സ്റ്റെപ്പുകളും എനിക്ക്, എല്ലാ ജീവിതാവസ്ഥകളും എനിക്ക് നല്ലതുപോലെ അറിയാം. അതുകൊണ്ട് അപ്പച്ചനോട് ചേർന്ന് ഞാനത് സംസാരിക്കാനാണ് ആഗ്രഹിക്കുന്നത്. ഈ വേദി ഒരുക്കി തന്നതിനായി ഞങ്ങൾ വളരെ നന്ദിയുള്ളവരാണ്. ദേവദാസൻ്റെ ദാസനോടും ഈ TV ഈ പ്ലാറ്റ്ഫോമിനോടും വളരെ നന്ദിയുള്ളവരാണ്. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. കർത്താവിൻ്റെ വിശുദ്ധനാമത്തിന് സ്തോത്രം. ഇങ്ങനെ ഒരു സദസ്സിലേക്ക് എൻ്റെ ജീവിതാനുഭവവുമായി വരുവാൻ ദൈവം തന്ന അവസരത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ഈ ഇവിടെ മുൻപിൽ എൻ്റെ ജീവിതാനുഭവം, എൻ്റെ മാതാപിതാക്കൾ ഏവരും അറിയുന്ന പ്രകാരം പെന്തക്കോസിൻ്റെ ആരംഭകാലത്ത് ആദ്യം ഇറങ്ങിയതായിരിക്കുന്ന ദേവദാസന്മാരിലെ പാസ്റ്റർ KV എബ്രഹാമിനോടുകൂടെ ഒന്നിച്ച് ആരംഭിച്ചതായിരിക്കുന്ന പെന്തക്കോസ് പ്രസ്ഥാനത്തിൻ്റെ ഒരു പഴയതായിരിക്കുന്ന പാരമ്പര്യം എനിക്കുണ്ട്. അത് എൻ്റെ പിതാവിൽ നിന്ന് ഞാൻ കാണുകയും കേൾക്കുകയും അനുഭവിക്കുകയും വരുന്നതായിരിക്കുന്ന നിലയിൽ
ഒരു ആത്മീയ ശുശ്രൂഷയെ, എൻ്റെ പിതാവിൻ്റെ ശുശ്രൂഷയെ കാണുവാനും പഠിക്കുവാൻ ഇടയായതുകൊണ്ട് അത് ഏറ്റെടുത്ത് മുൻപോട്ട് പോകണമെന്നുള്ള ഒരു ചെറുപ്രായത്തിലെ ഉള്ള അനുഭവമാണ്. പിതാവിൽ നിന്ന് ലഭിച്ചതായിരിക്കുന്ന ഉപദേശം, പിതാവിൻ്റെ ശുശ്രൂഷ ഏറ്റെടുക്കുവാൻ ദൈവം എനിക്കൊരു ഭാഗ്യം തന്നു. അങ്ങനെ എൻ്റെ ചെറുപ്രായത്തിൽ തന്നെ സൺഡേ സ്കൂള്, യൂത്ത് ഇങ്ങനെയുള്ളതായിരിക്കുന്ന കാര്യങ്ങളിൽ പ്രവർത്തിപ്പാൻ എനിക്ക് ദൈവം അവസരം തന്നു. കാലങ്ങൾക്ക് ശേഷം ഒരു മിഷണറിയായി ഇറങ്ങത്തക്ക നിലയിൽ കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലും PIPA സംഘടനയുടെ ഒരു ഉത്തരവാദിത്വം വഹിച്ചുകൊണ്ട് വളരെ പ്രവർത്തിപ്പാൻ ഇടയാക്കി. ലോക്കൽ സഭയിൽ ഒരു നല്ല നിലയിൽ സൺഡേ സ്കൂള് അതിങ്ങനെയുള്ളതായിരിക്കുന്ന കാര്യങ്ങളുടെ ചുമതലയിലും വഹിപ്പാൻ ദൈവം ഭാഗ്യം തന്നു. ഞാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ് ഒരു ദർശനത്തിലേക്ക് വന്നത് ഞങ്ങളുടെ തൃശ്ശൂർ സഭയിൽ ഒരു കാത്തിരിപ്പ് യോഗം പാസ്റ്റർ TN എബ്രഹാമിനെ കൊണ്ട് എല്ലാ വർഷവും നടക്കുന്ന പ്രകാരം നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ ഒരു ലോകപ്രകാരമുള്ള മനുഷ്യനാണ്, എന്നാൽ കൃഷിക്കാരന്. എങ്കിലും പിതാവിൻ്റെ പാദം ചെറുപ്രായം മുതൽ തുടർന്നു കൊണ്ടിരുന്നുകൊണ്ട് കൂട്ടായ്മകൾ, ആരാധനകളിൽ സംബന്ധിക്കുന്ന ഒരു കമ്പൽസറിയായി പിതാവ് നിർബന്ധിച്ച് വെച്ചതുകൊണ്ട് അതിനോട് വന്ന് അത് ഏറ്റെടുത്ത് മുൻപോട്ട് വരുന്ന കാലയളവിലാണ് ഈ ഒരു ഞങ്ങളുടെ സഭയിലൊരു കാത്തിരിപ്പ് ഉണ്ടായി. പക്ഷേ TN എബ്രഹാം അവിടെ വന്ന് വർഷം തോറും എല്ലാ വർഷങ്ങളും നടത്തുന്ന പ്രകാരം പക്ഷേ TN എബ്രഹാമിൻ്റെ ക്ലാസ്സുകളിൽ പ്രാർത്ഥനയിലും ഒരു ദിവസം പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയായിരിക്കുന്ന ഒരു പ്രവർത്തനം ഉണ്ടായി. അതിന് മധ്യേ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എന്നെ ശക്തിയാൽ എന്മേൽ പ്രവർത്തിച്ചു. ഞാൻ ഇരുന്ന സ്ഥാനത്ത് നിന്ന് തെറിച്ചു പോകത്തക്കതുപോലെ ദൈവത്തിൻ്റെ ആത്മാവ് ശക്തിയോടെ എന്നെ ഭരിച്ചു. ആ സമയത്ത് അവിടെ ശുശ്രൂഷ കൊണ്ടിരുന്നത് പക്ഷേ ഈശോയുടെ മാവൻ, പേര് ഞാൻ ഓർക്കുന്നില്ല, മാവനാണെന്ന് സഭയിലെ ശുശ്രൂഷ കുടുംബമായി അവിടെ ഉണ്ട്. അന്ന് ആ ശുശ്രൂഷയിൽ TN എബ്രഹാമിൻ്റെ പ്രാർത്ഥനയുടെ സമയത്ത് എൻ്റെ തലയിൽ കൈവച്ച് താൻ പ്രാർത്ഥിക്കുന്ന സമയത്ത് ശക്തിയായിരിക്കുന്ന ഒരു ശക്തി എന്മേൽ ഭരിക്കുകയും ഞാൻ എടുത്തടിച്ച പോലെ നിലത്ത് വീണ പോലെ അവിടെ ആയിത്തീരുകയും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ശക്തിയായിട്ട് എന്നോട് സംസാരിച്ചു കൊണ്ടിരുന്നു. ആത്മാവിൽ ഞാൻ നിറഞ്ഞ് സ്വയഭാഷ സംസാരിക്കാൻ വയ്യാത്ത നിലയിൽ ഞാൻ ആയിരുന്നു. ആ സമയത്ത് ഞാൻ വിശേഷിച്ച് ആ കിടപ്പിൽ കിടന്നുകൊണ്ട് ഒരു ദർശനം കണ്ടു. അത് ഇപ്പോൾ കാണുന്നത് പോലെ എൻ്റെ മുൻപിലുണ്ട്. അതായത് ഞാൻ ഒരു ഉയർന്ന സ്ഥലത്ത്, ഏതോ ഒരു ഉയർന്ന സ്ഥലത്ത് ബൈബിളുമായിട്ട് നിൽക്കുന്നുകൊണ്ട് പ്രസംഗിക്കുന്ന ഒരു കാഴ്ച ദൈവം എന്നെ കാണിച്ചു. അതാണ് ആ ഒരു എന്നോടുള്ളതായിരിക്കുന്ന ഒരു ദൈവത്തിൻ്റെ കർത്താവിന് എന്നോടുള്ള ഭാവിയുള്ളതായിരിക്കുന്ന കാര്യമാണ്. പക്ഷെങ്കിൽ അതിന് തിരിച്ചറിയുവാൻ കാലങ്ങൾ കഴിഞ്ഞു. കാലങ്ങൾ മുൻപോട്ട് വന്നു. കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ കർത്താവിൻ്റെ സാക്ഷി പിതാവിനോട് കൂടെ ചേർന്ന് ചെയ്യുന്നു, മറ്റ് ദൈവദാസന്മാരോട് ചേർന്ന് ചെയ്ത് അങ്ങനെ ഇരിക്കുകയും, ഞാനൊരു കൃഷിക്കാരനാണ്, ഒരു കുടുംബസ്ഥനാണ്, എങ്കിലും പിതാവ് ഒരു പാസ്റ്റർ കർത്താവിൻ്റെ മഹത്വമുള്ള വേല ചെയ്ത് പിന്തുടരുവാൻ എനിക്ക് ഭാഗ്യം തന്നു. ഞാൻ അത് ഏറ്റെടുത്തുകൊണ്ട് സുവിശേഷത്തിന് വേണ്ടി നിൽക്കുന്ന കാലയളവിൽ ഞാൻ വീട് വിട്ട് പുറത്തു പോകുവാനുള്ള സാഹചര്യം ഇല്ലാത്തതായിരിക്കുന്ന ഒരു പരിസ്ഥിതിയാണ്. ഞങ്ങളുടെ കൃഷിക്കാരാണ്, കുഞ്ഞുങ്ങളുണ്ട്. അങ്ങനെ ഒരു ആയിരിക്കുന്ന സമയത്ത്, എന്നാൽ ചെറുപ്രായത്തിൽ തന്നെ സൺഡേ സ്കൂള്, പിന്നെ PIPA കാലങ്ങൾ മുൻപോട്ട് വന്ന് സഭയിലുള്ളതായിരിക്കുന്ന പല ശിശുക്കളുടെയും പങ്കുവഹിക്കുവാൻ എനിക്ക് ദൈവാവസരം തന്നിട്ടുണ്ട്. ആ സമയത്ത് ഈ അഭിഷേകം ഉണ്ടായതായിരിക്കും, ആത്മബോധം ഉണ്ടായപ്പോൾ ഒരു കാഴ്ച എൻ്റെ മുൻപോട്ട് ഇപ്പോൾ ഞാൻ കാണുന്ന പ്രകാരം എനിക്കത് ഓർമ്മയുണ്ട്. എൻ്റെ മുൻപിൽ ഒരു ഉയർന്നായിരിക്കുന്ന മലയുടെ മുകളിൽ ഞാൻ ബൈബിളിൽ നിന്ന് പ്രസംഗിക്കുന്നതായിട്ട് ഞാൻ കാണുക. അത് കാണേണ്ട കാഴ്ചയായി ഇന്ന് കാണുന്നത് പോലെ എൻ്റെ മുൻപിൽ ഇപ്പോഴും അത് തെളിഞ്ഞുണ്ട്. അപ്പോൾ ആ കാഴ്ച കാലങ്ങൾക്ക് ശേഷം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ മഹത്വമുള്ള ശുശ്രൂഷയ്ക്ക് വേണ്ടി പൂർണ്ണ സമയം വേർതിരിച്ചു. കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലും മറ്റ് സ്ഥലങ്ങളിലും പോയി സുവിശേഷം അറിയിക്കാൻ മറ്റ് ദൈവദാസന്മാരുടെ അവസരം തന്നു. അതിനോട് മധ്യേ അങ്ങനെ ഇരിക്കുന്ന കാലത്ത് ആത്മാക്കൾക്ക് വേണ്ടി വലിയൊരു ആത്മഭാരം ഉണ്ടായി. ആ സമയത്ത് വടക്കേ ഇന്ത്യയെക്കുറിച്ചുള്ളതായിരിക്കുന്ന ദൈവദാസന്മാരിൽ നിന്ന് കേട്ടതും അറിയുന്നതും ഒക്കെ ആയിരിക്കുന്ന നിലയിൽ വടക്കേ ഇന്ത്യയിൽ പോകണമെന്നുള്ളതായിരിക്കുന്ന താല്പര്യം ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന സമയത്ത്, ആ സമയത്ത് എന്നെക്കുറിച്ച്
വടക്കേയിട്ടുള്ളായിരിക്കുന്ന ചില ദേവദാസന്മാർ അന്ന് രാജസ്ഥാനിലുള്ള കെ വി ഫിലിപ്പ്, തോമസ് മാത്യു ആദിയായവർ അന്ന് അവിടെ ഉള്ളവർ എന്നെക്കുറിച്ച് അറിയുകയും കേൾക്കുകയും ചെയ്തിരുന്നു എന്ന് ഞാൻ അറിയുന്നു. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ദൈവത്തിൻ്റെ വിശുദ്ധാത്മാവ് എനിക്ക് പ്രേരണയായിട്ടൊരു ദേശം വിട്ടു പോയി ശുശ്രൂഷിക്കത്തക്കുള്ളതായിരിക്കുന്ന നിലയിൽ എന്നെ കൈ പിടിച്ച് ബലമായിട്ട് ഇറക്കിയതുപോലെ. കാരണം അതിൻ്റെ പിൻപിൽ മക്കൾ 2-3 മക്കളുണ്ട്, കൃഷിക്കാരാണ്, ഭൗതിക ആയിരിക്കുന്ന നിലയിലായി കുഞ്ഞുങ്ങളെ വളർത്തണം. കുടുംബസ്ഥനായിരിക്കുമ്പോൾ എന്നെ കരം പിടിച്ച് നിർബന്ധിച്ച് കർത്താവ് ഇറക്കുന്ന ഒരു അനുഭവമാണ് ഉണ്ടായത്. ഞാൻ ഈ സമ്പത്തും വീടും എല്ലാം വിട്ടിട്ട് ഈ എൻ്റെ അരികിൽ പോയിരിക്കുന്ന വലിയ ഒരു കുഞ്ഞായിരിക്കുന്ന സമയത്ത് മൗത്തുള്ള ശുശ്രൂഷയ്ക്ക് വേണ്ടി രാജസ്ഥാനിലേക്ക് പോകാനുള്ളതായിരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. എന്നെക്കുറിച്ച് ഫസ്റ്റ് ഞാനും PV ആശാരി എന്നുള്ള അറിയപ്പെട്ട ദേവദാസനും കൂടെ കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലും മറ്റ് അനേക സ്ഥലങ്ങളിൽ പോയി തന്നോടുകൂടെ ശുശ്രൂഷിച്ചതായിരിക്കുന്ന ഒരു അനുഭവം എന്നിലുള്ളതുകൊണ്ട് ഒരു വലിയ ദർശനം വേലയെക്കുറിച്ച് ഉണ്ടാകുകയും തുടർന്ന് ആ ഒരു അനുഭവത്തിൽ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് കേരളത്തിലുള്ളതായിരിക്കുന്ന എന്നെയും ആശാരിയും കൊണ്ട് ശുശ്രൂഷിച്ച കാര്യങ്ങൾ അറിയപ്പെട്ടതായിരിക്കുന്ന രാജസ്ഥാനിൽ KV ഫിലിപ്പ്, തോമസ് മാത്യു ആദിയായവർ അവർ എന്നെ അതിൽ തോമസ് മാത്യു എന്ന് അയക്കുന്ന ആള് KV ഫിലിപ്പ് എന്നെ ആദ്യം ക്ഷണിച്ചു. ഞാൻ KV ഫിലിപ്പിൻ്റെ ജോധ്പൂരിൽ പോയിട്ട് ഒരു 10-15 ദിവസം അവിടെ ശുശ്രൂഷിച്ചു. മടങ്ങി വന്നു. തിരിച്ചു വന്നപ്പോൾ തോമസ് മാത്യു ഉദയ്പൂരിൽ നിന്ന് എനിക്ക് ശക്തിയായിരിക്കുന്ന നിലയിൽ ഒരാവശ്യം എന്നെ ക്ഷണിച്ചു. ബ്രദർ വരണം, നമുക്ക് ശുശ്രൂഷ വടക്കേ ഇന്ത്യയിലാണ് ചെയ്യേണ്ടത്, കടന്നു വരണമെന്നും പറഞ്ഞ് നിർബന്ധിച്ചു. ഞാൻ അതിനുവേണ്ടി പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു. ദൈവം അതിനുവേണ്ടി വഴുതിയെടുക്കുക. പ്രാർത്ഥനയിൽ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് എൻ്റെ യാത്രയ്ക്കുള്ളതായിരിക്കുന്ന ക്രമീകരണങ്ങൾ ഞാൻ ചെയ്ത് തനിയെ ഭാഷ അറിയത്തില്ല, ഹിന്ദിയൊന്നും ഞാൻ പഠിച്ചിട്ടില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ ഈ ഒരു യാത്ര ഒരു പെർമനൻ്റ് യാത്രയ്ക്കായിട്ട് ഇറങ്ങുകയാണ്. ടിക്കറ്റ് എടുത്തു റെയിൽവേ സ്റ്റേഷന് മാറിക്കയറിയൊക്കെ പോകണം. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് അത്ഭുതമെന്ന് പറയട്ടെ, ഞാൻ തൃശ്ശൂരിൽ നിന്ന് എൻ്റെ ടിക്കറ്റ് ഞാൻ ബുക്ക് ചെയ്തായിരിക്കുന്ന കമ്പാർട്ട്മെൻറ്റിൽ കയറി എൻ്റെ നമ്പറിൽ ചെന്നപ്പോൾ എൻ്റെ അടുത്തത്തെ സീറ്റിൽ പാസ്റ്റർ KE എബ്രഹാം ഞാൻ ജനിച്ച സമയത്ത് കുന്നംകുളത്ത് വെച്ച് എന്നെ കയ്യിലെടുത്ത് കുന്നംകുളം അപ്പച്ചൻ സഭയിൽ ശുശ്രൂഷിക്കുമ്പോൾ അനുഗ്രഹിച്ച് തൻ്റെ സ്വന്തം പേര് തന്നെ ഏബ്രഹാം എന്ന് വിളിച്ച് പേരിട്ടതായിരിക്കുന്ന എന്നെ അനുഗ്രഹിച്ച് ദേവദാസൻ അടുത്ത സീറ്റിൽ വന്ന് ബുക്ക് ഇരിക്കുകയാണ്. തനിക്ക് സിറ്റിംഗ് സീറ്റുള്ള എനിക്ക് ബർത്തുണ്ട്. ഞങ്ങൾ ഒന്നിച്ച് ബോംബെക്ക് യാത്ര ചെയ്തു. KV കുര്യൻ എന്ന പേരായിരിക്കും ദേവദാസൻ ന്യൂയോർക്കിൽ ശുശ്രൂഷിക്കുന്ന സമയത്ത് അവിടെ ചെന്ന് ഞാൻ രാജസ്ഥാനിലേക്ക് പോവുകയാണ്. ഭാഷയെ സ്വീകരിക്കാനായിട്ട് സഭ വിശ്വാസികളും വന്നു. സ്റ്റേഷനിൽ സ്വീകരിച്ചു. എന്നെ അറിയില്ലെങ്കിൽ എന്നെ പറഞ്ഞ് മനസ്സിലാക്കിയപ്പം അന്നത്തെ ആരാധനയിൽ കൺവെൻഷന് വേണ്ടി എബ്രഹാം വന്നാണ്. ആ ആരാധനയിൽ നിൽക്കണമെന്ന് പറഞ്ഞ് 2 ദിവസം ഞാൻ അവിടെ നിൽക്കുകയും പക്ഷേ എബ്രഹാം ആ കൺവെൻഷനിൽ ആദ്യമായിട്ട് എന്നെ കൊണ്ട് സാക്ഷ്യം പറയിപ്പിക്കുകയും എന്നെയും എൻ്റെ പിതാവിനെ കുറിച്ച് പരിചയപ്പെടുത്തുകയും ചെയ്തു. അങ്ങനെ അവിടെ നിന്ന് ഞാൻ അഹമ്മദാബാദിലേക്ക് യാത്ര ചെയ്തു. എൻ്റെ സഹോദരൻ 2 മക്കൾ അവിടെ ഉണ്ട്, സഹോദരിയുടെ മക്കൾ. അവരോടുള്ള ബന്ധത്തിൽ അവിടെ ചെന്ന് ചില ദിവസം അവിടെ താമസിച്ച് അവിടെ നിന്ന് തോമസ് മാത്യുവിൻ്റെയും KV ഫിലിപ്പിൻ്റെയും പരിചയത്തിൽ തോമസ് മാത്യു എനിക്കൊരു ലെറ്റർ എഴുതി, ബ്രദർ ഞാൻ ജോധ്പൂരിൽ വന്ന് പോയി എന്നുള്ളത് എനിക്ക് അറിയാം, വടക്കേ ഇന്ത്യയിലാണ് സുവിശേഷം, മടങ്ങി വരണം എന്ന് പറഞ്ഞുകൊണ്ട് എനിക്ക് ടെക്സ്റ്റ് എഴുതി. ഞാനും മിസ്സസും ആ വിഷയം വെച്ചിട്ട് പ്രാർത്ഥിച്ചു. ദൈവം പൂർണ്ണമായിരിക്കുന്ന സമയം ഒരുക്കി രാജസ്ഥാനിലേക്ക് പോകുവാനായിട്ട് തീരുമാനിച്ചു. അത് സുവിശേഷ മീഷയായിട്ട് ദൈവം അനുവദിക്കുകയാണെങ്കിൽ ഹാലലിയ അവിടെ പ്രവർത്തിക്കും. ദൈവം തരുന്ന സമയമൊക്കെ എന്നൊരു തീരുമാനത്തോടുകൂടെ ഞാൻ യാത്രയ്ക്ക് പുറപ്പെട്ടു. അങ്ങനെ ചുരുക്കം പറയട്ടെ, യാത്ര പല വിധമുണ്ട്. ഒറ്റവാക്കി പറഞ്ഞാൽ കൊച്ചിയിൽ നിന്ന് കപ്പലയിൽ ബോംബെയിൽ വരെ പോയി, ബോംബെയിൽ നിന്ന് പിന്നെ ട്രെയിനിന് കയറി, അങ്ങനെയൊക്കെയും പോയി. ഏതായാലും ഉദയ്പൂർ പട്ടണത്തിൽ തോമസ് മാത്യു തന്നതായിരിക്കുന്ന അഡ്രസ് അനുസരിച്ച് റെയിൽവേ സ്റ്റേഷനിൽ ചെന്നിറങ്ങി. ഞാൻ ഹിന്ദി ഒരക്ഷരം പോലും എനിക്ക് അറിയത്തില്ല, പഠിച്ചിട്ടുമില്ല. എങ്കിലും എന്തൊക്കെയോ പറഞ്ഞ് അവിടെ എത്തി. സ്റ്റേഷനിൽ ഇറങ്ങി പാസ്റ്റർ തോമസ് മാത്യു ഒരു കുതിരവണ്ടിയുമായി അവിടെ കൊണ്ട് ഞങ്ങൾ തമ്മിൽ ആദ്യമായിട്ട് കാണുകയല്ല,
താൻ വെള്ളത്തിൽ വീണതായിരിക്കുന്ന ഒരു സമയം ഉണ്ട് റാന്നിയിൽ എൻ്റെ ചരിത്രത്തിൽ. അന്ന് ഞാനും എൻ്റെ മിസ്സസും കൂടെ പാസ്റ്റർ PM ഫിലിപ്പ് പ്രസംഗിക്കുമ്പോൾ അവിടെ ആ മീറ്റിംഗിൽ നിന്ന് കണ്ടിട്ടുള്ളൊരു ഓർമ്മ വന്നു. ഇപ്പോൾ ആ വ്യക്തിയാണല്ലോ തോമസ് മാത്യു എന്നുള്ളത്. അങ്ങനെ അവിടെ വെച്ച് റെയിൽവേ സ്റ്റേഷനിൽ കൈ കൊടുത്ത് രണ്ടുപേരും കൂടെ താൻ പാർക്കുന്ന ഒരു കൊച്ചുമുറി, ഒറ്റയ്ക്ക് പാർക്കുകയാണ്. ആ കൊച്ചുമുറിയിൽ ഞങ്ങൾ രണ്ടുപേരും കൂടെ വളരെ നാൾ പ്രാർത്ഥിച്ചു, ദൈവത്തിൽ പ്രവർത്തിച്ചു. ഹിന്ദി ഒരക്ഷരം പോലും എനിക്ക് അറിയത്തില്ല. അതുകൊണ്ട് അവിടെ തന്നെ എനിക്ക് തോമസ് മാത്യു തന്നെ ആ ഈഷട്ടൊക്കെ പഠിപ്പിച്ച് ഹിന്ദി പടഞ്ഞ് പഠിപ്പിച്ച് പിന്നെ ട്രാക്റ്റും കൊണ്ട് ഇറങ്ങി പ്രവർത്തിക്കുകയാണ് ആദ്യത്തെ അവിടെ ഉള്ളതായിരിക്കുന്ന പ്രവർത്തനങ്ങൾ. പാസ്റ്റർ PM കുര്യൻ ബൈബിൾ സോഴ്സിൽ നിന്ന് ബണ്ടൽ കണക്കിന് അയക്കുന്നത് എത്ര അയച്ചാലും ഒരു മാസം കഴിയുമ്പോൾ അത് തീരും. കാരണം ഞങ്ങൾ മെനക്കെടത്തില്ല, ഗ്രാമങ്ങൾ പട്ടണങ്ങളിൽ അങ്ങനെ കൊണ്ട് നടക്കുന്നു. ഇതിൻ്റെ മധ്യേ പ്രതികൂലങ്ങളെ ഞാൻ എടുത്തു പറയുന്നു. എല്ലാവർക്കും അറിയാം, ഒരു ട്രാക്റ്റ് കൊടുത്താൽ അതിൻ്റെ റിപ്പോർട്ട് എന്താണെന്ന്. വളരെയധികം പ്രതികൂലങ്ങൾ, വളരെയധികം ഉപദ്രവങ്ങൾ അതിൻ്റെ ഒറ്റ വാചകത്തിൽ അത് ഞാൻ വിടുകയാണ്. വളരെ പ്രതികൂലങ്ങളുടെ മധ്യേ വിത്ത് വിതച്ച്, ദൈവത്തിൻ്റെ വചനമായിരിക്കുന്ന വിത്ത് വിതച്ചു. അത് കാലങ്ങൾ മുൻപോട്ട് നിന്ന് വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ അവിടുത്തുകാരനായിരിക്കുന്ന ഒരു പൈതൽ രക്ഷിക്കപ്പെട്ട് മുമ്പോട്ട് വന്നു. സാംസൺ എന്ന പേര്. അദ്ദേഹത്തെ തോമസ് മാത്യു സ്നാനപ്പെടുത്തി. അങ്ങനെ അതാണ് ആദ്യത്തെ വിശ്വാസി. തുടർന്ന് അങ്ങോട്ട് പ്രവർത്തിച്ചു. ദൈവം വിവിധ നിലകളിൽ ആത്മാക്കളെ ഗ്രാമങ്ങളിലും പട്ടണങ്ങളിലും തന്നു. വിശാലമായിരിക്കുന്ന നിലയിൽ ചില വർഷങ്ങൾക്കുള്ളിൽ അത് വളർന്നു കഴിഞ്ഞപ്പോൾ അതിൻ്റെ ആത്മീയ ഉന്നതിക്കും ഭാവിക്കും വേണ്ടി ചെറുതായിട്ട് ഒരു ബൈബിൾ സ്കൂളായി എന്ന നിലയിൽ ഞങ്ങൾ ആരംഭിച്ചു. ആരംഭിച്ചത് ഒരു കോളേജായിട്ട് മാറി. അത് ഇന്ന് ഞാൻ അതിനെക്കുറിച്ച് പറയേണ്ട, ലോകമെല്ലാം അറിയുന്നതാണ് ഫിലദൽഫിയ ഫെലോഷിപ്പ്. ആരംഭത്തിലെ ആദ്യത്തെ വ്യക്തി ഞാനും തോമസ് മാത്യുവാണ്. തോമസ് മാത്യു നമ്പർ 1, സെക്കൻഡ് ഞാൻ. KV ഫിലിപ്പ് അതിന് മുൻപേ ജോധ്പൂരിലുണ്ട്. പക്ഷേ ഉദയപൂരിൽ ഈ പ്രസ്ഥാനത്തിൻ്റെ ആരംഭം കുറിച്ചത് ഞങ്ങൾക്ക് ദൈവം ഭാഗ്യം തന്നു. ഇന്ന് ഇതെല്ലാം ഓർക്കുമ്പോൾ നന്ദി ഹൃദയത്തോടുകൂടെ ദൈവത്തെ സ്തുതിക്കുകയാണ്. അതിൽ വളരെ പ്രതികൂലങ്ങളുടെ മധ്യം വളരെ അറിയാമല്ലോ, ഒന്നുമില്ലാത്ത ആത്മാക്കളില്ലാത്തടത്ത് പോയിട്ട് ജീവിച്ചാൽ അധികം പറഞ്ഞു പറയേണ്ട ആവശ്യമൊന്നുമില്ല. ഒരു നേരത്തെ ആഹാരത്തിനോ ഒരു ചായക്കോ കൊതിച്ചിട്ടുണ്ട്. പക്ഷെങ്കിൽ ദൈവം അതെല്ലാം തക്ക സമയത്ത് തന്ന് ദൈവം അത് വർദ്ധിപ്പിച്ച് ആ വിഷയം ഞാൻ ഇനി വരുന്നില്ല. ലോകമെല്ലാം അറിയുന്നതാണ് ഫിലദൽഫിയ ഫെലോഷിപ്പ് ചർച്ച്. ഉദയ്പൂർ പട്ടണത്തിൽ അത് ഹാലലിയ ചെറുതായിട്ട് ആരംഭിച്ചു തന്നൊരു കോളേജായിട്ട്, ഇന്റർനാഷണൽ നിലയിൽ അറിയുന്ന ഒരു പ്രസ്ഥാനമായിട്ട് ഹാലലിയ നവാപൂർ കൺവെൻഷനിൽ, ആദ്യത്തെ കൺവെൻഷനിൽ ഈ 10-15 സുവിശേഷ വേലക്കാരും വിശ്വാസികൾക്കും ആദ്യത്തെ തിരുവത്താഴ എൻ്റെ കൈ കൊണ്ട് പ്രാർത്ഥിച്ചു കൊടുക്കാൻ എനിക്ക് അവസരം തന്നു. കാരണം തോമസ് മാത്യു എന്നേക്കാൾ ഇളയതായതുകൊണ്ട് താൻ നിർബന്ധിച്ച ബ്രദർ തന്നെ ചെയ്യണം. ഞാൻ ആദ്യത്തെ തിരുവത്താഴം ഹാലലിയ ഒരു 10-15-20 പേര് ഓണം എടുക്കുന്നവർ, അവർക്ക് വേണ്ടിയിട്ട് അപ്പം മുറിച്ച് കൊടുക്കാൻ കഴിഞ്ഞു. ഇന്ന് ഞാൻ പറയേണ്ട ഇന്റർനാഷണൽ നിലയിൽ നവാപൂർ കൺവെൻഷൻ ദൈവം വളർത്തിയത് കാണുവാനും കേൾക്കുവാനും ഉണ്ട്. അതിൻ്റെ ആരംഭം കുറിക്കുവാൻ ദൈവം എനിക്ക് ഭാഗ്യം തന്നു. പക്ഷേ PM സാറിൻ്റെ ലോക്കൽ ഞങ്ങളെ ഏറ്റവും സ്നേഹിക്കുകയും അപ്പച്ചനെ ഒന്നിച്ചു തുടങ്ങിയാണ്. ഞാൻ അവിടെ ഒരു കൺവെൻഷൻ നടക്കുന്ന നെടുനേർത്തക്കര മൈതാനത്തൊരു കൺവെൻഷൻ നടക്കുന്ന സമയത്ത് ഞാൻ അവിടെ കടന്നുപോയി. അവിടെ ചെന്ന് കൺവെൻഷനിൽ അറ്റൻഡ് ചെയ്തിരിക്കുന്ന സമയത്ത് PM സാറ് പ്രസംഗിക്കുകയാണ്. അവിടെ പ്രസംഗിച്ചുകൊണ്ടിരിക്കും ആഹ്വാനം ചെയ്തു വേലയ്ക്ക് വേണ്ടി സമർപ്പിക്കുക. ഞാൻ ആദ്യം തിരുനക്കര മൈതാനത്ത് വെച്ച് എഴുന്നേറ്റ് നിന്നിട്ട് ഞാൻ എന്നെ തന്നെ വേലയ്ക്ക് വേണ്ടി സമർപ്പിച്ചു എന്ന് പറഞ്ഞത് പക്ഷേ PM സാറ് എൻ്റെ സാക്ഷിയോ. കാലങ്ങൾക്ക് ശേഷം ഒരു ആരാധനയ്ക്ക് എന്നെ കോട്ടയത്ത് വിളിച്ചു. അന്ന് ഞാൻ ഇത് പറഞ്ഞപ്പോൾ പുള്ളി ഒരു റിട്ടേൺ പറഞ്ഞത്, സഭയോട് പറഞ്ഞത്, ആ കൺവെൻഷനിൽ ഞാനും എൻ്റെ സഹോദരന്മാരും മുളയും കവുങ്ങും തടിയും ചുമന്നു കൊണ്ടുവന്ന് തിരുനക്കര കൺവെൻഷനിൽ പന്തലിട്ട് ആ പന്തൽ വെച്ച ഈ ദൈവദാസൻ കർത്താവിന് വേണ്ടി സമർപ്പിച്ച മിഷണറിയാണ് എന്ന് PM സാറ് സഭായോഗത്തിൽ എത്തി പറഞ്ഞു. പ്രൈസ് ലോർഡ്. ഇതാണ് എൻ്റെ സുവിശേഷ വേലയുടെ ബാക്കിലുള്ളതായിരിക്കുന്ന കാര്യങ്ങൾ. ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇപ്രകാരം നല്ലൊരു അവസരം ദൈവം നൽകി തന്നതിനെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. പ്രത്യേകിച്ച്
പ്രിയ ദേവദാസൻ പാസ്റ്റർ ഡാനിയൽ ജോണോടും അതുപോലെ എൻ്റെ പിതാവ് പാസ്റ്റർ കെ വി എബ്രഹാമിനോടും ഒരുമിച്ച് ഈ വേദിയിൽ നിന്നുകൊണ്ട് ലോകത്തോട് ഈ സന്തോഷ വാർത്ത അറിയിക്കുവാൻ ഒരവസരം ലഭിച്ചതിനെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. ഞാൻ അപ്പച്ചൻ എന്നാണ് വിളിക്കുന്നത് എൻ്റെ പിതാവിനെ. അപ്പച്ചൻ അല്പ കാര്യങ്ങളൊക്കെയും പൊതുവായിട്ടുള്ളതായ കാര്യങ്ങൾ പ്രസ്താവിച്ചുവല്ലോ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അപ്പച്ചന് പല കാര്യങ്ങളും ഓർമ്മക്കുറവ് മൂലം ഓർഡറിൽ പറയാനുള്ളതായി ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് ഈ അപ്പച്ചൻ പറഞ്ഞ കാര്യങ്ങളെ ഞാൻ ഒന്നും കൂടെ വ്യക്തമാക്കിക്കൊണ്ട് ഞാൻ എടുത്തു പറയാൻ തക്കവണ്ണം ചില കാര്യങ്ങൾ ആഗ്രഹിക്കുകയാണ്. അപ്പച്ചൻ ജനിച്ചു വളർന്നത്, അപ്പച്ചൻ്റെ ജനനം 1934 ജനുവരി 22 റാന്നി പ്രദേശത്തായിരുന്നു. ചേത്തക്കൽ കുടുംബത്ത്, അല്ലെങ്കിൽ കൈതമംഗലം എന്നാണ് അപ്പച്ചൻ്റെ കുടുംബ പേര്. ആ കുടുംബത്തിലാണ് അപ്പച്ചൻ ജനിച്ച് വളർത്തപ്പെടുവാനിടയായത്. അപ്പച്ചൻ്റെ മാതാപിതാക്കൾ എന്ന് പറയുന്നത് ലേറ്റ് പാസ്റ്റർ PT വർഗീസ് ചേത്തക്കൽ കീവർച്ചൻ എന്നാണ് പൊതുലോകം ആ ദേവദാസിനെ വിളിച്ചുകൊണ്ടിരുന്നത്. ചേത്തക്കൽ കീവർച്ചൻ അപ്പച്ചനും റാഹേൽ അമ്മച്ചിയും അവരായിരുന്നു അപ്പച്ചൻ്റെ മാതാപിതാക്കൾ. ആ അപ്പച്ചന്, ചേത്തക്കൽ കീവർച്ചൻ അപ്പച്ചന് 6 ആൺമക്കളും 3 പെൺമക്കളുമാണ് ഉണ്ടായിരുന്നത്. അതിൽ പ്രിയ പിതാവ് ആ കുടുംബത്തിലെ ഏറ്റവും ഇളയത് ആയ മകനായിട്ടാണ് ജനിച്ചു വളരുവാനിടയായത്. വല്യപ്പച്ചനെ പറ്റി ഒരു വാക്ക് പറയുകയാണെങ്കിൽ, നേരത്തെ അപ്പച്ചൻ പ്രസ്താവിച്ചതുപോലെ പാസ്റ്റർ KE എബ്രഹാം ഉണ്ണുണ്ണി സാറിനോടുള്ള ബന്ധത്തിൽ അവരോടൊപ്പം സമകാലികനായിരുന്ന ഒരു ദേവദാസനാണ് അപ്പച്ചൻ്റെ പിതാവ്, എൻ്റെ വല്യപ്പച്ചൻ ചേത്തക്കൽ കീവർച്ചൻ അപ്പച്ചൻ. അതായത് IPCയുടെ സ്ഥാപകരിൽ ഒരാളായിട്ടാണ് ഞങ്ങളുടെ വല്യപ്പച്ചനും ആയിട്ടുള്ളത്. 1925 IPCയുടെ എക്സിക്യൂട്ടീവ് ഗവേണിംഗ് ബോഡി സ്ഥാപിച്ച സമയത്ത് അതിലുണ്ടായിരുന്ന ദേവദാസന്മാരിൽ ഒന്നായിരുന്നു എൻ്റെ വല്യപ്പച്ചൻ. പാസ്റ്റർ PM സാമുവൽ, പാസ്റ്റർ KC ചെറിയാൻ, പാസ്റ്റർ KE എബ്രഹാം, പാസ്റ്റർ T കൊച്ചൂഞ്ഞ്, പാസ്റ്റർ KC ഉമ്മൻ, പാസ്റ്റർ PT മാത്യു, പാസ്റ്റർ VV തോമസ്, പാസ്റ്റർ AC സാമുവൽ എന്നിവരോടൊപ്പം ഉണ്ടായിരുന്ന ഒരു ദേവദാസനാണ് എൻ്റെ വല്യപ്പച്ചൻ, അതായത് ചേത്തക്കൽ കീവർച്ചൻ അല്ലെങ്കിൽ പാസ്റ്റർ PT വർഗീസ് എന്ന് പറയുന്ന അപ്പച്ചൻ. AJ ജോൺ എന്ന് പറയുന്ന പാസ്റ്റർ ഗ്രൂപ്പിലോട്ട് പിന്നെ വേറെ ഒത്തിരി ദേവസ്വന്മാരുണ്ട് ആ ലിസ്റ്റിൽ. ഞാൻ എല്ലാവരും പേരും ഇവിടെ വായിച്ചില്ല. പിന്നെ IPCയുടെ സഭാ ചരിത്രത്തിൽ KE എബ്രഹാം സാറിൻ്റെ ജീവചരിത്രം വായിച്ചു നോക്കിയാൽ ഞങ്ങളുടെ വല്യപ്പച്ചനെ പറ്റിയുള്ള കാര്യങ്ങളൊക്കെ അതിനകത്ത് പ്രതിപാദിച്ചിരിക്കുന്നത് കാണുവാൻ തക്കൊണ്ട് സാധിക്കും. കുക്ക് സാഹിബ് നമ്മുടെ ഇന്ത്യയിൽ കേരളത്തിൽ വന്ന് പ്രവർത്തിച്ച സമയത്ത് കുക്ക് സാഹിബിനോട് ചേർന്ന് വല്യപ്പച്ചൻ പ്രവർത്തിച്ചതായുള്ള ഒരുപാട് കാര്യങ്ങൾ ചരിത്രത്തിലുണ്ട്. വല്യപ്പച്ചൻ ചർച്ച് പ്ലാന്ററായിരുന്നു. കേരളത്തിൽ അന്നത്തെ കാലത്ത് തിരുവിതാംകൂർ, കൊച്ചിൻ ഭാഗങ്ങളിലൊക്കെയും കടന്നുപോയി ശുശ്രൂഷകൾ ചെയ്യുവാനും സഭകൾ സ്ഥാപിക്കാനൊക്കെയും വല്യപ്പച്ചന് ദൈവാവസരം കൊടുത്തു. വാളകം, അതുപോലെ തന്നെ തൃശ്ശൂർ ഭാഗത്തൊക്കെ കാൽനടയായിട്ട് വന്ന് കുന്നംകുളം, കോഴിക്കോട് ഈ ഭാഗങ്ങളിലൊക്കെ അന്ന് കാലത്ത് വല്യപ്പച്ചൻ കാൽനടയായിട്ട് വന്ന് സുശേഷ വേല ചെയ്തതായിട്ടുള്ള കാര്യങ്ങളെ കുറിച്ച് നമുക്ക് പലർക്കും അത് വായിച്ചിട്ടുള്ളതാണ്, അറിവുള്ളതാണ്. പിന്നെ വല്യപ്പച്ചൻ റാന്നി ഭാഗത്തായിരുന്നു അപ്പച്ചനും ഇവരുടെ കുടുംബമായിട്ട് എല്ലാവരും അവിടെ ആയിരുന്നെങ്കിൽ തന്നെയും 1945 തൃശ്ശൂർ ഭാഗത്ത് അവർ വന്ന് സെറ്റിൽ ആവാൻ തക്കനോടിയായി കൂട്ടാല എന്ന് പറയും, തൃശ്ശൂരിൽ ഒരു കൂട്ടാല എന്ന് പറയുന്ന സ്ഥലത്ത് വന്ന് സ്ഥലം വാങ്ങിക്കുകയും അവിടെ താമസിക്കുകയും ചെയ്യുവാൻ തക്കനോടിയായി. അപ്പച്ചനെ കുറിച്ച് അപ്പച്ചൻ പറഞ്ഞല്ലോ ഒത്തിരി കാര്യങ്ങൾ. അപ്പച്ചൻ സന്തോഷകരമായ എപ്പോഴും എല്ലാവരോടും പറയുന്ന ഒരു കാര്യമാണ്, എന്നെ ഡെഡിക്കേറ്റ് ചെയ്തത് ഞാനൊരു കുഞ്ഞായിരുന്നപ്പോൾ അന്ന് വല്യപ്പച്ചൻ കുന്നംകുളം IPC സഭയിൽ പാസ്റ്ററായിട്ടിരിക്കുന്ന സമയത്താണ് അപ്പച്ചൻ്റെ ഡെഡിക്കേഷൻ നടക്കുന്നത്. അപ്പോൾ KE എബ്രഹാം പാസ്റ്റർ അന്ന് അവിടെ ഉണ്ടായിരുന്നു. ആ ദേവദാസൻ കരങ്ങളിലെടുത്ത് ഈ കുഞ്ഞിനെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുകയും ആ അപ്പച്ചൻ്റെ പേര് എബ്രഹാം എന്ന് പറഞ്ഞ പേരും ഇട്ടിട്ടാണ് അപ്പച്ചനെ അനുഗ്രഹിച്ചെന്നാണ് അപ്പച്ചൻ നേരത്തെ പറയുവാൻ തക്കനൊടിയായത്. അപ്പച്ചൻ്റെ എഡ്യൂക്കേഷൻ, പിതാവിൻ്റെ എഡ്യൂക്കേഷൻ, അപ്പച്ചൻ വലുതായിട്ടൊന്നും പഠിച്ച് വരുവാനൊന്നും സാധിച്ചില്ല അന്നത്തെ സാഹചര്യങ്ങളിൽ. കാരണം വല്യപ്പച്ചൻ സുശേഷ വരെയുള്ള ബന്ധത്തിൽ എപ്പോഴും മിനിസ്ട്രിയുള്ള ബന്ധത്തിൽ എല്ലായിടത്തും ആയിരുന്നു. അതുകൊണ്ട് അതുപോലെ കൃഷിക്കാരുടേതായ ഒരു ഫാമിലി ബാക്ക്ഗ്രൗണ്ടും കൂടെ സെറ്റപ്പ് ഉള്ളതുകൊണ്ട് അപ്പച്ചന് വിദ്യാഭ്യാസത്തിനൊന്നും അധികം
പോകാൻ തൊക്കണം സാധിച്ചില്ല. മിനിമം ആയിട്ടുള്ളതായ എഡ്യൂക്കേഷൻ അപ്പച്ചനുള്ളൂ. അപ്പച്ചൻ എപ്പോഴും പറയും, ഞാൻ ആശാൻ്റെ എന്തുവാ ഓലപ്പള്ളിക്കൂടത്തിൽ ഓലപ്പള്ളിക്കൂടത്തിലാണ് പഠിച്ചത്. ആ ഓല ഞാൻ എൻ്റെ കയ്യിലുണ്ട്. അപ്പച്ചൻ അത് വന്നപ്പോൾ എനിക്ക് തന്നിട്ടുണ്ട്. അപ്പച്ചൻ എഴുതിയിരുന്ന ഓല, ആശാൻ പഠിപ്പിച്ച ആ ഓലയുടെ കെട്ട്, അത് മുഴുവൻ എൻ്റെ കയ്യിൽ സ്റ്റോക്ക് ഇവിടെ ഇരിപ്പുണ്ട്. അതൊക്കെ കാണുമ്പോൾ വളരെ സന്തോഷവും കണ്ണുനീരോടുകൂടെ ദൈവത്തെ സ്തുതിപ്പാനൊക്കെ ദൈവം ഇടയാക്കുന്നുണ്ട്. അന്നത്തെ കാലത്ത് അത്രയൊക്കെ വിദ്യാഭ്യാസം ഉള്ളായിരുന്നു. അതിനുശേഷം കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി, മഹത്വമുള്ള ശുശ്രൂഷയ്ക്ക് വേണ്ടി ഇതെല്ലാം വിട്ട് രാജസ്ഥാനിൽ പോയി ആത്മാക്കളെ ആയിരം ആത്മാക്കളെ നേടിയെടുക്കാനൊക്കെ ദൈവം ഇടയാക്കി. ആ വിദ്യാഭ്യാസം കൊണ്ട് അത്രയും സാധിച്ചല്ലോ. എന്നാൽ ഇന്ന് തലമുറകൾ വന്നപ്പോൾ, മക്കളും കൊച്ചുമക്കളൊക്കെ വന്നപ്പോൾ എല്ലാവരും ഡോക്ടർ ഡിഗ്രികളൊക്കെ ആയിട്ടാണ് ഇവിടെ ഇരിക്കുന്നത്. അതൊക്കെ ഓർക്കുമ്പോൾ കണ്ണുനീരോടുകൂടെ സന്തോഷം കണ്ട് ദൈവത്തെ സ്തുതിക്കുകയാണ്. ദൈവത്തെ മാനിക്കുന്നവരെ ദൈവം മാനിക്കും എന്നുള്ളതിൻ്റെ ഒരു വലിയൊരു ചരിത്ര ഭാഗമാണത്. ഇനി അപ്പച്ചൻ്റെ ആത്മീക കാര്യങ്ങളെക്കുറിച്ച് പറയുകയാണെങ്കിൽ, അപ്പച്ചൻ ചെറുപ്പം മുതൽ ഇങ്ങനെ ജേണൽ എഴുതുന്ന, ഇങ്ങനെ ഡയറി എഴുതുന്ന സ്വഭാവമുണ്ട്. അത് അപ്പച്ചൻ പണ്ട് കാലം മുതൽ എഴുതുന്ന, അത് മുഴുവൻ സ്റ്റോക്ക് എനിക്കുള്ള എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സമ്പാദ്യം എന്ന് പറയുന്നത് അത്. അപ്പച്ചൻ്റെ പഴയ ബൈബിളുകളും അപ്പച്ചൻ്റെ അതുപോലെ തന്നെ ഈ ഡയറി കുറിപ്പുകൾ, അപ്പച്ചൻ അന്ന് കാലം തൊട്ട് എഴുതിയിരിക്കുന്ന ഡയറി കുറിപ്പുകൾ മുഴുവൻ എനിക്ക് എൻ്റെ കയ്യിലുണ്ട്. അതാണ് എൻ്റെ സ്വത്ത്, അതാണ് എൻ്റെ എനിക്ക് ഞാൻ MTH പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ ഞാനൊരു ഒരു തിസിസ് എഴുതിയപ്പോൾ അന്നാണ് ഞാൻ ആദ്യമായിട്ട് ഇത് എൻ്റെ കൈ കിട്ടുന്നത്. ഞാൻ വാ വിട്ട് കരഞ്ഞു പോയിട്ടുള്ള രാത്രികളുണ്ട്. ഞാൻ സലാംപൂർ യൂണിവേഴ്സിറ്റിയിൽ BD കഴിഞ്ഞ് ഞാൻ MTH ഞാൻ സാക്സ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അത് എഴുതിക്കൊണ്ടിരുന്നപ്പോൾ അപ്പച്ചൻ്റെ പഴയ ചരിത്രങ്ങൾ, അപ്പച്ചൻ്റെ ശുശ്രൂഷയോടുള്ളതായ ബുദ്ധിമുട്ടുകളും എതിർപ്പുകളൊക്കെ ഉണ്ട്, അതിനെക്കുറിച്ചും അപ്പച്ചൻ പട്ടിണി കടന്നതും കാര്യങ്ങളും എല്ലാം വായിച്ച് ഞാൻ ദൈവത്തെ സ്തുതിപ്പാനിടയായി. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നതിൻ്റെ സാരം, അപ്പച്ചൻ്റെ ആത്മീക ജീവിതത്തിന് ഇങ്ങനെ ഒരു തുടക്കം കുറിക്കുവാൻ, അല്ലെങ്കിൽ അങ്ങനെ ഒരു ഭാവി മിനിസ്റ്ററോടുള്ള ബന്ധത്തിൽ ഉണ്ടാവാനുള്ള കാരണം അപ്പച്ചനൊരു ഒരു ഒരു ദേവദാസിൻ്റെ ഭവനത്തിൽ ആയിരുന്നു. അവിടം തൊട്ട് അപ്പച്ചന് കിട്ടിയ ആ ഒരു ശിക്ഷണം വളരെ അപ്പച്ചനെ പ്രയോജനപ്പെടുത്തി. അപ്പച്ചൻ എപ്പോഴും പറയുന്നൊരു കാര്യമുണ്ട്, അപ്പച്ചൻ്റെ മാതാവ്, എൻ്റെ വല്യമ്മച്ചി, വളരെയധികം പ്രാർത്ഥിക്കുന്ന ഒരു അമ്മച്ചിയായിരുന്നു. അപ്പച്ചൻ എപ്പോഴും പലപ്പോഴും കഥകൾ പറയാറുണ്ട്. അങ്ങനെ അപ്പച്ചൻ ശുശ്രൂഷകളുടെ ബന്ധത്തിൽ എവിടെയെങ്കിലും കടന്നു പോകുമ്പോൾ അമ്മച്ചി ഓരോ യോഗങ്ങൾത്തോടും കൂട്ടത്തിനും പ്രാർത്ഥനയ്ക്കെല്ലാം കൊണ്ടുപോകും. തിരിച്ചു വരുന്ന വഴിക്ക് അപ്പച്ചൻ്റെ ഡയറിക്കകത്തും അത് എഴുതിയിട്ടുണ്ട്. അപ്പച്ചൻ പറയുന്നത്, ഈ റബ്ബർ തോട്ടത്തേക്കിട്ട് നടന്നു വരുമ്പോൾ അമ്മച്ചി വഴിയിലിരുന്ന് കുറച്ച് നേരം ഇരുന്ന് പ്രാർത്ഥിക്കും. ആ പ്രാർത്ഥിക്കുമ്പോൾ എന്നെ മടിയിൽ കടത്തിക്കൊണ്ട് എൻ്റെ അമ്മച്ചി എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത്. പലപ്പോഴും ഈ കണ്ണുനീർ എൻ്റെ മുഖത്തേക്ക്, എൻ്റെ ശരീരത്തിൽ. അമ്മച്ചി അന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന് എൻ്റെ കുഞ്ഞിനെ സുവിശേഷ വേലയ്ക്ക് വേണ്ടി ഒരുക്കണമെന്നുള്ള പ്രാർത്ഥനയായിരുന്നു എന്നുള്ളതാണ് അപ്പച്ചൻ പറയുന്നത്. ആ പ്രാർത്ഥന ഫലിച്ചു. ആ പ്രാർത്ഥനയുടെ ഫലമായിട്ടാണ് പിതാവ് കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി ഇറങ്ങുവാനും ശുശ്രൂഷയിലായിരിക്കാനും ഇടയായത്. അപ്പച്ചൻ വീണ്ടും ജനനം പ്രാപിച്ചത് അത് വലിയൊരു സംഭവം, വലിയൊരു അനുഗ്രഹ വിഷയമായിരുന്നു. അതിനുശേഷം അപ്പച്ചൻ്റെ സ്നാനം 1952 പാസ്റ്റർ KC ചെറിയാൻ പാസ്റ്ററുടെ കൈകീഴിൽ സ്നാനമേൽക്കുവാൻ തക്കനോടെയായി. 1956 അപ്പച്ചൻ TN എബ്രഹാം എന്ന് പറയുന്ന കർത്തൃദാസൻ തലേ കൈവച്ച് പ്രാർത്ഥിച്ചപ്പോൾ അപ്പച്ചന് പരിശുദ്ധാത്മാഭിഷേകം ലഭിക്കാൻ തക്കനോടെയായി. 1950 പ്രിയപിതാവിൻ്റെ വിവാഹം എൻ്റെ മാതാവിനോടൊപ്പം ആയിരുന്നത്. പാസ്റ്റർ K എബ്രഹാമാണ് ആ ശുശ്രൂഷ തൃശ്ശൂർ മുടിക്കോട് എന്ന് പറയുന്ന IPC സഭയെ വെച്ച് നിർവഹിക്കാൻ ഇടയായത്. ആ വിവാഹത്തെക്കുറിച്ച് ഒരു കഥ എപ്പോഴും അപ്പച്ചൻ പറയാറുണ്ട്. അതൊരു ഭയങ്കര ദൈവത്തെ സ്തുതിക്കാനുള്ള ഒരു കാര്യമാണ്. ഈ വല്യപ്പച്ചൻ, ചേത്തക്കല കിവർച്ചൻ അപ്പച്ചൻ പണ്ട് കാലത്ത് വാളകം, പെരുമ്പാവൂർ അവിടെ നിൽക്കുന്ന കാൽനടയായിട്ട് തൃശ്ശൂർക്ക് നടന്നു പോകുന്ന അവസ്ഥയാണ്. അപ്പോൾ ഇങ്ങനെ പലപ്പോഴായിട്ട് ഇങ്ങനെ നടന്നു പോകുന്ന വഴിക്ക് ഒരു പ്രാവശ്യം അപ്പച്ചൻ്റെ കയ്യിൽ ചോറിൻ്റെ പൊതിയുണ്ട് കയ്യിൽ, വല്യപ്പച്ചൻ്റെ കയ്യിൽ. അപ്പോൾ അപ്പച്ചൻ അതിൽ ആ പെരുമ്പാവൂർ വഴി, ചൂണ്ടിക്കൽ വഴി, പള്ളിക്കര വഴി, ആലുവയിൽ അങ്ങനെ നടന്നു പോകുന്ന വഴിക്ക് വെച്ച് ഈ ചോറുപൊതി എവിടെയെങ്കിലും കയറി നിന്ന് കഴിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ആഗ്രഹിച്ച് ഇങ്ങനെ നടന്നു പോകുന്ന സമയത്ത് വെളിയിൽ അയലെന്തോ തുണി വിരിച്ചിടുന്ന ഒരു അമ്മച്ചിയെ
ഒരു അമ്മയെ അപ്പച്ചൻ വഴിയിൽ റോഡിൽ പോകുന്നുണ്ട് കണ്ടു. ആ അമ്മച്ചി ഇങ്ങനെ കാണുവാനിടയായി ഇതൊരു ദേവദാസനാണെന്ന് ഉള്ളൊരു ബോധ്യം ആ അമ്മച്ചിക്ക് ഉണ്ടായി. വീട്ടിലോട്ട് അവർ സംസാരിച്ചു. വീട്ടിലോട്ട് കയറിയിരുന്ന് ഇവിടെ ഇരുന്ന് ആഹാരം, അപ്പോൾ അപ്പച്ചൻ ചോദിച്ചു, എൻ്റെ കയ്യിൽ പൊതിയുണ്ട്, ഞാൻ ആഹാരം ഇവിടെ ഇരുന്ന് കഴിച്ചോട്ടെ എന്ന് ചോദിച്ചപ്പോൾ ആ അമ്മച്ചി വളരെ സന്തോഷത്തോടു കൂടി അപ്പച്ചൻ ആ വീട്ടിലേക്ക് കയറ്റി. ആലുവയിൽ ആ വീട്ടിൽ ഇരുന്ന് അപ്പച്ചൻ ആഹാരം കഴിച്ചതിന് ശേഷം അവിടുന്ന് എരുമത്തല ചാക്കോച്ചൻ എന്നാണ് ആ അപ്പച്ചൻ്റെ പേര്. അമ്മച്ചി ഉണ്ട്, പിന്നെ മക്കളൊക്കെ ഉണ്ട്. അവിടെ കയറി അപ്പച്ചൻ പ്രാർത്ഥിച്ച് അനുഗ്രഹിച്ച് അവിടുന്ന് മുന്നോട്ട് നടന്ന് കാൽനടയായി പിന്നെയും കടന്നുപോയി. ഏറെ ലോങ് സ്റ്റോറി ഞാൻ ഷോർട്ടായിട്ട് പറയുകയാണ്. ഒരുപാട് കാര്യങ്ങൾ ശേഷമായിട്ട് ഈ കുടുംബമായിട്ടുള്ളതായ ബന്ധത്തിൽ അവരെ സ്ലോലി ക്രിസ്തുവിലേക്ക് നയിക്കുവാനൊക്കെയും ഈ വല്യപ്പച്ചനും കുടുംബത്തിനൊക്കെയും ഇടയായി. ഇനി അതിനുശേഷമായിട്ട് ഒരു സമയം വന്നപ്പോൾ ഈ വല്യപ്പച്ചൻ അവിടുത്തെ മോളെ, അതായത് ആ കുടുംബത്തിലെ മൂത്ത 3 പെൺമക്കളും 4 മക്കളുമാണ് അവിടെ ഉള്ളത്. അതിൽ മൂത്ത മോള് അമ്മണി എന്ന് പറയുന്ന മകളെ ഈ അപ്പച്ചൻ, എൻ്റെ പിതാവിന് വിവാഹം കൊടുത്ത് അയക്കാനുള്ളതായ ഒരു ക്രമീകരണം അവിടെ ക്രമീകരിക്കപ്പെട്ടു. അങ്ങനെയാണ് ആ വിവാഹം നടത്തപ്പെടുവാനും ആ വിവാഹത്തിനും ഒരു കാര്യമുണ്ട്. ഇവർ തമ്മിൽ കണ്ടിട്ടില്ല, അപ്പച്ചനും അമ്മച്ചും കണ്ടിട്ടില്ല. അവർ മുടിക്കോട് ഈ കെ എബ്രഹാം സാറ് കല്യാണം നടത്തുന്ന ആ അവസരത്തിൽ അവർ രണ്ടുപേരും വിവാഹ ശുശ്രൂഷയ്ക്ക് വേണ്ടി, വിവാഹത്തിന് വേണ്ടി അവർ വന്നിരിക്കുന്ന സമയത്താണ് ഈ മാതാവും പിതാവും തമ്മിൽ അവരുടെ മുഖം കാണുന്നത് എന്നാണ് അപ്പച്ചൻ പറയുന്നത്. അങ്ങനത്തെ ഒരു സംഭവമാണ്. നമ്മൾ ഇന്നത്തെ കാലത്ത് ജീവിക്കുമ്പോൾ അതൊക്കെ ഒന്ന് ചിന്തിച്ചു നോക്കിയാൽ നമ്മുടെ ചിന്തയ്ക്കപ്പുറമായിട്ടുള്ള ഒരു കാര്യമാണ്. ദൈവമേ, ഏതായാലും അനുഗ്രഹിക്കപ്പെട്ട ഒരു ദേവദാസിയെ, അനുഗ്രഹിക്കപ്പെട്ട ഒരു ദേവദാസന് ദൈവം മുന്നമേ ലോകസ്ഥാപനത്തിന് മുന്നമേ കണ്ടു എന്നുള്ളതായ ആ പ്രമാണപ്രകാരം തന്നെ ദൈവം അത് കണ്ട് അതെല്ലാം ഒരുക്കി, അതെല്ലാം വലിയ നന്മയ്ക്കും വലിയ നന്മകൾക്ക് അത് കാരണമായി തീരുവാനിടയായി. അങ്ങനെയാണ് വിവാഹത്തിൻ്റെതായ കാര്യങ്ങൾ. ഒരുപാട് കാര്യങ്ങൾ അതിനകത്തുണ്ട്. അങ്ങനെ ഈ കുടുംബത്തിൽ അപ്പച്ചനും അമ്മച്ചിയും, എൻ്റെ അമ്മച്ചിയുടെ പേര് അന്നമ്മ എന്നാണ്, അമ്മണിന്ന് വീട്ടിൽ വിളിക്കും, അന്നമ്മ. അപ്പച്ചൻ ഇവർക്ക് 3 മക്കളെ ദൈവം നൽകി. മൂത്തത് എൻ്റെ ജ്യേഷ്ഠൻ, ഇപ്പോൾ ഒരു പാസ്റ്ററാണ്, പാസ്റ്റർ ബേബി എബ്രഹാം, തൃശ്ശൂർ ഡിസ്ട്രിക്റ്റിലെ ഒരു പാസ്റ്ററാണ്. അതിനുശേഷമായിട്ട് എൻ്റെ ഒരു സഹോദരി ഗ്രേസി രാജൻ എന്ന് പറയുന്ന സഹോദരി, പുള്ളിക്കാരത്തി അവിടെ എറണാകുളത്ത് അവർ ചർച്ച് ഓഫ് ഗോഡിനോടുള്ള ബന്ധത്തിൽ മാമംഗലം സഭയിൽ സംബന്ധിച്ചുകൊണ്ടിരിക്കുന്നു. ഇളയത് ഞാൻ, വില്ലി എന്നാണ്, വില്ലി എബ്രഹാം എന്നാണ് എൻ്റെ പേര്. ഞങ്ങളങ്ങനെ 3 മക്കളെ ദൈവം അവർക്ക് ദാനമായി നൽകി. ഇനി അപ്പച്ചൻ്റെതായ വിളിയോടും അപ്പച്ചൻ്റെതായ ദർശനത്തോടും അപ്പച്ചൻ്റെ രാജസ്ഥാനിലോട്ടുള്ള പോക്കിനെ കുറിച്ച് ചില കാര്യങ്ങൾ അപ്പച്ചൻ പറഞ്ഞത് തന്നെ ഞാനൊന്ന് ശരിയാക്കി അതിൻ്റെ ഓർഡറിലൊന്ന് കൊണ്ടുവരുവാൻ തക്കൊണ്ട് ആഗ്രഹിക്കുകയാണ്. അപ്പച്ചന് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അപ്പച്ചന് ഒരു സ്വർഗീയമാകുന്ന ഈ വലിയ മഹത്വമുള്ളൊരു ശുശ്രൂഷയ്ക്കുള്ളൊരു വിളി ലഭിക്കാൻ കാരണമായിത്തതിൻ്റെ ഒരു മൂല കാരണം എന്ന് പറയുന്നത് അനേകരുടെ പ്രാർത്ഥന. അതിനകത്ത് അമ്മച്ചിയുടെ, വെല്ലുമ്മച്ചിയുടെ പ്രാർത്ഥനയും കണ്ണുനീരുമായിരുന്നു എന്നുള്ള യാതൊരു സംശയമില്ല. അതുപോലെ തന്നെ PM ഫിലിപ്പ് സാറിൻ്റെ മീറ്റിങ്ങിൽ ചെന്ന് സംബന്ധിപ്പാനും അതിനകത്തൊരു ഓൾട്ടർ കോള്, അത് എന്നോടുള്ളതായ ദൈവത്തിൻ്റെ ദൂതാണ്, എന്നെയാണ് കർത്താവ് വിളിക്കുന്നതെന്നുള്ള പൂർണ്ണമായ ബോധ്യത്തോടുകൂടെ ഞാനിതാ കർത്താവിന് വേണ്ടി ഏൽപ്പിക്കുന്നത് പറഞ്ഞ് ഓടി മുന്നോട്ട് ചെന്ന് പ്രാർത്ഥിക്കാൻ നിൽക്കുന്ന ആ ഒരു സാഹചര്യങ്ങൾ. അതിനുശേഷം മാമച്ചൻ എന്ന് പറയുന്ന ഒരു പ്രവാചകൻ ആ വിളിയെ, ദൈവം കൊടുത്തിരിക്കുന്ന ആ വിളിയെ സമർത്ഥിച്ചുകൊണ്ട് കൈവച്ച് പ്രാർത്ഥിക്കാനും പ്രവചനം പറയുവാനൊക്കെ ഇടയായി. അങ്ങനെയാണ് അപ്പച്ചൻ്റെ വിളിയും തിരഞ്ഞെടുപ്പും പൂർണ്ണമായി അപ്പച്ചന് ബോധ്യമായി തീരുവാനൊക്കെയായത്. അതിനുശേഷം അപ്പച്ചന് ബൈബിൾ സ്കൂളിൽ പോകാൻ വലിയ താല്പര്യമായിരുന്നു. അപ്പച്ചൻ്റെ ഡയറിയിൽ പറയുന്ന ചില കാര്യങ്ങളുണ്ട്, അപ്പച്ചൻ പറയുന്നതുമുണ്ട്, എപ്പോഴും പറയാറുള്ള കാര്യം. അപ്പച്ചൻ ബൈബിൾ സ്കൂളിൽ അപ്പച്ചന് വലിയ വിദ്യാഭ്യാസമില്ല, 8ാം ക്ലാസ് വരെ അപ്പച്ചൻ പഠിക്കാനിടയായി, മുന്നോട്ട് പഠിക്കാനിടയായില്ല. അപ്പം കുമ്പനാട്ട് ബൈബിൾ സ്കൂളിൽ അപ്പച്ചൻ അപേക്ഷിച്ചു അന്ന് കാലത്ത്. പക്ഷേ അപ്പച്ചൻ അവിടെ കിട്ടിയില്ലെന്ന് പറഞ്ഞാൽ അപേക്ഷിച്ചത് ലേറ്റായിപ്പോയി, താമസിച്ചു പോയി എന്നുള്ള ഒരു കാരണത്താൽ അപ്പച്ചൻ അവിടെ അഡ്മിഷൻ ലഭിക്കാനിടയായില്ല. അതിനുശേഷം പുനലൂരിലുള്ള അസംബ്ലീസ് ഓഫ് ഗോഡിൽ അപ്പച്ചൻ ട്രൈ ചെയ്തു. അവിടെ അപ്പച്ചന് 10ാം ക്ലാസ്സിൻ്റെ സർട്ടിഫിക്കറ്റ് ഇല്ലാത്തതുകൊണ്ട്, 10ാം ക്ലാസ് പഠിക്കാഞ്ഞുകൊണ്ട് അപ്പച്ചന് ലഭിച്ചില്ലെന്നുള്ളതാണ് ഒരു കാരണം അറിയുന്നത്. മൂന്നാമതായിട്ട് അപ്പച്ചൻ പിന്നെ കുറെ കഴിഞ്ഞിട്ടുള്ള കാര്യമാണ്, ഇറ്റാർസിയിൽ കുര്യൻ തോമസ് എന്ന് പറഞ്ഞ പാസ്റ്ററുടെ ബൈബിൾ കോളേജിൽ പഠിക്കാൻ വേണ്ടി അപേക്ഷിച്ചു. പക്ഷേ എല്ലാ കാര്യങ്ങളും ക്രമീകരിക്കപ്പെട്ടൊക്കെ വന്നു. പക്ഷേ ഹിന്ദി ഭാഷ
ഒട്ടും തന്നെ ഇല്ലാത്ത സ്ഥിതി ആയതുകൊണ്ട് അവർക്ക് അവിടെ എടുക്കാൻ സാധിക്കാത്ത, അങ്ങനെ ബൈബിൾ സ്കൂളിലെ അഡ്മിഷനോടുള്ളതായ പ്രയത്നങ്ങളൊക്കെയും അസഫലമായി പോയി എന്നാണ് അപ്പച്ചൻ പറയുന്നത്. എന്നാൽ അപ്പച്ചൻ പറയുന്നത് എപ്പോഴും ഒരു കാര്യം, ഞങ്ങളുടെ തൃശ്ശൂരും ഈ ബൈബിൾ സ്റ്റഡി എന്ന് പറയുന്നത്, അന്ന് പണ്ട് കാലത്തൊക്കെ ദേവദാസന്മാർ ഓരോ വലിയ ദേവദാസന്മാരെയൊക്കെ നമ്മുടെ സഭകളിൽ കൊണ്ടുവന്ന് ഒരാഴ്ചത്തെ 2 ആഴ്ചത്തേക്ക് ബൈബിൾ സ്റ്റഡി, അതൊക്കെ ഇന്നും അപ്പച്ചൻ്റെ കയ്യിൽ ആ നോട്ടുകളുണ്ട്. അതൊക്കെ എന്നോ ബൈബിൾ സ്റ്റഡി എന്നോ വിശാലമായിട്ടുള്ള രീതിയിൽ, നല്ല വിശാലമായ രീതിയിലുള്ളതായ ബൈബിൾ സ്റ്റഡികൾ, അതൊക്കെ വലിയ സ്റ്റോക്കുകളായിട്ട് അപ്പച്ചൻ്റെ ഹൃദയത്തിൽ ഉൾക്കൊള്ളാൻ തക്കണത്തെ സഹായിച്ചു. അതാണ് എൻ്റെ ദൈവവചന പഠനത്തിൻ്റെതായ ഫൗണ്ടേഷൻ എന്നാണ് അപ്പച്ചൻ പറയുന്നത്. അതിനുശേഷമായിട്ട് അപ്പച്ചൻ്റെ അപ്പച്ചൻ്റെ നേർക്ക് ഒരു പ്രവചനം ഉണ്ടാകാൻ തക്ക പാസ്റ്റർ മോസസ് എന്ന് പറയുന്ന ദേവദാസൻ ഒരു പ്രവചനം പറയുവാൻ തക്കനോടെയായി, ഞാൻ നിന്നെ അന്യ ജാതികളുടെ മധ്യത്തിൽ അയക്കും, അങ്ങനെ പീപ്പിൾ ഗ്രൂപ്പ്സിൻ്റെ മധ്യത്തിൽ ഞാൻ നിന്നെ അയക്കും എന്നുള്ളത്. അതുപോലെ തന്നെ ഒരുപാട് കാര്യങ്ങൾ അതിനെപ്പറ്റി പറഞ്ഞിട്ടുണ്ട്. ഒരു മുന്നോട്ടുള്ളതായ ഒരു ശുശ്രൂഷയെക്കുറിച്ചുള്ള വലിയൊരു പ്രവചനം ഈ മോസസ് എന്ന് പറയുന്ന ദേവദാസനിലൂടെ ഉണ്ടാകാൻ തക്കനോടെയായി. അതിനോടുള്ള ബന്ധത്തിൽ അത് കൺഫേം ആയി കഴിഞ്ഞപ്പോൾ ഈ വെല്ലുപ്പച്ചൻ, എൻ്റെ വെല്ലുപ്പച്ചനിലൂടെ ആ പ്രവചനം, ഈ മോസസ് പാസ്റ്ററിലൂടെ പറഞ്ഞ ആ പ്രവചനം ഞങ്ങളുടെ വെല്ലുപ്പച്ചനിലൂടെ അത് വളരെ കൺഫേം ആയിട്ട് വീണ്ടും ആ ദൈവശബ്ദം പ്രിയ അപ്പച്ചൻ്റെ കാതുകളിൽ വരുവാൻ തക്കനോടെ. അതുകൊണ്ട് അപ്പച്ചൻ പൂർണ്ണമായി അത് അച്ചാരമായിട്ട് എടുത്തുകൊണ്ട് ഇത് ദൈവവിളിയാണ്, ദൈവം എന്നെ നോർത്ത് ഇന്ത്യയിലെ പ്രവർത്തനത്തിന് വേണ്ടി വിളിക്കുന്നു എന്നുള്ളതായ ആ ബോധ്യത്തോടുകൂടെ അപ്പച്ചൻ സുശേഷ വേലയ്ക്ക് വേണ്ടി പൂർണ്ണമായി സമർപ്പിക്കുവാൻ ഇടയായത്. അന്ന് നോർത്ത് ഇന്ത്യയുടെ കാര്യമല്ല കേട്ടോ, അപ്പച്ചന് സുശേഷ വേലയ്ക്ക് വേണ്ടിയുള്ളത്. അതിനുശേഷമായിട്ട് മെയ് 1, 1964 അപ്പച്ചൻ സുശേഷ വേലയ്ക്ക് വേണ്ടി ഇറങ്ങി. അന്ന് നേരത്തെ പറഞ്ഞതുപോലെ ആശാരി ഉപദേശിയോട് ചേർന്ന് നിന്ന് തന്നെ ആ ഡയറിക്കകത്ത് ഒരുപാട് സിറ്റികളുടെ പേരും ആ ഡേറ്റുകളും അപ്പച്ചൻ കുറിച്ച് വെച്ചിട്ടുണ്ട്. എൻ്റെ എല്ലാ കുറിപ്പുകളൊക്കെ ഉണ്ട്. ഇന്ന സ്ഥലത്ത് ആശാരിയോട് യോഗം നടത്തി, ഇത്ര പേർ അവർ സ്നാനപ്പെട്ടു, അതിനകത്ത് ഇത്ര പേരെ ഞാൻ സ്നാനപ്പെടുത്തി, ഞങ്ങൾ 2 പേരും കൂടെ സ്നാനപ്പെടുത്തി, ആശാരി ഉപദേശിച്ച് സ്നാനപ്പെടുത്തി, ഇങ്ങനെ വിവരങ്ങളെല്ലാം അച്ചട്ടായിട്ട് അപ്പച്ചനായിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. ഒരുപാട് കേരളത്തിൻ്റെ ഒരുപാട് സിറ്റികളിൽ അങ്ങനെ കൺവെൻഷനുകളും സ്പെഷ്യൽ മീറ്റിങ്ങുകളും നടത്തി അനേക നൂറ്റുകണക്കിന് ആളുകൾ ഓരോ മീറ്റിങ്ങിൽ വന്ന് സ്നാനപ്പെട്ട കഥകളൊക്കെ അതിനകത്തുണ്ട്. പിന്നെ നേരത്തെ അപ്പച്ചൻ പറഞ്ഞൊരു വിഷയം, അതിനുശേഷമായിട്ട് ആശാരി ഉപദേശിച്ച അപ്പച്ചനും കൂടെ നോർത്ത് ഇന്ത്യക്ക് ഒരു യാത്ര. അതിന് കാരണം എന്ന് പറയുന്നത് അപ്പച്ചൻ്റെ ഒരു പെങ്ങള്, അന്നാമ എന്ന് പറയുന്ന ഒരു പെങ്ങള് അഹമ്മദാബാദിൽ ഗാന്ധിനഗറിൽ താമസിക്കുന്നത്. അവർ 2 മക്കൾ, 2 ആമക്കളാണുള്ളത്. അവർ 2 പേരും അവിടെ ജോലിക്കാരാണ്. അവർ അപ്പച്ചനെ ക്ഷണിച്ചു, അങ്ങോട്ട് വരാൻ പറഞ്ഞ് അപ്പച്ചൻ അവരെ ലക്ഷ്യമാക്കിക്കൊണ്ട് അപ്പച്ചനും ആശാരി ഉപദേശവും കൂടെ അങ്ങോട്ട് പോയ വഴിക്കാണ് നേരത്തെ അപ്പച്ചൻ പറഞ്ഞത് കെ എബ്രഹാം സാറ് അടുത്ത സീറ്റിലിരിക്കുന്നു. ബോംബെ ചെന്നിറങ്ങിയപ്പോൾ അവിടെ ഉണ്ടായിരുന്ന പാസ്റ്റർ കെ വി കുര്യൻ പാസ്റ്ററും എല്ലാം നടത്തിയ മീറ്റിങ്ങുകളും കാര്യങ്ങളുടെ. അതിനുശേഷം അവിടുന്ന് അഹമ്മദാബാദിലോട്ട് യാത്ര ചെയ്ത് അഹമ്മദാബാദ് അവിടെ പെങ്ങളുടെ മക്കളുടെ കൂടെ കുറച്ച് ദിവസം അവിടെ താമസിക്കുവാനും അവിടെ വലിയൊരു പ്രാർത്ഥനാ കൂട്ടം അന്ന് അവിടെ ഒരുക്കിയിരുന്നു. അവിടെ ആ സ്പെഷ്യൽ മീറ്റിങ്ങിൽ പ്രാർത്ഥനയിലെ പ്രാർത്ഥന നടന്നു. അതിനകത്ത് പാസ്റ്റർ കെ വി ഫിലിപ്പ് എന്ന് പറയുന്ന ജോധ്പൂർ രാജസ്ഥാനിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ആ ദേവദാസനും അന്ന് ആ മീറ്റിങ്ങിൽ അവിടെ സംബന്ധിച്ചു. അന്നാണ് ആശാരി ഉപദേശിയെയും അപ്പച്ചനെയും ആ പാസ്റ്റർ കാണുവാൻ തക്കനോടെ. അദ്ദേഹം രാജസ്ഥാനിൽ നിന്ന് വന്നതാണ്, ഗുജറാത്തിൽ. അന്ന് അപ്പച്ചനോട് ഇവരോട് 2 പേരോടും നിങ്ങൾ രാജസ്ഥാനിൽ വരണം എന്നും പറഞ്ഞ് ജോധ്പൂരിലോട്ട് ക്ഷണിച്ചു. ആ ദേവദാസിൻ്റെ കൂടെ ഇവർ 2 പേരും രാജസ്ഥാനിലോട്ട് പോയി. 1964 കാര്യമാണ് പറയുന്നത്. ആ ട്രിപ്പിൽ അവിടെ ജോധ്പൂരിൽ പോയി കുറച്ച് ദിവസം താമസിച്ചു, 1-2 ആഴ്ച അവിടെ താമസിച്ച് അവിടെ കുറേ മീറ്റിങ്ങുകളൊക്കെ നടത്തി. അതിനുശേഷമായിട്ട് ഇവർ 2 പേരും തിരിച്ച് കേരളത്തിലോട്ട് വന്നു. പിന്നെ അപ്പച്ചൻ കേരളത്തിൽ കുറച്ച് നാളൊക്കെ ഇങ്ങനെ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഉടനെ ഒരു സമയത്ത് അപ്പച്ചൻ്റെ നേർക്കൊരു വലിയൊരു പ്രവചനം എൻ്റെ അമ്മച്ചിയിലൂടെ. എൻ്റെ അമ്മച്ചി ഒരു പ്രവാചകയായിരുന്നു. അമ്മച്ചിക്ക് വലിയ ദർശനവും കാര്യങ്ങളും അമ്മച്ചിയിലൂടെ ഒരു പ്രവചനം അപ്പച്ചൻ്റെ നേർക്ക് 1964 ഉണ്ടായതാണ്. അന്ന് പറയുന്ന ഒരു ദർശനമാണ്, ഒരു പ്രവചനമാണ്, എൻ്റെ ദാസൻ രാജസ്ഥാനിൽ കഷ്ടമേറ്റുകൊണ്ട് എൻ്റെ ശുശ്രൂഷ ചെയ്തുകൊണ്ടിരിക്കുന്നു, നീ കടന്നു ചെല്ലണം,
നീ ചെന്ന് അദ്ദേഹത്തോട് ചേർന്ന് എൻ്റെ ശുശ്രൂഷ ചെയ്യണം എന്നുള്ള ഒരു പ്രവചനമാണ് എൻ്റെ അമ്മച്ചിലൂടെ അപ്പച്ചനുണ്ടാവാൻ തക്കനിടയായത്. അതിന് ചില ദിവസങ്ങൾക്ക് ശേഷമായിട്ടാണ് അപ്പച്ചനൊരു കത്ത് ലഭിക്കുന്നത്. പാസ്റ്റർ തോമസ് മാത്യു എൻ്റെ രാജസ്ഥാനിൽ ഉദയപൂരിൽ പ്രവർത്തിച്ചുകൊണ്ടിരുന്ന അപ്പച്ചനേക്കാൾ 6 മാസം മുന്നേ അവിടെ ചെന്നൊരു ദേവദാസനാണ്. ആ ദേവദാസൻ്റെ ഒരു ലെറ്റർ അപ്പച്ചന്, ഞാൻ അറിഞ്ഞു പാസ്റ്റർ കെ വി എബ്രഹാം താങ്കൾ ജോധ്പൂരിൽ വന്നു പോയെന്ന് ഞാൻ അറിഞ്ഞു, കർത്താവിൻ്റെ ദാസൻ ഇങ്ങോട്ട് വരണം, നമുക്ക് ഒരുമിച്ച് ഇവിടെ പ്രവർത്തിക്കണം, രാജസ്ഥാനിലോട്ട് വരണം എന്ന് ഉത്തേജിപ്പിച്ചുകൊണ്ട് ഉത്സാഹിപ്പിച്ചുകൊണ്ട് പ്രോത്സാഹിപ്പിച്ചുകൊണ്ടുള്ള ഒരു ലെറ്ററായിരുന്നു. അപ്പോൾ അമ്മച്ചിയുടെ പ്രവചനവും അതിൻ്റെ പുറകിൽ ഈ ലെറ്ററും കൂടെ ആയപ്പോൾ അപ്പച്ചൻ വളരെ കൺഫേം ആയിട്ട് അതിനെ എടുത്തു. അപ്പച്ചൻ യാത്രയ്ക്ക് വേണ്ട ക്രമീകരണങ്ങളൊക്കെയും ചെയ്യാൻ തക്കനോടെയായി. അതിനുശേഷം അപ്പച്ചൻ ആ കിട്ടിയ ഇൻവിറ്റേഷൻ അനുസരിച്ച് രാജസ്ഥാനിലോട്ട് പോയി. 1965 അപ്പച്ചൻ രാജസ്ഥാനിലോട്ട് പോയി. രാജസ്ഥാനിലോട്ട് നേരത്തെ പറഞ്ഞ പോലെ അപ്പച്ചൻ ആദ്യം പോയത് ട്രെയിനിലായിരുന്നു. ഈ പ്രാവശ്യത്തെ അപ്പച്ചൻ്റെ യാത്ര, ആ യാത്രയ്ക്ക് അപ്പച്ചൻ ഇറങ്ങുന്ന സമയത്തുള്ള ഫോട്ടോ, അന്ന് കാലത്ത് എടുത്തൊരു ഫോട്ടോ ഇരിക്കുന്നത്, ഞങ്ങളെല്ലാം കൂടി ഇരിക്കുന്നത് ഞങ്ങളുടെ കയ്യിലുണ്ട്. അപ്പച്ചൻ അന്ന് അവിടുന്ന് എറണാകുളത്ത് കൊച്ചിയിൽ പോയിട്ട് ഒരു ചരക്ക് കപ്പലാണ് അപ്പച്ചൻ ബോംബെ വരെ പോയത്. ആ ചരക്ക് കപ്പലിൽ യാത്ര ചെയ്ത് അപ്പച്ചൻ ബോംബെ ചെന്നിറങ്ങി. ബോംബെയിൽ നിന്ന് പിന്നെ എങ്ങനെയോ അപ്പച്ചൻ ട്രെയിൻ പിടിച്ച് അഹമ്മദാബാദിൽ നിന്ന് പിന്നെ ഉദയപൂർ. ഇത് ഇന്നത്തെ കാലത്തെ കാലമല്ല, 2025 കാര്യമല്ല പറയുന്നത്. 1964 ഭാഷയില്ല, കാശില്ല, ജീവിതം ആരെ അറിയത്തില്ല, ഒന്നും അറിയാത്ത ആ സാഹചര്യത്തിൽ ഉള്ള കാര്യമാണ്. അന്ന് അപ്പച്ചൻ തന്നെ കർത്താവിൻ്റെ ആ മഹത്വമുള്ള വിളി, അത് വിലപ്പെട്ട വിളിയാണെന്നും ദൈവ ദർശനത്തിനനുസരിച്ച് അപ്പച്ചൻ അവിടുന്ന് അതിന് കീഴ്പ്പെട്ടുകൊണ്ട് പോയ ഒരു യാത്രയാണ്. ദൈവം കാത്തു പരിപാലിച്ചു. അങ്ങനെ രാജസ്ഥാനിൽ ചെന്ന് ഉദയപൂർ ചെന്ന് ഇറങ്ങിയപ്പോൾ അവിടെ തോമസ് മാത്യു പാസ്റ്റർ അപ്പച്ചനെ കാത്ത് അവിടെ റെയിൽവേ സ്റ്റേഷനിൽ ഇപ്പോൾ ഉണ്ടായിരുന്നു. സ്വീകരിച്ചു. ഒരു കുതിരവണ്ടിയെ കയറ്റി അവർ താമസിക്കുന്ന ചെറിയ റൂമിലോട്ട് ചെന്ന്, നേരത്തെ അപ്പച്ചൻ പറഞ്ഞല്ലോ. അങ്ങനെ അവർ രണ്ടുപേരും കൂടെ അന്ന് മുതൽ പ്രവർത്തനം രാജസ്ഥാനിൽ ആരംഭിച്ചു. വളരെയധികം കഷ്ടപ്പാടും. ആദ്യം അശോക് നഗർ എന്ന് പറയുന്ന സിറ്റി താമസിച്ചു. അതിനുശേഷമായിട്ട് ഒരുപാട് കാലങ്ങൾക്ക് ശേഷമായിട്ട് അവർക്ക് മനോഹർ ഭവൻ എന്ന് പറയുന്ന ചേതക് സർക്കിളിലൊരു ബിൽഡിംഗ് വാടകയ്ക്ക് എടുക്കാൻ തക്കണം സഹായിച്ചു. ഇതിനിടയിൽ അവർ നേരത്തെ അപ്പച്ചൻ പറഞ്ഞ പോലെ സുശേഷ ഈ ഗോസ്പിൾ പാക്കറ്റുകൾ വിൽക്കുക, അത് വിറ്റ് കിട്ടുന്ന പൈസയും കൊണ്ട് അവർ ചപ്പാത്തി ഉണ്ടാക്കി കഴിക്കുക. ഇതായിരുന്നു അവരുടെ രീതി. ഇവർ രണ്ടുപേരും മാത്രമേ ഉള്ളൂ. വളരെ കഷ്ടപ്പെട്ടു. അവർ ഗ്രാമങ്ങൾ തോറും സിറ്റികൾ തോറും സുവിശേഷ പ്രതികളുമായിട്ട് കടന്നു പോകും. വളരെ എതിർപ്പും പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. ഒരുപാട് കഥകളുണ്ട്. ഈ ഡയറി കുറിപ്പിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പച്ചൻ പറയുന്ന കാര്യങ്ങളുണ്ട്. ഇവർ രണ്ടുപേരും കൂടെ നടന്നു പോയിട്ടുള്ള കാര്യങ്ങൾ, സൈക്കിളിൽ വെച്ച് കെട്ടിയിട്ട്, ഒരു സൈക്കിളേ ഉള്ളൂ, ആ സൈക്കിളിൽ ഇതെല്ലാം വലിച്ചു കെട്ടിക്കൊണ്ട് ഗ്രാമത്തിൽ ചെല്ലുമ്പോൾ അവിടെ ഉണ്ടായിരുന്ന ഉപദ്രവങ്ങൾ, അവർ ഓടിച്ചതും, അവർ രണ്ടുപേരും വിഭാജിക്കപ്പെട്ട് രണ്ടുപേരും എവിടെയാണെന്ന് അറിയത്തില്ല, അങ്ങനെ ലോസായി പോയ സിറ്റുവേഷനുകൾ, അവരുടെ സുശേഷ പ്രതികളെല്ലാം കത്തിച്ച് കളഞ്ഞ കാര്യങ്ങൾ, അതുപോലെ തന്നെ ഇവരെ അടിക്കാനും കൊല്ലാനൊക്കെ ശ്രമിച്ച കാര്യങ്ങൾ, ഒരുപാട് കഥകളുണ്ട്. ഗ്രാമങ്ങളിൽ അന്ന് കാലത്ത് പോയി സുവിശേഷ പ്രതി വിറ്റതിനും കൊടുത്തതിനൊക്കെ ഉള്ള. ഇനി ഇതിനകത്ത് ഏറ്റവും വില പിടിച്ചൊരു ഒരു സ്റ്റോറിയുണ്ട്, അത് പറഞ്ഞേ പറ്റുള്ളൂ. അതായത് അപ്പച്ചനും തോമസ് മാത്യു പാസ്റ്ററും കൂടെ രാവിലെ ഇറങ്ങി സുവിശേഷ പ്രതികളുമായിട്ട് റോഡരികെ ചെന്ന് നിന്ന് വിറ്റിട്ട് ഇങ്ങനെ കാണിച്ച് വിൽക്കും. ഒരു പ്രാവശ്യം തോമസ് മാത്യു പാസ്റ്റർ എവിടെയോട്ടോ കടന്നുപോയി. അപ്പച്ചൻ തന്നെ ഉള്ളൂ. അപ്പച്ചൻ തന്നെയാണ് ഇവിടെ നിൽക്കുന്നത്. അപ്പച്ചന് ഭാഷയില്ല, ഹിന്ദി ഒരു വാക്ക് പോലും പറയാറിയില്ല. അപ്പച്ചന് ഒരേ ഒരു കാര്യം മാത്രമേ പറയാൻ അറിയത്തുള്ളൂ. ഈ സുശേഷ പ്രതി എടുത്ത് ഇങ്ങനെ പൊക്കി പിടിച്ചുകൊണ്ട് 10 പൈസ 10 പൈസ 10 പൈസ എന്നല്ലാതെ കണ്ട് വേറൊരു വാക്ക് പറയാൻ അറിയത്തില്ല. അങ്ങനെ അപ്പച്ചൻ റോഡിൻ്റെ വക്കിൽ നിന്നുകൊണ്ട് ഇത് തന്നെ നിന്നുകൊണ്ട് 10 പൈസ 10 പൈസ എന്ന് പറഞ്ഞ് ഈ ഗോസ്പിൾ പാക്കറ്റ് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്ത് ആരോ വന്നിട്ടൊക്കെ കുറേ അതും ഇതൊക്കെ പറഞ്ഞൊക്കെ പോയി. ചിലരൊക്കെ വാങ്ങിക്കും, 10 പൈസ കൊടുത്ത് വാങ്ങിക്കും. ഒരു മനുഷ്യൻ വന്നിട്ട്, അയാളുടെ പേര് ധർമ്മരാജ് എന്നാണ്. ആ മനുഷ്യൻ വന്നിട്ട് ഇത് വാങ്ങിച്ചു. അന്ന് പേരൊന്നും നമുക്കറിയത്തില്ലായിരുന്നു. അന്ന് വാങ്ങിച്ച് അതുകൊണ്ട് പോയി. വാങ്ങിച്ചു പോയി അയാളുടെ 25 പൈസയായിരുന്നു. 25 പൈസയുടെ നാണയം അപ്പച്ചൻ്റെ കയ്യിൽ കൊടുത്തു. അപ്പച്ചനാണെങ്കിൽ അതിന് ബാക്കി കൊടുക്കുക. അപ്പച്ചൻ്റെ പൈസയില്ല, ചില്ലറയില്ല. അപ്പച്ചന് പറഞ്ഞ് മനസ്സിലാക്കാനുള്ളതായ ശേഷിയില്ല. അങ്ങനെ ആയപ്പോൾ ആ മനുഷ്യൻ ദേഷ്യപ്പെട്ടോ എങ്ങനെയോ ഒരു പ്രതി കൂടെ തരാൻ പറഞ്ഞു. അങ്ങനെ 2 എണ്ണം വാങ്ങിച്ചുകൊണ്ട് അദ്ദേഹം അങ്ങ് പോയി. 5 പൈസ ഇപ്പോഴും അദ്ദേഹത്തിന് കൊടുക്കാൻ ബാക്കിയുണ്ടെന്നാണ് അപ്പച്ചൻ എപ്പോഴും പറയുന്നത്. അങ്ങനെ ആ മനുഷ്യൻ വാങ്ങിച്ചിട്ട് പോയി. അങ്ങനെ കുറേ കാലം കഴിഞ്ഞു. കുറേ കഴിഞ്ഞപ്പോൾ, കുറേ നാളുകൾക്ക് ശേഷമായിട്ട് തോമസ് മാത്യു പാസ്റ്ററും അപ്പച്ചനും കൂടെ ഒരു ഗ്രാമത്തിൽ, മാക്കടദേവ് എന്ന് പറയുന്ന ഒരു ഗ്രാമത്തിൽ 10-70 കിലോമീറ്റർ ദൂരമുണ്ട് ഉദയപൂർ സിറ്റിയിൽ നിന്ന്. അവിടെ ചെന്ന് ഒരു വീടിനകത്ത് ഒരു പ്രാർത്ഥന നടത്തിക്കൊണ്ടിരിക്കുക. അന്ന് തോമസ് മാത്യു അപ്പച്ചനോട് പറഞ്ഞു,
പാസ്റ്റർ കെ വി എബ്രഹാം സാക്ഷ്യം പ്രസ്താവിക്കാൻ പറഞ്ഞു. അപ്പോൾ അപ്പച്ചൻ കുറച്ചൊക്കെ തട്ടുമുട്ടിയൊക്കെ ഹിന്ദി പറയാൻ തുടങ്ങി. അപ്പോൾ അപ്പച്ചൻ അവിടെ എഴുന്നേറ്റ് നിന്നിട്ട് കഥകളൊക്കെ പറഞ്ഞപ്പോൾ അപ്പച്ചൻ ഈ കഥ കൂടെ പറഞ്ഞു. എനിക്ക് ഹിന്ദി അറിയത്തില്ല, ഞാനിങ്ങനെ 10 പൈസ എന്ന് ഗോസ്പിൽ ഇട്ടുകൊണ്ടിരുന്നപ്പോൾ ഏതോ ഒരു മനുഷ്യൻ വന്നിട്ട് എൻ്റെ കയ്യിൽ നിന്ന് ഇങ്ങനെ ഒരെണ്ണം വാങ്ങിച്ചിട്ട് പോയി. എനിക്ക് തിരിച്ചു കൊടുക്കാൻ പറ്റിയില്ല, ബാക്കിയുള്ള പൈസ 2 പ്രതി വാങ്ങിച്ചിട്ട് അയാൾ അങ്ങ് പോയി, 10 പൈസയ്ക്ക് പകരം 25 പൈസ വന്നിട്ട് എന്നൊക്കെ പറഞ്ഞിങ്ങനെ പറഞ്ഞെല്ലാം പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഉണ്ടോ ഒരാൾ അവിടെ നിന്ന് കൈ പൊക്കിയിട്ട് പറയുക, പാസ്റ്ററെ അത് ഞാനായിരുന്നു എന്ന് പറഞ്ഞിട്ട്, എൻ്റെ പേര് ധരംദാസ് എന്നാണ് പറഞ്ഞത് എന്നും പറഞ്ഞ് ആ മനുഷ്യൻ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് ഇന്ന് അദ്ദേഹം അപ്പച്ചൻ്റെ പോലെ തന്നെ ഈ പ്രായത്തിലാണ് ആയി കാണും. ഒരു നല്ല 2-3 വയസ്സ് ചിലപ്പോൾ താഴെ കാണും. വടിയും കുത്തിപ്പിടിച്ച് ഈ പ്രാവശ്യം ഞാൻ പോയപ്പോൾ കണ്ടു. അദ്ദേഹം അവിടുത്തെ പാസ്റ്ററാണ്, അവിടുത്തെ ഏരിയയിലെ പാസ്റ്ററാണ്, അതായത് ഡിസ്ട്രിക്ട് പാസ്റ്ററാണ്. ധർമ്മദാസ് എന്നാണ് അയാളുടെ പേര്. വടിയും കുത്തിപ്പിടിച്ചാണ് നടക്കുന്നത്. അദ്ദേഹത്തിന് തലമുറകളും അയാളുടെ സന്തതികളും കൊച്ചുമക്കളും എല്ലാം അനേകർ ക്രിസ്തുവിനെ കണ്ടെത്തുവാനും സുവിശേഷ വേലയ്ക്ക് വേണ്ടി ആ പ്രദേശങ്ങളിൽ പ്രവർത്തിപ്പാൻ ദൈവവടിയാക്കി. ആ ഒരൊറ്റ ട്രാക്ട് അല്ലെങ്കിൽ ആ 10 പൈസ എന്ന് പറഞ്ഞ് വിറ്റ ആ പ്രതി, ഞാൻ പറഞ്ഞത് സാരം ഹല്ലേലൂയ, തുച്ഛമെന്ന് നമുക്കതൊക്കെ തോന്നും. നമ്മുടെ ഇല്ലായ്മയോ നമ്മുടെ കഴിവില്ലായ്മയോ ഒന്നും അല്ല, ദൈവത്തിൻ്റെ പ്രവർത്തിക്കാനുള്ള അതൊരു മീൻസ് ആയിരുന്നു എന്ന് മാത്രം. എന്നാൽ ഇന്ന് അത് വലിയൊരു ആ ദേശത്ത് ആ ഞങ്ങളുടെ ജ്യേഷ്ഠൻ്റെ മരുമകൻ പാസ്റ്റർ ചെറിയാൻ, എബ്രഹാം ചെറിയാൻ അവിടെയാണ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്, റോസ്മിയും. അവിടെ അവരുടെ അണ്ടറിൽ ആ ദേശത്ത് 10-70 പാസ്റ്റർമാർ തന്നെ ആ റീജിയനിൽ വർക്ക് ചെയ്യുന്നുണ്ട്. വലിയ ധാരാളം വിശ്വാസികൾ. ഞാൻ പറഞ്ഞതിൻ്റെ സാരം ചെറിയ ഒരു ആരംഭമായിരുന്നു അതിൻ്റെ പുറകിലുണ്ടായിരുന്നത്. എന്നാൽ ദൈവം അതിനെ ഇത്ര വിശാലമാക്കി തീർന്നു. അവിടുത്തെ ഒരു ദേവദാസ്, ആ ഏരിയയിൽ പ്രവർത്തിക്കുന്ന ദേവദാസ് ഇവിടെ ഷിക്കാഗോയിലുണ്ട്. ചില നാളുകൾക്ക് മുമ്പ് പനർവ എന്ന് പറയുന്ന സ്ഥലത്ത് ആയിരുന്നു പ്രവർത്തിച്ചുകൊണ്ട് ആ ദേവദാസൻ കർത്താവിൻ്റെ സന്നിധി ചേർക്കപ്പെട്ടു. സഹോദരിയും മക്കളെല്ലാം ഇവിടെ ഉണ്ട്. അപ്പച്ചന് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരുപാട് പെർസിക്യൂഷൻസുകളും വിരോധങ്ങളും പ്രതികൂലങ്ങളൊക്കെ അനുഭവിക്കേണ്ടി വന്നു. അതിനെപ്പറ്റി ഞാൻ ഇനി പറയാൻ ആഗ്രഹിക്കുന്നില്ല. എന്നാൽ ഞാൻ ഒരു കാര്യം അപ്പച്ചൻ പലപ്പോഴും പറയാറുണ്ട്. അപ്പച്ചനും തോമസ് മാത്യു പാസ്റ്ററും ഇങ്ങനെ ഗ്രാമങ്ങളിലൊക്കെ പോയിട്ട് സുവിശേഷ പ്രതിയെല്ലാം കൊടുത്തതിന് ശേഷം പലപ്പോഴും തളർന്ന് ഈ ഓരോ ഒക്കേഷനെ പറ്റി അപ്പച്ചൻ പറയാറുണ്ട്. അവർ രണ്ടുപേരും വെള്ളം പോലും കുടിക്കാനില്ലാത്ത ഒരു സ്ഥിതിയിൽ, ഇവരൊന്നും വെള്ളം തരത്തില്ല, ആ ജാതിക്കാരൊന്നും നമുക്കൊന്നും വെള്ളം തരത്തില്ല, അഥവാ വെള്ളം തന്നാൽ കയ്യിലോട്ട് ഒഴിച്ചു ചേർത്തോളും, പാത്രം തൊടാൻ സമ്മതിക്കത്തില്ല. അങ്ങനെയൊക്കെയായിരുന്നു. അപ്പോൾ ഇവരൊരു മരത്തിൻ്റെ കീഴെ പോയിരുന്നിട്ട് അവിടെ ഇരുന്നുകൊണ്ട് നിരാശരായിട്ട് പറയുക, തോമസ് മാത്യു പാസ്റ്റർ പറയുക, ബ്രദറെ നമ്മൾ ഈ കടന്ന് അധ്വാനിക്കുന്നു, ഇതും കൊണ്ട് എന്തേലും പ്രയോജനം ഉണ്ടാവുന്നൊന്നും തോന്നുന്നില്ലെന്നൊക്കെ വലിയ നിരാശപ്പെട്ട് പുള്ളി പറഞ്ഞൊരു കാര്യം അപ്പച്ചൻ എപ്പോഴും പറയും. അപ്പോൾ അപ്പച്ചൻ പറഞ്ഞു, ഇല്ല ബ്രദറെ, അങ്ങനെയല്ല, ഇതിന് സമയമെടുക്കും, ദൈവം ഇതിനെല്ലാം പ്രതിഫലം തരും. നമ്മുടെ തലമുറ നമ്മൾ കണ്ടില്ലെങ്കിലും നമ്മുടെ തലമുറകളുടെ സമയത്ത് ഇതെല്ലാം അത് അച്ചട്ടായിട്ട് ആ പറഞ്ഞ വാക്ക് അതുപോലെ തന്നെ തലമുറകൾ വന്നപ്പോഴത്തേനും അവിടെ ആ ദേശം മുഴുവനും വിശ്വാസികളായിട്ട് ഗ്രാമം മുഴുവൻ ക്രിസ്ത്യാനികളായിട്ട് അല്ലെങ്കിൽ കർത്താവിൽ വിശ്വസിക്കുന്ന ദൈവമക്കളായി തീരുവാനൊക്കെ ദൈവം ഇടയാക്കി. ഇനി അപ്പച്ചനും തോമസ് മാത്യു പാസ്റ്ററും കൂടെ ഉദയപൂർ സിറ്റിയിൽ ഒരുമിച്ച് പ്രവർത്തിച്ചു. ഒരുപാട് നാൾ പ്രവർത്തിച്ചു. അതെല്ലാം അതിനുശേഷം ഉദയപൂർ സിറ്റിയിൽ തോമസ് മാത്യു പാസ്റ്റർ ബേസ് ചെയ്തുകൊണ്ട് പ്രവർത്തിച്ചു. അപ്പച്ചൻ അവിടെ നിന്ന് ഒരു 40 കിലോമീറ്റർ ദൂരെ സാവർ മൈൻസ് എന്ന് പറയുന്ന ഒരു മൈൻസാണ്. സിങ്കും ലെഡും കുഴിച്ചെടുക്കുന്ന ഒരു മൈൻസാണ്. അവിടെ കുറേ ആളുകളൊക്കെ ഉള്ളതുകൊണ്ട് അപ്പച്ചൻ അങ്ങോട്ട് മൂവ് ചെയ്തിട്ട് അവിടെ താമസിച്ച് വർക്ക് ചെയ്യാൻ വേണ്ടി ആഗ്രഹിച്ചു. അങ്ങനെ അപ്പച്ചൻ അവിടെ പ്രവർത്തനം ആരംഭിച്ചു. ജാവർ മൈൻസിൽ ആദ്യമായിട്ട് അവിടെ പോകുന്നത് തോമസ് മാത്യു പാസ്റ്ററും അപ്പച്ചനും ദൗലത്ത് മസി എന്ന് പറയുന്ന ഒരു പാസ്റ്റർ ഡേവിഡ് രാജ്, ഇങ്ങനെ ചിലരൊക്കെ ചെന്ന് അവിടെ കുറച്ച് തമിഴ് വിശ്വാസികളുണ്ടായിരുന്നു. അപ്പോൾ അവരെ പരിചയപ്പെടുത്തി കൊടുത്തു. ഈ ദേവദാസന്മാർ അവിടെ വല്ലപ്പോഴൊക്കെ ഒന്ന് പോവുകയും പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുകയാണ്. അപ്പോൾ അവിടെ 4-5 കുടുംബങ്ങൾ, വ്യക്തികൾ, അവർ ഹിന്ദുസ്ഥാൻ സിംഗ് എന്ന് പറയുന്ന കമ്പനി ജോലി ചെയ്യുന്നവരാ, ഉദയപൂരിൽ നിന്ന് 40 കിലോമീറ്റർ ദൂരെ ഒരു പ്രദേശത്ത്. അപ്പോൾ അവരുമായിട്ട് പരിചയപ്പെട്ടു. അവിടെ ഒരു ചെറിയൊരു പ്രാർത്ഥന അവർ ആരംഭിച്ചത് അതിനെ കണ്ടിന്യൂ ചെയ്യാനുള്ള ക്രമീകരണങ്ങളായി. അതിനുശേഷം അപ്പച്ചൻ പറഞ്ഞു, ഞാനിവിടെ പ്രവർത്തിക്കാം എന്നും പറഞ്ഞ അപ്പച്ചൻ, പക്ഷേ അത് കമ്പനി ഏരിയ ആയതുകൊണ്ട് അവിടെ താമസിക്കാൻ സമ്മതിക്കത്തില്ല. അപ്പോൾ അതുകൊണ്ട് അപ്പച്ചൻ ഈ സിറ്റിക്ക് വെളിയിലായിട്ട് ഹൈവേയിൽ 12 കിലോമീറ്റർ ദൂരെ TIDI എന്ന് പറയുന്ന ഒരു ഗ്രാമത്തിൽ അപ്പച്ചൻ താമസിച്ചുകൊണ്ട് 12 കിലോമീറ്റർ ഉണ്ട്. അവിടുന്ന് പലപ്പോഴും നടന്നും പലപ്പോഴും പിന്നെ അതിന് കുറേ കഴിഞ്ഞപ്പോൾ അപ്പച്ചനൊരു സൈക്കിൾ കിട്ടി, പഴയ സൈക്കിൾ കിട്ടി. ആ സൈക്കിളും ചവിട്ടിക്കൊണ്ട് അപ്പച്ചൻ ഈ ജാർമൻസി വന്ന് പ്രവർത്തിക്കുമായിരുന്നു. അപ്പോൾ ഈ TDയിൽ താമസിക്കാൻ തുടങ്ങിയപ്പോൾ എൻ്റെ കയ്യിൽ അതിൻ്റെ പിക്ചറുണ്ട്, അത് ഞാൻ കാണിക്കണമായിരുന്നു. ഒരു ചെറിയൊരു ചെറ്റക്കുടിൽ
ഒരു മുറി മാത്രമേ ഉള്ളൂ. അതിങ്ങനെ മണ്ണും കൊണ്ട് മെഴുതിട്ടുള്ള ഒരു വീടാണ്. അതിന് ഇങ്ങനെ ഓടെന്ന് പറയാൻ പറ്റത്തില്ല, മണ്ണ് ഇങ്ങനെ തളിച്ചിട്ടുള്ള ഒരു ജാതി ഓട് പോലുള്ള സാധനം, അതിങ്ങനെ മേഞ്ഞിട്ടും മണ്ണും കൊണ്ടുണ്ടാക്കി ഭിത്തിയും, ഒറ്റ മുറി, അതിന് ശരിക്കുള്ള വാതിലും ഇല്ല. അങ്ങനത്തെ ഒരു കുടിലിനകത്താണ്. അതിൻ്റെ പിക്ചർ എൻ്റെ ഉണ്ട്, സൊവിനീറിനകത്തൊക്കെ ഞങ്ങളത് എടുത്തിട്ടുണ്ട്. അത് എൻ്റെ അതിനകത്തായിരുന്നു അപ്പച്ചൻ ആദ്യമായിട്ട് കടന്നുകൊണ്ടിരുന്നത്. അതിന് കുറേ നാൾ അവിടെ കടന്നു. അതിനുശേഷമായിട്ട് കുറച്ച് അപ്പുറത്തായിട്ട് വേറൊരു ചെറിയൊരു റേഷൻ കട, അതിൻ്റെ ഇപ്പുറത്തായിട്ട് ചെറിയൊരു റൂം അവിടെ കിട്ടി. അതിനകത്തോട്ട് പക്ഷെ അവിടെ ചെന്നപ്പോഴും ഈ പറയുന്ന പോലെ അപ്പച്ചന് കിടക്കാനോ കട്ടിലോ മെത്തയോ സാധനങ്ങളോ ഒന്നുമില്ല. അപ്പച്ചൻ്റെ പുസ്തകത്തിനകത്ത് എഴുതിയിട്ടുണ്ട്, അപ്പച്ചൻ്റെ ഡയറിക്കകത്തുണ്ട്. അപ്പച്ചൻ പറയുന്ന ഒരു കാര്യമാണ്, അപ്പച്ചന് വിരിക്കാനൊന്നും ഇല്ലാഞ്ഞിട്ട് ഈ ചാക്ക്, അതായത് തൊട്ടപ്പുറത്തെ കടയിൽ റേഷൻ കടയാണ്, അവിടുത്തെ ഉപ്പിൻ്റെ ചാക്ക് അല്ലെങ്കിൽ പഞ്ചസാരയുടെ ചാക്കിൻ്റെ തുന്നലഴിച്ചിട്ട് അത് വിരിച്ച് തുന്നിക്കെട്ടി അപ്പച്ചൻ അതിന്മേൽ കിടക്കുമായിരുന്നു. അതുപോലെ തലോണയുടെ കാര്യം അപ്പച്ചൻ പറയുന്നത്, ഒരു വിൻഡോ, ഒരു ജനലിൻ്റെ ഈ ഡോർ പോസ്റ്റ്, അതിൻ്റെ ആ താഴത്തെ അത് പൊട്ടിക്കിടന്നത് എടുത്തിട്ട് വന്നിട്ട് അപ്പച്ചൻ അതിന്മേൽ ചാക്ക് പൊതിഞ്ഞിട്ട് അതായിരുന്നു അപ്പച്ചൻ തലോണയായിട്ട് വെച്ചുകൊണ്ടിരുന്നത് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ചരിത്രങ്ങളുണ്ട്. ഇതിന് സാക്ഷിയായിട്ട് MO സാമുവൽ എന്ന് പറയുന്ന ഒരു ദേവദാസനുണ്ട്, മരിച്ചുപോയി, ഇപ്പോൾ നിത്യയിൽ വിശ്രമിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ ജ്യേഷ്ഠനാണ് പാസ്റ്റർ KO വർഗീസ്, രാജസ്ഥാനിൽ ഡുംഗർപൂർ എന്ന് പറയുന്ന സ്ഥലത്ത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പച്ചൻ്റെ ജാർമീൻസിലെ ചർച്ചിലെ ആദ്യത്തെ വിശ്വാസി കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി ഇറങ്ങിയത് ആ ദേവദാസനാണ്. 36-ൽ പരം പേര് കർത്താവിന് വേലയ്ക്ക് വേണ്ടി അപ്പച്ചൻ്റെ ജാർമീൻസ് ചർച്ചിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. 36-39 പേര്. അതിനകത്ത് ആദ്യം സുശേഷ വേലയ്ക്ക് ഇറങ്ങിയത് പാസ്റ്റർ KO വർഗീസാണ്. ആ KO വർഗീസ് പാസ്റ്ററും അപ്പച്ചനും കൂടെ ഈ മുറിക്കകത്ത്, ഞാൻ ഈ പറഞ്ഞ മുറിക്കകത്ത് ഒരുമിച്ച് ഈ ചാക്ക് പുതച്ച്, തണുപ്പ് രാജസ്ഥാനിൽ ഭയങ്കര തണുപ്പുണ്ട്, പുതയ്ക്കാൻ അവർക്ക് പുതപ്പില്ലാഞ്ഞിട്ട് ഈ രണ്ട് ദേവദാസന്മാർ ചാക്ക് പുതച്ച് കിടന്നിട്ടുള്ള അവസ്ഥ അപ്പച്ചനും ആ ദേവദാസനും അതിന് സാക്ഷികളാണ്. അവരത് പറയുന്ന കാര്യമാണ്. ഇനി ഞാൻ ഷോർട്ടായിട്ട് അങ്ങ് പറഞ്ഞ് അവസാനിപ്പിച്ചോട്ടെ. അവിടുന്ന് 12 കിലോമീറ്റർ പോകണം ജാർമീൻസിലോട്ട് പോകണമെങ്കിൽ. പലപ്പോഴും അപ്പച്ചന് ഭയങ്കര ആഹാരത്തിനുള്ള ഞെരുക്കങ്ങൾ. അപ്പച്ചൻ പലപ്പോഴും പറയും, ചപ്പാത്തി മാത്രം ഉണ്ടാക്കിയിട്ട് എന്നിട്ട് മുക്കി കഴിക്കാനുള്ളതായ ദാല് അല്ലെങ്കിൽ പരിപ്പ് കറിയാണ് സാധാരണ അവിടെ ഉണ്ടാക്കുക, അതുപോലും ഇല്ലാഞ്ഞിട്ട് പലപ്പോഴും അപ്പച്ചൻ ഞങ്ങളോടൊക്കെ മക്കളോടൊക്കെ പറയുന്നത്, ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യം, അപ്പച്ചൻ പലപ്പോഴും ചപ്പാത്തി എന്നത് മുറിച്ചിട്ട് പച്ചവെള്ളത്തിൽ മുക്കിയിട്ട് കഴിച്ചിട്ടുള്ള എത്രയോ ദിവസം കൊണ്ടെന്ന് അപ്പച്ചൻ പറയും. അങ്ങനെ സുവിശേഷത്തിന് വേണ്ടി കർത്താവിൻ്റെ മഹത്വമുള്ള ശുശ്രൂഷകളുടെ ബന്ധത്തിൽ കഷ്ടങ്ങളും ത്യാഗങ്ങളും സാക്രിഫൈസസ് ഒക്കെ സഹിച്ചുകൊണ്ടാണ് കർത്താവിൻ്റെ വേലയിൽ വന്നക്കൊണ്ടിയായത്. അതിനുശേഷമായിട്ട് കുറച്ച് കഴിഞ്ഞപ്പോൾ അപ്പച്ചൻ്റെ ഒരു പഴയ സൈക്കിൾ അപ്പച്ചന് കൊടുത്തു. അങ്ങനെ 12 കിലോമീറ്റർ അവിടുന്ന് അപ്പച്ചന് പിന്നെ സൈക്കിളിൽ പോകാനുള്ള ഇത്. അതിനുശേഷം എനിക്ക് 4 വയസ്സുള്ളപ്പോഴാണ് അപ്പച്ചൻ കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി പോയത്. 4 വയസ്സ് ഉള്ളതിന് ശേഷം പോയിട്ട് 10 വർഷം കഴിഞ്ഞപ്പോൾ, 10-11 വർഷം കഴിഞ്ഞപ്പോൾ ഞാൻ എൻ്റെ 10ാം ക്ലാസ് വരെയുള്ള ഹൈസ്കൂൾ പഠനമൊക്കെ ആയി കഴിഞ്ഞപ്പോൾ ഞാൻ രാജസ്ഥാനിലോട്ട് ചെന്ന് അപ്പച്ചൻ്റെ അടുത്ത് നിന്ന് താമസിക്കാൻ തക്കനോടെയായി. അതിനുശേഷമാണ് അമ്മച്ചി രാജസ്ഥാനിലോട്ട് വരാനിടയായത്. കാരണം ഞങ്ങൾ 3 മക്കളുണ്ട്, ഞങ്ങൾക്ക് കൃഷിയും കാര്യങ്ങളുണ്ട്, 3 മക്കളെ നോക്കണം, അവരുടെ വിവാഹ കാര്യങ്ങളൊക്കെ റെഡിയായി വരണം, അവരുടെ പഠന കാര്യങ്ങൾ, ഇതെല്ലാം അമ്മച്ചിയായിരുന്നു എല്ലാം ടേക്ക് കെയർ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ എൻ്റെ ഒരു ഹൈസ്കൂൾ പഠനം കഴിഞ്ഞപ്പോൾ എന്നെ രാജസ്ഥാനിലോട്ട് വിട്ടു. അതിനുശേഷം അമ്മച്ചി വന്ന് അവിടെ. അപ്പം ഞാൻ പറഞ്ഞതിൻ്റെ ഒരു സാരം, അപ്പച്ചൻ്റെ യൗവന പ്രായത്തിൽ, നല്ല പ്രായത്തിൽ 10 വർഷത്തിൽ കൂടുതൽ അപ്പച്ചൻ സ്വന്തം ഭാര്യയെ അല്ലെങ്കിൽ മക്കളെയും പിരിഞ്ഞ് രാജസ്ഥാനിൻ്റെ മരുഭൂമിയിൽ കഷ്ടം അനുഭവിച്ചുകൊണ്ട് കർത്താവിന് വേണ്ടി പ്രവർത്തിച്ചു എന്നുള്ളൊരു കാര്യം കൂടെ ഞാൻ അറിയാം. ഞാനൊരു കുടുംബസ്ഥനാണ്, എനിക്കറിയാം. ആ ഒരു പ്രായത്തിലൊക്കെ 10 വർഷം ഒക്കെ കുടുംബത്തെ പിരിഞ്ഞ് കുഞ്ഞുങ്ങളെ പിരിഞ്ഞ് നിൽക്കുക എന്നൊക്കെ പറഞ്ഞാൽ അത് വളരെ ത്യാഗമാണെന്നുള്ള യാതൊരു സംശയമില്ല. അതിനകത്ത് ഏറ്റവും എടുത്തു പറയേണ്ട ഒരു കാര്യമുണ്ട്. അതായത് അപ്പച്ചൻ്റെ പിതാവ്, എൻ്റെ വല്യപ്പച്ചൻ ചേത്തക്കൽ ഗിവർച്ചൻ അപ്പച്ചൻ മരിച്ചു കഴിഞ്ഞിട്ട് ഒരാഴ്ച കഴിഞ്ഞപ്പോഴാണ് ഈ അപ്പച്ചന് ഈ വിവരം കിട്ടുന്നത്. അന്ന് കാലത്ത് ടെലഗ്രാമൊക്കെ അടിച്ചു കഴിഞ്ഞാൽ തന്നെയും അഥവാ ഇത് നോർത്ത് ഇന്ത്യയിൽ വന്നെത്തി, രാജസ്ഥാനിൽ വന്ന്, ഉദയപൂർ വന്ന്, പിന്നെ ഈ ജാർമീസ് എന്ന് പറയുന്ന സ്ഥലത്ത്, അതുമല്ല ഈ TD എന്ന് പറയുന്ന ഓണം കേറാമൂല എന്ന് പറയുന്ന പോലെ അങ്ങനെയുള്ള സ്ഥലത്ത് അത് വന്നെത്തണമെങ്കിൽ ദിവസങ്ങളോളം എടുത്തു. അപ്പോഴാണ് പിതാവിൻ്റെ മരണത്തെക്കുറിച്ച് ഒരാഴ്ചയ്ക്ക് ശേഷം അപ്പച്ചൻ അറിയുന്നത്. സുശേഷത്തോടുള്ള ബന്ധത്തിലുള്ള സംഭവിച്ചത് അതേപോലെ തന്നെ പ്രിയ അമ്മച്ചിയുടെ വല്യമ്മച്ചിയുടെ മരണസമയത്തും അപ്പച്ചൻ അറിഞ്ഞില്ല. ഒത്തിരി ദിവസങ്ങൾക്ക് ശേഷമാണ് അപ്പച്ചൻ അതും അറിയാനിടയായത്. ഇനി 1-2 കാര്യം കൂടെ ഞാൻ ഓർപ്പിക്കാൻ തൊക്കെ ആഗ്രഹിക്കുകയാണ്.
ആദ്യം ഇവരപ്പോൾ ഉദയ്പൂരിൽ ഒരുമിച്ച് നിന്ന് പ്രവർത്തിച്ചു. അതിനുശേഷം ഇറ്റാർസി ഫെലോഷിപ്പ് കുര്യൻ തോമസ് എന്ന് പറയുന്ന ദേവദാസിൻ്റെ ആ ഒരു ഫെലോഷിപ്പിനോട് ചേർന്നിട്ടായിരുന്നു ഇവരെല്ലാം അഫിലിയേറ്റ് ചെയ്തിരുന്നത്. അതിനുശേഷം മിഡിൽ ഓഫ് 80s ആയപ്പോൾ തോമസ് മാത്യു പാസ്റ്ററും അപ്പച്ചനും കെ ഒ വർഗീസ് പാസ്റ്ററും ഇവരെല്ലാം കൂടി ചേർന്ന് നമുക്ക് ഈ ഏരിയയിൽ ഒരു പ്രവർത്തനം ഓർഗനൈസ് ചെയ്യാമെന്നും പറഞ്ഞ് ഫിലദൽഫിയ ഫെലോഷിപ്പ് ചർച്ചസ് ഓഫ് ഇന്ത്യ എന്നും പറഞ്ഞ് ഒരു പുതിയ പ്രവർത്തനം രാജസ്ഥാനിൽ ഇവർ ആരംഭിക്കുവാൻ തക്കണം ഇടയായി. അതിൻ്റെ പ്രസിഡൻ്റായിട്ട് തോമസ് മാത്യു പാസ്റ്ററും അതിൻ്റെ വൈസ് പ്രസിഡൻ്റായിട്ട് അപ്പച്ചനും അതിൻ്റെ സെക്രട്ടറി ആയിട്ട് പാസ്റ്റർ കെ ഒ വർഗീസും, ഈ 3 പേരും അത് ഡെക്കേഡ്സ് 10 നൂറ്റാണ്ടുകൾക്ക് അങ്ങനെ തന്നെ അത് കണ്ടിന്യൂ ചെയ്തു വന്നു. ഒരു 19 വർഷക്കാലം അതേ പൊസിഷനിൽ നിന്നുകൊണ്ട് കർത്താവിന് വേണ്ടി പ്രവർത്തിപ്പാൻ ദൈവം. ഫിലദൽഫിയ ഫെലോഷിപ്പിൻ്റെ ചർച്ചകളുടെ പ്രവർത്തനത്തെക്കുറിച്ച് എല്ലാവർക്കും അറിയാം. 10-17 സ്റ്റേറ്റുകളിലായിട്ട് നോർത്ത് ഇന്ത്യയിൽ വ്യാപിച്ചു കിടക്കുന്ന ഒരു പ്രവർത്തനമാണ്. 1000 ദേവദാസന്മാരും 10,000-1500 ചർച്ചകളുള്ള ഒരു പ്രസ്ഥാനമായിട്ട് ദൈവം അതിനെ മാറ്റിയെടുക്കാൻ തക്കുന്ന ദൈവടിയാക്കി. ആ പ്രവർത്തനത്തിൻ്റെ വൈസ് പ്രസിഡൻ്റായിട്ട് 4-5 ഡെക്കേഡ്സ് അല്ലെങ്കിൽ 10 നൂറ്റാണ്ട് പ്രവർത്തിപ്പാൻ കർത്താവ് അപ്പച്ചന് അവസരം നൽകി. നവാപൂർ കൺവെൻഷൻ ഈ പ്രസ്ഥാനത്തിൻ്റെ ഹെഡ് ഓഫീസ് ഉദയ്പൂരിലാണെങ്കിലും അതിൻ്റെ നാഷണൽ കൺവെൻഷൻ നടക്കുന്നത് നവാപൂർ എന്ന് പറയുന്ന സ്ഥലത്താണ്, ഗുജറാത്തിൻ്റെയും മഹാരാഷ്ട്രയുടെയും ബോർഡറിലായിട്ട്. അത് ചെറിയ ആരംഭത്തെക്കുറിച്ച് അപ്പച്ചൻ പറഞ്ഞു, അന്ന് നടന്ന കർത്തൃമേശയെക്കുറിച്ചൊക്കെ പറഞ്ഞു. അപ്പച്ചൻ അവിടുന്ന് വരുന്നവരെ അവസാനം നടത്തിയ കർത്തൃമേശയും അപ്പച്ചൻ എല്ലാ വർഷവും അപ്പച്ചൻ തന്നെയാണ് ആ കർത്തൃമേശ. ഇപ്പോൾ ഇന്നത്തെ കാലത്ത് കഴിഞ്ഞ വർഷത്തെ കൺവെൻഷനും ഞാൻ പോയി സംബന്ധിച്ചായിരുന്നു. അത് എണ്ണി തീരാത്ത ആയിരക്കണക്കിന്, അതായത് ഇന്ത്യയിലെ ഏറ്റവും അധികം ജനം കൂടുന്ന ഒരു കൺവെൻഷനായിട്ടാണ് നവാപൂർ കൺവെൻഷൻ ആയി തീർന്നിരിക്കുന്നത്. അതിന് ലീഡർഷിപ്പ് നൽകാൻ തക്കവണ്ണം അങ്ങനെ ഒരു പൊസിഷൻ ദൈവം അപ്പച്ചനെ സഹായിച്ചു. എല്ലാ വർഷവും പറയുന്നത് കർത്തൃമേശ ശുശ്രൂഷ ജീവാനും അപ്പച്ചനെ ദൈവം ബലപ്പെടുത്തിക്കൊണ്ടിരുന്നു എന്ന് പറയാൻ തൊക്കെ ആഗ്രഹിക്കുകയാണ്. ആ നവാപൂർ കൺവെൻഷൻ 5 ദിവസമാണ്. ചൊവ്വാഴ്ച മുതൽ ഞായറാഴ്ച വരെ നടക്കും. അത്രയും പേര് വരുന്ന ഗ്രാമങ്ങളിൽ നിന്ന് വരുന്ന ജനങ്ങൾ 1000, 10, 50,000, 60,000 ആളുകളൊക്കെ, അവരൊക്കെ എല്ലാവർക്കും ആഹാരവും അവർക്കെല്ലാം താമസം ആ ടെൻറ്റിൻ്റെ കീഴിൽ തന്നെ അവർ താമസിക്കും. അങ്ങനെയുള്ള ഒരു സന്ദർഭമാണ്. പണ്ടൊക്കെ ഇവർ പറയുന്നത് ദൈവം അനുഗ്രഹിച്ചു ആ ദേശത്തെ. പണ്ടൊക്കെ കാളവണ്ടിയിലൊക്കെ ആയിരുന്നു ജനങ്ങൾ അവിടുന്ന് ഇവിടുന്നൊക്കെ 10, 20, 25 കിലോമീറ്റർ എന്നൊക്കെ വരുന്നത്. ഇപ്പം കാളവണ്ടിയൊക്കെ മാറി, പിന്നെ അത് ട്രാക്ടറായി, പിന്നെ അത് ജീപ്പായി, ഇപ്പം അത് വലിയ വലിയ വില പിടിച്ച കാറുകളിലൊക്കെയാണ് അവർ വരാൻ തുടങ്ങിയത്. ദൈവം ദേശത്തെ അനുഗ്രഹിച്ചു. ട്രക്കുകളിലൊക്കെയാണ്, ലോറികളിലൊക്കെയാണ് ചോറൊക്കെ ഉണ്ടാക്കി വിതരണം ചെയ്യുന്നതൊക്കെ. ഉദയ്പൂരിൽ ഫിലദൽഫിയ ഫെലോഷിപ്പിന് ഒരു ബൈബിൾ കോളേജുണ്ട്, ഫിലദൽഫിയ ബൈബിൾ കോളേജ് എന്ന് പറയുന്നത്. പാസ്റ്റർ തമ്പി മാത്യുവിൻ്റെ പ്രേരണയാൽ തോമസ് മാത്യു പാസ്റ്ററോട് പറഞ്ഞിട്ട്, അന്ന് അദ്ദേഹം മസ്കറ്റിലായിരുന്നു, ഒരു ബൈബിൾ ട്രെയിനിങ് സെൻറ്റർ ആരംഭിക്കണമെന്ന് പാസ്റ്റർക്ക് ഒരു പ്രോത്സാഹനം നൽകി. അതിന് ഞാൻ സപ്പോർട്ട് ചെയ്തോളാം എന്നും പറഞ്ഞ് അന്ന് താൻ ആരംഭിച്ച ഒരു ഉദയ്പൂരിൽ 5 പിള്ളേരെ കൊണ്ട് ആരംഭിച്ചതാണ്. ഇന്ന് നോർത്ത് ഇന്ത്യയിലെ അല്ലെങ്കിൽ സൗത്ത് ഏഷ്യയിലെ ഏറ്റവും അറിയപ്പെടുന്ന ഒരു ബൈബിൾ കോളേജായിട്ട് അത് മാറുവാൻ തക്കനോടിയായി. അവിടെ ഡോക്ടറൽ പ്രോഗ്രാം വരെ ദൈവം ഇന്നിപ്പോൾ ആരംഭിക്കുവാൻ തക്കനോടിയായി. അതിലേക്ക് വരും. ആ കോളേജിൻ്റെ രജിസ്ട്രാറായിട്ട് 15 വർഷത്തിൽ പരം ആയിരിക്കാൻ ദൈവം എനിക്ക് ഭാഗ്യം നൽകി തന്നു. അവിടുത്തെ ഒരു ലെക്ചറായിട്ടും അവിടുത്തെ ഒരു രജിസ്ട്രാറായിട്ടും സേവനം അന്വേഷിപ്പാൻ ദൈവം ഇടയാക്കി. ആ കോളേജിൻ്റെ ഗ്രാജുവേഷൻ സർവീസ് എല്ലാ വർഷവും നവാപൂർ കൺവെൻഷനിലാണ് നടക്കുന്നത്. ഇനി ഞങ്ങളുടെ കാര്യം കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കുക. 2001 ഞാനും എൻ്റെ വൈഫ് മോളിയും എൻ്റെ മകൻ വിൽസൺ എബ്രഹാം, മോള് വിൽസി, ഞങ്ങൾ 4 പേരും കൂടെ ഇമിഗ്രൻസ് ആയിട്ട് ഞങ്ങൾ ഷിക്കാഗോയിൽ വരുവാനിടയായി. ഇവിടെ വന്ന് IPCയുടെ പാസ്റ്റർ PC മാമൻ ശുശ്രൂഷിക്കുന്ന സഭയിൽ ഒരു അസോസിയേറ്റ് പാസ്റ്ററായിട്ട് ചില നാളുകൾ ശുശ്രൂഷിപ്പാൻ നിൽക്കുന്നവർ. അതിനുശേഷം ഞങ്ങളെല്ലാം നോർത്ത് ഇന്ത്യയിൽ നിന്ന് വന്നതായതുകൊണ്ട് ഹിന്ദി സ്പീക്കിംഗ് ആയിട്ടുള്ളതായ കമ്മ്യൂണിറ്റിയുടെ ഇടയിൽ ഒരു പ്രവർത്തനം ആരംഭിക്കണം എന്നുള്ള താല്പര്യത്തിൽ, കാരണം ഞാനും എൻ്റെ വൈഫും എൻ്റെ മക്കളെല്ലാം ഹിന്ദി സംസാരിക്കുന്നതുകൊണ്ട് അങ്ങനെ ഒരു പ്രവർത്തനം ഞങ്ങൾ ഈ പട്ടണത്തിൽ ആരംഭിപ്പാൻ നിൽക്കുന്നവരെ ദൈവം അനേകർ ക്രിസ്തുവിലേക്ക് നയിക്കുവാൻ ആ ഒരു പ്രവർത്തനം പോലെ ഞങ്ങൾക്ക് ഇടയാക്കി. ഞങ്ങൾക്കൊരു ഹിന്ദി കോൺഗ്രിഗേഷനാണ് ഇവിടെയുള്ളത്. ഞാനും എൻ്റെ മോനും ഞങ്ങൾ 2 പേരെ ശുശ്രൂഷിച്ചുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ മറ്റുള്ളതായ നാഷണാലിറ്റീസ് കൂടെ ഇത് വന്ന് ചേരാൻ തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് ഇപ്പോൾ അത് ഇംഗ്ലീഷിലാക്കേണ്ട ഒരു സാഹചര്യമായിട്ട് വന്നിരിക്കുകയാണ്. എന്നാൽ കൂടുതൽ ഹിന്ദിക്കാരാണ്, നോർത്ത് ഇന്ത്യൻസാണ് അതിനകത്ത് ഉള്ളത്. ഞങ്ങളപ്പം ഇവിടെ ഷിക്കാഗോയിൽ ആയിരിക്കുന്നു. ഞങ്ങളുടെ പ്രവർത്തനങ്ങൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നു. ഈ പ്രവർത്തനത്തെ ഓർത്ത് നിങ്ങൾ പ്രാർത്ഥിക്കണം. ഞാൻ അപ്പച്ചനെ കുറിച്ചുള്ള 1-2 കാര്യം കൂടെ ഓർപ്പിച്ച് ഞാൻ നിർത്താം. അപ്പച്ചന് വലിയൊരു ദർശന ദൈവം നൽകി.
ആ ദർശനത്തിന് കീഴ്പ്പെട്ട അപ്പച്ചൻ ഏറിയ വർഷം 55-ൽ പരം വർഷം വളരെ കൃത്യനിഷ്ഠയോടുകൂടെ സമർപ്പണ ഭാവനത്തോടുകൂടെ നോർത്ത് ഇന്ത്യയിൽ പ്രവർത്തിച്ചു. അപ്പച്ചൻ്റെതായ ദർശനത്തിന് കീഴ്പ്പെട്ട് അതിനെ മുൻതൂക്കം കൊടുത്തുകൊണ്ട് അപ്പച്ചൻ ജീവിതയാത്ര തുടർന്നു. അനുഗ്രഹിക്കപ്പെട്ടെന്ന് പറഞ്ഞാൽ ആയിരം ജനങ്ങളെ ക്രിസ്തുവിലേക്ക് നയിക്കുവാനും മിക്കവാറും എല്ലാ ഗ്രാമങ്ങളിലും ചർച്ചകൾ സ്ഥാപിക്കാനൊക്കെയും ഈ പ്രവർത്തനങ്ങൾ മൂലം ദൈവം സഹായിച്ചു. അപ്പച്ചൻ താമസിച്ച ജാർമെൻസ് എന്ന് പറയുന്ന സ്ഥലത്ത് വലിയൊരു സഭ, നോർത്ത് ഇന്ത്യയിലെ ആദ്യത്തെ പെന്തിക്കോസ് ചർച്ച് ബിൽഡിംഗ് ആയിട്ട് അപ്പച്ചൻ അവിടെ ഒരു ചർച്ച് സ്ഥാപിക്കാൻ തക്കനോടെയായി. ഇമ്മാനുവൽ പെന്തിക്കോസ് ചർച്ച് എന്ന് പറഞ്ഞ് രാജസ്ഥാനിലെ ആദ്യത്തെ പെന്തിക്കോസ് ചർച്ചാണ്. വലിയ വരുമാനമൊന്നും ഇല്ലായിരുന്നെങ്കിലും അപ്പച്ചൻ ഈ ഹിന്ദി അറിയാൻ വയ്യാത്ത അപ്പച്ചനെ കൊണ്ട് അത്രയും ദൈവം സാധിപ്പിച്ചു കൊടുത്തു. അതിനുശേഷമായിട്ട് നല്ലൊരു CBSE അഫിലിയേറ്റഡ് ആയിട്ടുള്ള ഒരു 10ാം ക്ലാസ് വരെയുള്ള ഒരു CBSEയുടെ ഒരു സ്കൂള് ആ ക്യാമ്പസിൽ നടക്കുന്നുണ്ട്. ഞങ്ങളവിടെ ആയിരുന്നപ്പോൾ നല്ല എന്താ പറയുന്നത്, ഈ ഗ്രാമങ്ങളിലുള്ള പാസ്റ്റർമാരുടെയും വിശ്വാസികളുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഉള്ളൊരു ഹോസ്റ്റൽ, അവരെ ഈ സ്കൂളിൽ പഠിപ്പിക്കാനും അവരെ വളർത്തിയെടുക്കാനുള്ളതായ ബോർഡിങ്ങും കാര്യങ്ങളും അങ്ങനെയുള്ള വലിയൊരു പ്രസ്ഥാനമായിട്ട് അതിനെ കെട്ടിപ്പടുക്കുവാൻ കൊണ്ടും ദൈവം സഹായിച്ചു. ഇന്ന് അത് നല്ലൊരു പ്രസ്ഥാനമായിട്ട് അതവിടെ നടന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ അപ്പച്ചന് ഈ തലമുറയോട്, പുതിയ തലമുറയോട്, അല്ലെങ്കിൽ ഇന്ന് ഈ കേട്ടുകൊണ്ടിരിക്കുന്ന ദൈവമക്കളോട് പറയാനുള്ളതായ ചില കാര്യങ്ങളാണ്. ഒന്ന്, അപ്പച്ചൻ്റെതായ ദർശനത്തിന് അപ്പച്ചൻ കീഴ്പ്പെട്ട് പൂർണ്ണമായി സമർപ്പിച്ചുകൊണ്ട് അപ്പച്ചൻ്റെ വേല ചെയ്തെടുത്തു വന്നതിനോടെയായി. വിളിച്ച ദൈവം വിശ്വസ്തനാണ്, അന്ത്യം വരെ നടത്തുവാൻ അവൻ യോഗ്യനാണ്. ഞങ്ങളുടെ അമ്മച്ചി പറയുന്ന ഒരു വാക്യമാണ്, എപ്പോഴും അമ്മച്ചി അത് പറയും. 48-ാം സങ്കീർത്തനം അതിൻ്റെ 14-ാം വാക്യം, ഈ ദൈവം എന്നും എന്നേക്കും നമ്മുടെ ദൈവമാവുന്നു, അവൻ നമ്മെ ജീവപര്യന്തം വഴി നടത്തും. യാതൊരു സംശയമില്ലാത്ത കാര്യമാണ്. വിളിച്ചവൻ വിശ്വസ്തനാണ്, നമ്മളെ വഴിയിൽ വിട്ടേച്ച് പോകാത്ത ദൈവമാണ്. ആ ദൈവം ഞങ്ങളെ ഇത്രത്തോളം നടത്തി. ഒന്നും അറിയാത്ത, ഒരു കഴിവുമില്ലാത്ത, ഭാഷയില്ലാത്ത, വിദ്യാഭ്യാസം ഇല്ലാത്ത ഞങ്ങളെ കൊണ്ട്, അല്ലെങ്കിൽ എന്നെ കൊണ്ട് ഇത്രയും ദൈവം ചെയ്തെടുത്തുവെങ്കിൽ ഇന്നത്തെ തലമുറയോട് പറയാനുള്ളത്, വെൽ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള യങ്സ്റ്റേഴ്സിനോട് പറയാനുള്ളത്, ദൈവത്തിൻ്റെ വിളി ഏറ്റവും വലിയ മഹത്വമുള്ള വിളിയാണെന്നുള്ള ബോധ്യത്തോടുകൂടെ അതിനെ പൂർണ്ണമായി സമർപ്പിച്ചുകൊണ്ട് ദൈവം നടത്തുന്ന വിധങ്ങൾക്ക് വേണ്ടി പൂർണ്ണമായി വിനയപ്പെട്ടുകൊണ്ട് ആ പ്രവർത്തനത്തിൽ ആയിത്തീരണം. ദൈവം മാനിക്കും, ദൈവം പ്രവർത്തനത്തെ വിശാലപ്പെടുത്തും എന്നുള്ളതാണ് അപ്പച്ചന് പറയുവാൻ തക്കനോടെയായുള്ളത്. ഞാൻ ഇടയ്ക്ക് വിട്ടുപോയ ഒരു കാര്യം കൂടെ ഞാൻ പറഞ്ഞോട്ടെ. അപ്പച്ചൻ TD എന്ന് പറയുന്ന സ്ഥലത്ത് താമസിച്ചെന്ന് പറഞ്ഞു 12 കിലോമീറ്റർ ദൂരെയാണ്. അത് ഒരു ഒറ്റപ്പെട്ട ഒരു സ്ഥലം, ഹൈവേയിലാണ് കിടക്കുന്നതെങ്കിൽ തന്നെ ഈ ജാർമെൻസിലോട്ട് വരണമെങ്കിൽ വലിയ ബുദ്ധിമുട്ട്, ചെറിയ റോഡേ ഉള്ളത്. ഞാൻ ആദ്യം അപ്പച്ചി വരുന്നേക്കാളും മുമ്പ് ഞാൻ അപ്പച്ചൻ്റെ കൂടെ കുറേ നാൾ താമസിച്ചായിരുന്നു. ഞാൻ അവിടെ വന്ന് പഠിക്കുന്ന സമയത്ത് ഞാൻ അപ്പച്ചൻ്റെ കൂടെ ജാർമെൻസിൽ വരെ ഞാൻ അപ്പച്ചൻ്റെ കൂടെ പോകും. ഞായറാഴ്ച വൈകിട്ട്, അവിടെ തിങ്കളാഴ്ചയാണ് കമ്പനിക്ക് ഓഫ് ഉള്ളത്, അതുകൊണ്ട് ഞായറാഴ്ച വൈകിട്ടാണ് ആരാധന. അപ്പം ഞായറാഴ്ച വൈകിട്ട് ആരാധന കഴിഞ്ഞിട്ട് ഏതെങ്കിലും വിശ്വാസികളുടെ വീട്ടിൽ ഞങ്ങൾ തങ്ങും, അത് രാവിലെ ഒന്ന് പോരും. അങ്ങനെയൊക്കെ ഉള്ളതുണ്ട്. അല്ലെങ്കിൽ രാത്രിയിൽ ബസ് കിട്ടുകയാണെങ്കിൽ ഒരു ബസ്സുണ്ട്, അങ്ങനെ വരും. ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്, ഈ ഇരിക്കുന്ന അപ്പച്ചൻ്റെ കൂടെ ഞാൻ പല പ്രാവശ്യം രാത്രിയിൽ മീറ്റിംഗ് കഴിഞ്ഞിട്ട് അവിടെ കിടക്കാനോ വിശ്രമിക്കാനോ ഞങ്ങൾക്ക് സാഹചര്യം ഇല്ലാത്തപ്പോൾ 12 കിലോമീറ്റർ അപ്പച്ചൻ്റെ കൂടെ ഒന്നല്ല പല പ്രാവശ്യം ജാർമെൻസിൻ്റെ TD വരെ നിലാവെളിച്ചത് ടോർച്ചും ഇല്ല, ഞങ്ങൾ ആ കൊച്ചു വഴിയിലൂടെ ഞങ്ങൾ നടന്നു വന്നിട്ടുള്ള അനുഭവങ്ങൾ എനിക്കുണ്ട്. 12 കിലോമീറ്റർ രാത്രിയിൽ മീറ്റിംഗ് കഴിഞ്ഞിട്ട് നടന്നു വന്ന കഥകൾ ഈ അപ്പച്ചൻ്റെ കൂടെ ഞാൻ നടന്നു വന്നിട്ടുണ്ട്. അത് വന്യമൃഗങ്ങളിലുള്ള രാജ്യം നോർത്താണ്. അവിടെ എന്തോന്ന് പറയുന്നത്, ചീത്ത, ഇങ്ങനെയുള്ള വന്യമൃഗങ്ങളൊക്കെ ഉള്ള ഇതാണ്. എന്നാൽ തന്നെയും ഞങ്ങളെ ദൈവം കാത്തു പരിപാലിച്ചു. അങ്ങനെ ഞാൻ എന്നിട്ട് ആദ്യം ഞാൻ സ്കൂളിൽ പോകുന്ന TD താമസിച്ചുകൊണ്ട് ഒരു സൈക്കിൾ വാടകയ്ക്ക് അപ്പച്ചന് കിട്ടിയെന്ന് പറഞ്ഞില്ല, പഴയൊരു സൈക്കിൾ. ആ സൈക്കിളും ചവിട്ടിക്കൊണ്ടാണ് ഞാൻ സ്കൂളിൽ പോയിക്കൊണ്ടിരുന്നത്. രാവിലെ ഇവിടുന്ന് 12 കിലോമീറ്റർ ചവിട്ടും, തിരിച്ചു ഉച്ചയ്ക്ക് വീട്ടിൽ വരും. പലപ്പോഴും അവിടെ കുരങ്ങന്മാരെ ഭയങ്കര ശല്യം, വഴിയിൽ കൂട്ടമായിട്ട് ഇരിക്കും. ഒരു കയറ്റം കയറണം, എനിക്ക് മുന്നോട്ട് പോകാൻ വയ്യാതെ തള്ളിക്കൊണ്ട് പോകണം സൈക്കിള്. ഈ കുരങ്ങ കൂട്ടങ്ങൾ ഇങ്ങനെ ഇരിക്കുന്നതുകൊണ്ട് പേടിച്ചിട്ട് ഞാൻ പുറകോട്ട് പോയിട്ടുള്ള ഒരുപാട് ദിവസങ്ങളുണ്ട്. അതുപോലെ തന്നെ അവിടെ ക്ലാസ് 2 മണി വരെയാണ്, അതിനുശേഷം 4 മണിക്ക് അവർ എക്സ്ട്രാ ക്ലാസ് വെക്കും. അപ്പോൾ അവിടെയുള്ള കോളനിയിലുള്ള പിള്ളേരെല്ലാം വീട്ടിൽ പോയിട്ട് ആഹാരം കഴിച്ച് അവർ വരും. ഞാൻ 2 മണിക്കൂർ, എനിക്ക് 12 കിലോമീറ്റർ പോകാനൊക്കത്തില്ല. ഞാൻ അവിടെ അടുത്തൊരു റെയിൽവേ സ്റ്റേഷനുണ്ട്, അവിടെ പോയി ആ കസേരയിൽ അവിടെ കുറേ നേരം, ചെറിയൊരു സ്റ്റേഷനാണ്, അവിടെ പോയി 2 മണിക്കൂർ എല്ലാ ദിവസവും. പിന്നെ 4 മണിക്കുള്ള എക്സ്ട്രാ ക്ലാസ്സിന് പോയി അറ്റൻഡ് ചെയ്തിട്ട് അതിനുശേഷം സൈക്കിളിലോട്ട് ഇവിടെ വരും. ഞാൻ പറഞ്ഞ അങ്ങനത്തെ ഒരു സാഹചര്യം എൻ്റെ ജീവിതത്തിലുണ്ട്. എന്നാൽ
അതിന് ശേഷമായിട്ട് ആ റോഡേക്കടെ തന്നെ നടന്നു പോയ റോഡേക്കടെ, സൈക്കിളേ പോയ ആ മല കയറിപ്പോയിട്ടുള്ള ആ റോഡേക്കടെ, അതിനുശേഷമായിട്ട് കുറേ വർഷങ്ങൾക്ക്, ഒത്തിരി വർഷങ്ങൾക്ക്, ഞങ്ങളുടെ വിവാഹമൊക്കെ കഴിഞ്ഞതിന് ശേഷമായിട്ടുള്ള സമയത്താണ് ഇതേ ഒരു സ്കൂട്ടർ വന്നു. അന്ന് അതിലെ പോയപ്പോൾ കണ്ണുനീരോടുകൂടി എൻ്റെ ദൈവമേ ഇതിലേക്ക് നടന്നു പോയത്. അതിനുശേഷം ദൈവം ഒരു മോട്ടോർ സൈക്കിൾ, ബുള്ളറ്റ് മോട്ടോർ സൈക്കിൾ തന്നു. അതിലെ ഓടിച്ചുകൊണ്ട് പോയി അന്നും ദൈവത്തെ സ്തുതിച്ചു. അതിനുശേഷം ദൈവം കാറ് തന്നു, അന്നും ദൈവത്തെ സ്തുതിച്ചു. അതിനുശേഷം ജീപ്പ് ഓടിച്ചതിലേക്ക് പോയിരുന്നു. സ്കൂൾ ബസ് വല്ലപ്പോഴൊക്കെ റിപ്പയറിങ്ങിന് ഉദയപുരം കൊണ്ടുപോകുന്ന വലിയ ബസ്സാണ്. ഞാൻ പലപ്പോഴും ആ വണ്ടി തിങ്കളാഴ്ച അവധിയുള്ളപ്പോൾ ഞാൻ ആ വണ്ടി വർഷത്തിലോട്ട് കൊണ്ടിടാൻ ഞാൻ ആ ബസ് ഓടിച്ചുകൊണ്ട് ഞാൻ പോയി. അന്നും ഞാൻ എൻ്റെ കർത്താവേ ഈ റോഡേക്കടെയൊക്കെ പോയ കാര്യം ഞാൻ പറഞ്ഞത്, ഞാൻ വേറെ കാര്യങ്ങളൊന്നും പറയാനല്ല അതിനകത്ത് ആഗ്രഹിച്ചത്. ദൈവം സത്യമായിട്ടും ഇറ്റ്സ് എൻ എക്സ്പ്രഷൻ ഓഫ് മൈ ഗ്രാറ്റിറ്റ്യൂഡ് ടുവേർഡ്സ് ഗാഡ്. ദൈവം ചെയ്ത ആ നന്മകളെ ഒന്നും മറക്കാൻ സാധിക്കില്ല. ഇനി രണ്ട് കാര്യം കൂടെ പറഞ്ഞോട്ടെ. അതിനുശേഷമായിട്ട് അമ്മച്ചി കേരളത്തിൽ നിന്ന് എൻ്റെ മൂത്ത ജ്യേഷ്ഠൻ്റെ വിവാഹം കഴിഞ്ഞു, പെങ്ങളുടെ വിവാഹം കഴിഞ്ഞു. അത് കഴിഞ്ഞപ്പോൾ അമ്മച്ചി രാജസ്ഥാനിലോട്ട് വന്നു. ചുമതലകളൊക്കെ ഒഴിഞ്ഞല്ലോ. അമ്മച്ചി ഞങ്ങളെ വളരെ സ്ട്രിക്റ്റ് ആയിട്ട് വളർത്തി കേട്ടോ. അതും കൂടെ എടുത്തു പറയാതെ പോകുന്നത് തെറ്റാണ്. അപ്പച്ചൻ രാജസ്ഥാനിലായിരുന്നു. അമ്മച്ചി ഞങ്ങളെ വളർത്തിയ വിധം, എൻ്റെ പെങ്ങൾ ഇവിടെ ഇരിപ്പുണ്ട്, കേൾക്കുന്നുണ്ട്, ഇതൊക്കെ വിസിറ്റിങ്ങിന് വന്നതാണ് ഇപ്പോൾ ഇവിടെ, പുള്ളിക്കാരത്തിയും കേൾക്കുന്നത്. ഞങ്ങളെ 3 മക്കളെ അമ്മച്ചി വളരെ സ്ട്രിക്റ്റ് ആയിട്ടാണ് വളർത്തിയത്. ഇപ്പോഴും ഞാൻ ഓർക്കുന്നു, ഒരൊറ്റ മീറ്റിങ്ങോ മുടക്കാൻ സമ്മതിക്കത്തില്ല. സഭായോഗത്തിന് പോയേ പറ്റുള്ളൂ. സൺഡേ സ്കൂൾ മുടക്കാൻ ഒക്കത്തില്ല. സൺഡേ സ്കൂളിന് പിരിയരി തന്ന് ഞങ്ങളെ വിടും. വൈകിട്ട് PIP ഉണ്ട്, അതിനും ഞങ്ങളെ കൊണ്ടുപോകും. പ്രോഗ്രാംസ് എടുക്കണം. ആൽപ്പാറ, കണ്ണാറ, ഇതൊക്കെ ഒത്തിരി ദൂരെയായ സ്ഥലങ്ങളാണ്. രാത്രി കൺവെൻഷൻ ഏതെങ്കിലും ഉണ്ടെങ്കിൽ 4-5-6 കിലോമീറ്റർ വരെ കരണ്ടത്തിൻ്റെ വരമ്പത്തൂടെ ചെരുപ്പില്ലാതെ പന്തവും പിടിച്ചുകൊണ്ട് ആളുകൾ പോകുന്നതിൻ്റെ കൂട്ടത്തിൽ ഞങ്ങളെ കൊണ്ടുപോകും. തിരിച്ചു വരുമ്പോൾ അതിലെല്ല ഞങ്ങളുടെ പറയുന്ന അമ്മച്ചി അത്ര വില കൊടുത്താണ് ഞങ്ങളെല്ലാം പഠിപ്പിച്ച്. ഒട്ടും വിട്ടുവീഴ്ചയില്ല. ആത്മീയ കാര്യങ്ങൾക്ക് ഒരു വിട്ടുവീഴ്ചയില്ല. അങ്ങനെ ആയതുകൊണ്ട് ഇന്ന് ഈ വചനം പിടിച്ചുകൊണ്ട് നിൽപ്പാന്നൊക്കെ കൊണ്ട് ദൈവം ഞങ്ങളെയും ഞങ്ങളുടെ തലമുറകളായിട്ട് ദൈവം ഞങ്ങളെ ഒരുക്കി. ഹല്ലേലൂയ. അത് വലിയൊരു സാക്ഷ്യമാണ്. അങ്ങനെ അതിനുശേഷം അമ്മച്ചി മറ്റു 2 മക്കളുടെ വിവാഹം കഴിഞ്ഞതിന് ശേഷം രാജസ്ഥാനി വന്നിട്ട് ഞങ്ങൾ 3 പേരും കൂടെ TD താമസിച്ചു. അവിടെ ഒത്തിരി കഷ്ടപ്പാടായിരുന്നു. അതിനുശേഷം ഈ ജാർമൻസിൽ പോകണമെങ്കിൽ ഈ സൈക്കിളേൽ വേണം അപ്പച്ചന് പോകണമെങ്കിൽ. അമ്മച്ചിയെ പുറകിൽ ഇരുത്തിക്കൊണ്ട് ഈ 12 കിലോമീറ്റർ മല കയറി അങ്ങനെ സൈക്കിളിൽ ചവിട്ടിയിട്ട് വേണം വിശ്വാസികളുടെ വീട്ടിൽ പോകണമെങ്കിൽ. അങ്ങനെ പോയൊരു കാലം. അതിനുശേഷം ഈ ജാർമൻസ് സിറ്റിയോട് ചേർന്ന് അടുത്തായിട്ട് നാക്ക ബജാർ എന്ന് പറയുന്ന സ്ഥലമുണ്ടായിരുന്നു. അവിടെ ഒരു വാടക വീട് കിട്ടി. അപ്പം ഞങ്ങൾ 3 പേരും കൂടെ അങ്ങോട്ട് പോയി. അവിടെ താമസിച്ചു. അതെന്ന് പറയുന്നത് ടെറിബിളായിരുന്നു. കാര്യം നല്ലതായിരുന്നു, ചർച്ചിനോട് അടുത്തായിരുന്നു, അല്ലെങ്കിൽ നമ്മുടെ വിശ്വാസികളോട് അടുത്തായിരുന്നെങ്കിൽ തന്നെ അവിടെയുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ അത് ടിൻ ഷീറ്റായിരുന്നു. ഒരു ഹോളാണ്, അത് ടിന്നാണ്, ഈ നാഗഷീറ്റാണ്. ചൂട് സമയം രാജസ്ഥാനിൽ സഹിക്കാൻ വയ്യാത്ത ചൂട്, അതിൻ്റെ കീഴിൽ ഇരിക്കാനൊക്കത്തില്ല. ഈ പറയുന്ന അപ്പച്ചനെ ഇരുത്തിക്കൊണ്ടാണ് ഞാൻ പറയുന്നത്. ഈ പറയുന്ന അപ്പച്ചനും ഞാനും അമ്മച്ചിയും ഞങ്ങൾക്കൊരു 10-11 മണി വരെ ആ മുറിക്കകത്ത് ഇരിക്കാനൊക്കത്തുള്ളൂ. അത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് കീഴിരിക്കാനൊക്കത്തില്ല. അതിൻ്റെ അപ്പുറത്ത് ഈ കമ്പനിക്ക് വെള്ളം അടിച്ചു കൊടുക്കുന്ന ഒരു വലിയൊരു കിണറുണ്ട്. ആ കിണറിൻ്റെ അവിടെ ഒരു വലിയൊരു മരം, ഒരു ആൽമരമുണ്ട്. ഭയങ്കരം പിടിച്ച മരം, ഏതോ നൂറ്റാണ്ടുകൾക്ക് അത്രയും പഴയ മരം. ആ മരത്തിൻ്റെ കീഴിൽ ഒരുപാട് ജനങ്ങൾ വന്നിരിക്കും ചൂട് കാരണം. അപ്പം ഞങ്ങളും ഇതുപോലെ ഉച്ചയാകുമ്പം അവിടോട്ട് പോകും. ഒരു 2-3 മണി കഴിയാതെ വീട്ടിലോട്ട് തിരിച്ചു വരാനൊക്കത്തില്ല. അത്രയും നേരം ആ മരത്തിൻ്റെ കീഴേ ഇരുന്ന് സമയം കളഞ്ഞ് എന്നിട്ട് ഞങ്ങൾ തിരിച്ചു വരും. ഈ അപ്പച്ചൻ പലപ്പോഴും ഞാൻ എൻ്റെ കണ്ണ് കണ്ട് കേട്ടിട്ടുള്ളതാണ്. ഞങ്ങൾക്ക് കട്ടിലവിടെ നീവാർ എന്ന് പറയുന്നത് അത് വരഞ്ഞിട്ടുള്ള കട്ടില, ഇങ്ങനെ മരത്തിൻ്റെ കട്ടിൽ ചുമ്മാ നീവാർ വരഞ്ഞിട്ടുള്ള. ഈ അപ്പച്ചൻ ചൂട് സഹിക്കാൻ കഴിഞ്ഞിട്ട് പലപ്പോഴും ഈ കട്ടിലിൻ്റെ മണ്ടയിൽ ഷീറ്റ് നനച്ച് അതിൻ്റെ മണ്ടയിലിടും. എന്നിട്ട് ഈ ഏറ്റവും തറയിൽ കട്ടിലിൻ്റെ കീഴിൽ അപ്പച്ചൻ കിടക്കുന്ന പല സന്ദർഭങ്ങളിലും ഞാൻ കണ്ടിട്ടുണ്ട്. ചൂട് അതിൻ്റെ കീഴിൽ ഇരിക്കാൻ വയ്യാത്തതുകൊണ്ട് അങ്ങനെ കടന്നിട്ടുള്ളതായ ദിവസങ്ങളും. അതുപോലെ തന്നെ അമ്മച്ചിക്ക് വലിയൊരു ഒരു പ്രയാസം, വയറിനകത്തൊരു പ്രയാസം ഉണ്ട്, ഒരു ഓപ്പറേഷൻ്റെ ആവശ്യം വന്നു. അപ്പച്ചൻ്റെ കാശില്ല, പണമില്ല, അതൊക്കെ വളരെ ഞെരുക്കപ്പെട്ടും അങ്ങനെ പലരോടും ചോദിച്ചു, എല്ലാവരും കൈമലർത്തി, ആരും തന്നില്ല. അപ്പച്ചൻ വളരെ പ്രയാസത്തിലൂടെ കണ്ണുനീര് ഉണ്ടായ അവസ്ഥകളൊക്കെ ഞാൻ ഓർക്കുന്നു. അപ്പച്ചൻ എന്നിട്ട് അങ്ങനെ ആരോടും ചോദിക്കാതെ അപ്പച്ചൻ ഒന്നും ഇല്ലാതെ വിശ്വാസത്തോടുകൂടി അപ്പച്ചൻ അഹമ്മദാബാദിൽ പോയി. അപ്പച്ചൻ്റെ പെങ്ങളുടെ മക്കളും പിന്നെ അപ്പച്ചൻ്റെ ജ്യേഷ്ഠൻ്റെ മക്കളൊക്കെ അവിടെ ഉണ്ട്. അവരുടെ
അവിടെ ചെന്നു. ആ ജ്യേഷ്ഠൻ്റെ ഒരു മോനും കുടുംബവും അമ്മച്ചിയെ അവിടെ താമസിപ്പിച്ച് ഓപ്പറേഷൻ വേണ്ട എല്ലാ ക്രമീകരണങ്ങളും ചെയ്തു കൊടുത്ത് അങ്ങനെയൊക്കെ സഹായിച്ച് അവിടുത്തെ ഉള്ള നമ്മുടെ പ്രിയപ്പെട്ടവരെല്ലാവരും കൂടെ സഹകരിച്ച് ആ കാര്യങ്ങളൊക്കെ ക്രമീകരിച്ച് തന്ന കാര്യങ്ങളൊക്കെ അപ്പച്ചൻ എപ്പോഴും പറയാറുണ്ട്. അങ്ങനെ ഓരോ ചെറിയ ആവശ്യങ്ങളുടെ മുമ്പിൽ ദൈവം സഹായിച്ചു. ദൈവം വിശ്വസ്തൻ എന്ന് അപ്പച്ചൻ എണ്ണുവാൻ, അനുഭവിച്ചറിയുവാൻ, രുചിച്ചറിയുവാൻ തക്കുന്ന ദൈവം ഇടയാക്കിയിട്ടുണ്ട്. അങ്ങനെ അമ്മച്ചി ഞങ്ങളുടെ കൂടെ പിന്നെ അതിനുശേഷം അശോകനഗർ എന്ന് പറഞ്ഞ ഈ ജാർമൻസിൽ ഒരു സ്ഥലം, ചർച്ചിന് വേണ്ടി ഒരു സ്ഥലവും അതിനോട് മുമ്പിൽ സ്കൂളിന് വേണ്ടിയിട്ടുള്ള സ്ഥലവും ഇതെല്ലാം കിട്ടി. സ്കൂളൊക്കെ പിന്നെയാണ്. പിന്നെ അവിടെ ചർച്ച അവിടെ ഒരെണ്ണം ഉണ്ടാക്കി, അവിടെ താമസമായി. അപ്പോൾ മേളിൽ ചർച്ച് ഹാളും താഴെ താമസിക്കാനായിട്ടുള്ള ഒരു ക്രമീകരണമാണ്. അതിനകത്ത് 2 ബെഡ്റൂം, ഞങ്ങൾ അവിടെ താമസിക്കുന്നു, മേളിൽ ഹാള്. അവിടെയായിരുന്നു ആരാധനയും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരുന്നത്. അപ്പം അമ്മച്ചിക്ക് നല്ല ശുശ്രൂഷയുണ്ട്. അമ്മച്ചി ഒരു പ്രവാചകിയായിരുന്നു. അമ്മച്ചിക്ക് ദൈവാത്മാവ് പ്രകാശിപ്പിക്കുന്നതനുസരിച്ച് ദൈവമക്കളോട് കാര്യങ്ങൾ വിളിച്ചു എല്ലാ കാര്യങ്ങളും അമ്മച്ചി പറയും. നല്ല അമ്മച്ചി ഒരുപാട് സ്ഥലങ്ങൾ യാത്ര ചെയ്ത് പ്രവർത്തിച്ച അപ്പച്ചൻ്റെ കൂടെ ചേർന്ന് നിന്ന് ഈ മിനിസ്ട്രി അമ്മച്ചി ചെയ്യുമായിരുന്നു. നവാപൂർ കൺവെൻഷനിലൊക്കെ ഞാൻ ഇപ്പോഴും ഓർക്കുന്നു, അമ്മച്ചിക്ക് ഒരു ലീഡ് ഒരു 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 മിനിസ്ട്രിയാണ് അവിടെ ഉണ്ടായത്. അപ്പം അമ്മച്ചി പലപ്പോഴും ഞാൻ കേട്ടിട്ടുണ്ട്, ഈവൻ തോമസ് മാത്യു അല്ലെങ്കിൽ ഗസ്റ്റ് സ്പീക്കർ ആരെങ്കിലും പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ മധ്യത്തിൽ അമ്മച്ചി ദൈവത്തിൻ്റെ ആത്മാവ് പ്രകാശനം ചെയ്ത ദൂതുമായിട്ട് എഴുന്നേറ്റ് നിന്നിട്ട് വളരെ ശക്തമായിട്ട് അത്രയും പബ്ലിക്കിൽ നിന്ന് പ്രവചനം പറയുന്ന കാര്യങ്ങളും ആ പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്ന ദേവദാസന്മാർ മുട്ടുകുത്തിക്കൊണ്ട് സ്റ്റേജിൽ നിന്ന് ദൈവത്തെ സമർപ്പിക്കുന്ന കാര്യങ്ങളൊക്കെ ഞങ്ങൾ കണ്ടു. അതിൻ്റെയൊക്കെ വീഡിയോകളൊക്കെ ഉണ്ട്. ഞാൻ പറഞ്ഞത് ശക്തമായിട്ട് അമ്മച്ചിയെ ദൈവം ഉപയോഗിച്ചു. പലയിടങ്ങളിലൊക്കെയും ലോകത്തിൻ്റെ എല്ലാ ഭൂഖണ്ഡങ്ങളിലും അപ്പച്ചനും അമ്മച്ചിക്ക് യാത്ര ചെയ്യുവാൻ ദൈവം വഴികൾ ഒരുക്കി. അപ്പച്ചൻ ഞാൻ പറഞ്ഞില്ല, അപ്പച്ചന് വലിയ വിദ്യാഭ്യാസമോ കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നെങ്കിലും അപ്പച്ചനെ അമ്മച്ചിയെയും ദൈവം നടത്തിയത് ഓർക്കുകയാണെങ്കിൽ എത്രമാത്രം സ്തുതിച്ചാലും മതിയാകത്തില്ല. അപ്പച്ചന് ഞങ്ങൾ 2001 അമേരിക്ക വന്നു. അതിനുശേഷമായിട്ട് അപ്പച്ചനും അമ്മച്ചിയെ ഇവിടെ വിസിറ്റിങ്ങിന് കൊണ്ടുവന്ന് 2 വർഷം കഴിഞ്ഞപ്പോൾ എല്ലാ 2 വർഷം കൂടുമ്പോഴും അവർ 2003, 2005, 2007, 2009, 2011, 2013 അങ്ങനെ എല്ലാ 2 വർഷങ്ങളിലും അവരോട് വരുമായിരുന്നു. അമേരിക്കയിൽ എവിടെയെല്ലാം പോകാം, അവിടെ എല്ലാം ശുശ്രൂഷകൾ ചെയ്യുവാൻ തൊക്കണം അപ്പച്ചൻ്റെ അമ്മച്ചിയും ദൈവം ഒരുക്കി. അങ്ങനെ അപ്പച്ചൻ്റെ രാജസ്ഥാനിലെ മിനിസ്ട്രിയുടെ 50-ാം വർഷം തികഞ്ഞപ്പോൾ രാജസ്ഥാനിലെ ഉദയ്പൂർ വെച്ച് ഒരു അതിനെ ഒന്ന് ദൈവത്തെ ഒന്ന് മഹത്വപ്പെടുത്താൻ 50 വർഷക്കാലം ദൈവത്തിൻ്റെ വിശ്വസ്തത എന്നുള്ളതെന്ന് ദൈവത്തെ സ്തുതിക്കാനായിട്ട് എല്ലാവരെയും ഇൻവൈറ്റ് ചെയ്തിട്ട് ഒരു ഇവൻറ്റ് ഞങ്ങളവിടെ നടത്തിയായിരുന്നു. ആ സമയത്ത് ക്ഷണിക്കാൻ പറ്റുന്ന എല്ലാ ദേവദാസന്മാരെ അറിയാവുന്നവരെല്ലാവരും വിളിച്ചു. നല്ലൊരു സ്വീകരണം എല്ലാവർക്കും കൊടുക്കാനും എല്ലാവരും മധ്യത്തിൽ വെച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തുവാനും അപ്പച്ചൻ്റെ അമ്മച്ചിയെ റിക്കഗ്നൈസ് ചെയ്യാനും തക്കണം ഞങ്ങൾക്കും ഇടയായി. ദൈവം മാനിക്കുന്നതാണ്. പക്ഷേ ഞങ്ങളും കൂടെ അപ്പച്ചൻ്റെ അമ്മച്ചിയെയും വളരെ പാരിതോഷികം കൊടുത്ത് വളരെ അപ്രീഷിയേറ്റ് ചെയ്തു. അതൊരു പുതിയ തലമുറയ്ക്ക് ഒരു ഉത്തേജനം ആവട്ടെ എന്നുള്ള രീതിയിലായിരുന്നു അത്. ആ 50-ാമത്തെ വാർഷികത്തിൻ്റെ സമയത്ത് അമ്മച്ചി എന്നിട്ട് അമ്മച്ചി എപ്പോൾ പറഞ്ഞാലും ചില കാര്യങ്ങൾ പറയാനുണ്ട്. അമ്മച്ചി പറയുന്നത്, എനിക്ക് അന്ന് 7 കൊച്ചുമക്കൾ തന്നിട്ടുണ്ട്. അന്ന് അമ്മച്ചി ജീവിക്കുന്ന സമയത്ത് അത്രേ ഉള്ളത്. അപ്പോൾ അമ്മച്ചി പറയുന്നത്, എനിക്ക് തന്നിരിക്കുന്ന മക്കളും കൊച്ചുമക്കളെല്ലാം സുവിശേഷ വേലക്കാരാണ്. അമ്മച്ചി എവിടെ സാക്ഷ്യം പറയാൻ, അമ്മച്ചിക്ക് ഏത് സഭയിൽ എവിടെ കൊണ്ട് നിർത്തിയാൽ അമ്മച്ചിക്ക് പറയാനുള്ള ഒരു കാര്യം ഇതുള്ളൂ, എൻ്റെ മക്കളും കൊച്ചുമക്കളും ഒക്കെ കർത്താവിൻ്റെ വേല ചെയ്യുന്നവരായിരിക്കണം. അതാണ് എൻ്റെ പ്രാർത്ഥന, അതാണ് എൻ്റെ ആഗ്രഹം. അവരുടെ തലമുറകളെല്ലാം കർത്താവിൻ്റെ വില ചെയ്യണം എന്നുള്ളതാണ്. അപ്പോൾ അപ്പച്ചൻ്റെ കൂടെ നിന്ന് തോളോട് തോൾ ചേർന്ന് നിന്ന് ഈ ശുശ്രൂഷയെ വളർത്തിയെടുക്കാൻ അമ്മച്ചിയുടേതായ റോൾ എന്ന് പറയുന്നത് വലിയതാണെന്നുള്ളത് സമ്മതിച്ചേ പറ്റുള്ളൂ. അമ്മച്ചി വളരെ ഷാർപ്പായി നിന്ന് കർത്താവിൻ്റെ വേലയിൽ നല്ല സപ്പോർട്ട് ചെയ്തു. അങ്ങനെ ഈ വാർഷികത്തിൻ്റെ സമയത്ത് അമ്മച്ചി പറഞ്ഞൊരു പ്രസ്താവനയുണ്ട്. അമ്മച്ചി പറഞ്ഞു, 50 വർഷക്കാലം കർത്താവിൻ്റെ വേല ചെയ്യുവാൻ, ആ വേലയ്ക്ക് സപ്പോർട്ടായി നിൽക്കാൻ ദൈവം എന്നെ സഹായിച്ചു. ഐ എം ഡൺ. ഇതാണ് അമ്മച്ചി പറയുന്നത്, ഐ എം ഡൺ. ദൈവം എന്നെ ഏൽപ്പിച്ച എൻ്റെ ശുശ്രൂഷയുടെ പങ്ക് കഴിഞ്ഞു. ഇനി എനിക്ക് വലിയ താല്പര്യങ്ങളൊന്നും എൻ്റെ ജീവിതത്തിലില്ല. ദൈവം എന്നെ വിളിക്കുന്ന സമയത്ത് എനിക്ക് അവിടെ പോകും. ഇത് മാത്രമാണ് അമ്മച്ചി. ഞങ്ങൾ പറയാറുണ്ട്, അമ്മച്ചി എന്തിനാ അങ്ങനെ പറയുന്നത്, അങ്ങനെ വൈ യു വാണ്ട് ടു സേ എന്നൊക്കെ അങ്ങനെ പറയാം. അമ്മച്ചി പറഞ്ഞു, നോ, ഐ എം ഡൺ. എന്നെ ദൈവം ഏൽപ്പിച്ചത് കഴിഞ്ഞു എന്നുള്ള. അവിടെ തൊട്ട് അമ്മച്ചി പറഞ്ഞു, 1 വർഷം കഴിയുന്നേക്കാൾ മുമ്പ് കർത്താവിൻ്റെ സന്നിധിയിൽ അമ്മച്ചി ചേർക്കപ്പെട്ടു. രാജസ്ഥാനിലായിരുന്നപ്പോൾ, ഉദയ്പൂരിലായിരുന്നപ്പോൾ അമ്മച്ചിക്ക് ഒരു സ്ട്രോക്ക് പോലെ വന്നു. അമ്മച്ചി അഡ്മിറ്റായി. ചില ദിവസങ്ങൾ മാത്രം അങ്ങനെ ഹോസ്പിറ്റലിൽ നിന്നായിരുന്നു. അതിനുശേഷം അമ്മച്ചി കർത്താവിൻ്റെ സന്നിധിയിൽ ചേർക്കപ്പെടുവാനിടയായി. 2015 സെപ്റ്റംബർ 16
കർത്താവിൻ്റെ സന്നിധിയിൽ ചേർക്കപ്പെട്ടു. അതിനുശേഷം അപ്പച്ചൻ പിന്നെ തനിച്ചായിരുന്നു. ജ്യേഷ്ഠൻ്റെ മക്കളൊക്കെ അവിടെ ഉണ്ട്. അങ്ങനെയൊക്കെ ആയിട്ട് അവിടെ കഴിയുമായിരുന്നു. അതിനുശേഷം അപ്പച്ചന് പ്രായത്തിൻ്റെ ക്ഷീണങ്ങളും പ്രയാസങ്ങളൊക്കെ ആയതുകൊണ്ട് പിന്നെ അപ്പച്ചനെ ഇവിടെ കൊണ്ടുവരാനുള്ള ചിന്തകളും കാര്യങ്ങളൊക്കെ വരേണ്ടതായ സാഹചര്യങ്ങളൊക്കെ ഉണ്ടായി. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ അപ്പച്ചന് 2020 ഇവിടെ അമേരിക്കയിൽ ഷിക്കാഗോയിൽ അപ്പച്ചൻ കടന്നു വരുവാനിടയായി. ഇപ്പം അടുത്ത ഫെബ്രുവരി മാസം 22 ആകുമ്പോൾ 5 വർഷമാവും അപ്പച്ചൻ ഞങ്ങളോടൊപ്പം ഷിക്കാഗോയിൽ ഇവിടെ ഞങ്ങളുടെ വസതിയിൽ ഞങ്ങളോടൊപ്പം ആയിരിക്കുന്നു. അപ്പച്ചൻ ഞങ്ങളുടെ ഇവിടെയുള്ള പ്രവർത്തനത്തിനും ഞങ്ങളുടെ ഇവിടുത്തെ കാര്യങ്ങൾക്കൊക്കെയും ഇവിടുത്തെ മിനിസ്ട്രിയോടുള്ള ബന്ധത്തിലും വളരെ സപ്പോർട്ടായിട്ട് ഞങ്ങളോടൊപ്പം ആയിരിക്കുന്നു. ഇതാണ് ഇവിടുത്തെ ഒരു കാര്യം. ഇനി ഇവിടുത്തെ ഒരു കാര്യം കൂടി ഞാൻ ചേർത്ത് പറയട്ടെ. അപ്പച്ചനും അമ്മച്ചും ഇവിടെ വന്നപ്പോഴാണ് അവരാണ് പ്രാർത്ഥിച്ച് ഞങ്ങൾക്ക് ഇവിടെ ഒരു ഹിന്ദി ആരാധന തുടങ്ങുന്നത്. ഞാൻ മാമൻ PC മാമൻ എന്ന് പറയുന്ന പാസ്റ്റർ ചർച്ചിൽ അസോസിയേറ്റ് പാസ്റ്ററായിട്ട് ചില വർഷങ്ങളൊക്കെ ചെയ്തു. അതിനുശേഷമായിട്ട് സ്വതന്ത്രമായിട്ട് നമുക്ക് ഹിന്ദിക്കാരുടേതായ ഒരു പ്രവർത്തനം ആരംഭിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ അവിടുന്ന് പ്രാർത്ഥിച്ചിറങ്ങിയതാണ്. അങ്ങനെ അതിന് ആരംഭം കുറിക്കാൻ അപ്പച്ചൻ ആ സമയത്തുണ്ടായിരുന്നു. അത് വലിയ സന്തോഷവും അനുഗ്രഹമായിരുന്നു. ദൈവം ആ പ്രവർത്തനത്തെ ഞങ്ങൾക്ക് നന്നായി തുടങ്ങിയെടുക്കുവാനും അതിന് വളർത്തുവാനൊക്കെ ദൈവം ഇടയാക്കി. എൻ്റെ വൈഫ് ഒരു നഴ്സാണ്. ഞാനൊരു ചാപ്ലൈനായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. ഞാൻ ഇവിടുത്തെ ഒരു ബോർഡ് സർട്ടിഫൈഡ് ഒരു ചാപ്ലൈനാണ്. 10-24 വർഷമായിട്ട് ഞാനൊരു ഹോസ്പിറ്റലിലെ പാസ്റ്ററായിട്ട്, ഞാനൊരു സ്റ്റാഫായിട്ട് ചാപ്ലൈനായിട്ട് ഞാൻ വർക്ക് ചെയ്യുകയാണ്. അപ്പോൾ ഞങ്ങളൊരു ഹോസ്പിറ്റലാണ് വർക്ക് ചെയ്യുന്നത്. ഞങ്ങൾക്ക് 2 മക്കളെ തന്നിട്ടുണ്ട്, ഒരു മോനും ഒരു മോൾ. മോനും ഈ പറയുന്ന പോലെ സുവിശേഷ വേലയ്ക്ക് വേണ്ടി പോകാനുള്ള താല്പര്യമായിരുന്നു. 12ാം ക്ലാസ് 11ാം ക്ലാസ്സിലാണ് ഇവിടെ വന്നത്. MDiന് പോകണമെന്ന് പറഞ്ഞ് വലിയ താല്പര്യം. അപ്പോൾ MDiന് പോകണമെങ്കിൽ ഏതെങ്കിലും ബാച്ചിലേഴ്സ് ഡിഗ്രി വേണം, 4 വർഷം പഠിക്കണം. എന്നാൽ ആ ബാച്ചിലേഴ്സ് ഡിഗ്രി അതുകൊണ്ട് MDiന് പോകാനൊക്കത്തുള്ളൂ, തിയോളജിക്ക് പോകാനൊക്കത്തുള്ളൂ. അപ്പോൾ മോൻ എന്ത് ചെയ്തു, BSc നഴ്സിംഗ് പഠിച്ചു. അപ്പോൾ ഒരു ബാച്ചിലേഴ്സ് ഡിഗ്രിയായി ഒരു ലൈസൻസുമായി വർക്ക് ചെയ്യാൻ. അങ്ങനെ മോന് ആ ഡിഗ്രി എടുത്തു. അതിൻ്റെ പാസ്സായ ഉടനെ മോൻ ബൈബിൾ കോളേജിൽ പോയി 4 വർഷം MDiന് പഠിച്ചു, റെഗുലർ സ്റ്റുഡൻ്റായിട്ട്. അപ്പോൾ അതിനിടയ്ക്ക് നഴ്സിംഗും, ആദ്യം നഴ്സിംഗിന് അഡ്മിഷൻ കിട്ടി. നഴ്സിംഗിന് 4 വർഷം പഠിച്ചു. അത് പഠിച്ചു കഴിഞ്ഞപ്പോൾ പാസ്സായ ഉടനെ MDiന് അഡ്മിഷൻ എടുത്ത് MDiന് പഠിച്ചു. അതിനുശേഷം പിന്നെ ഒരു MA കൾച്ചറൽ തിയോളജിയിൽ അതും പഠിച്ചു. അതിനുശേഷം ഡോക്ടറേറ്റ് എടുത്തു തിയോളജിയിൽ. അങ്ങനെ അപ്പം നഴ്സിംഗ് റിസൈൻ ചെയ്തിട്ട് ഞാൻ പഠിച്ചതുപോലെ ചാപ്ലൻസി ട്രെയിനിങ് എടുത്തു. അതുകൊണ്ട് ഇപ്പോൾ ഒരു ഫുൾ ടൈം ചാപ്ലനായിട്ട് എന്നെ പോലെ വേറൊരു ഹോസ്പിറ്റലിൽ പാസ്റ്ററൽ കെയർ കൊടുക്കുന്ന ഒരു സ്ഥിതി. മോൻ്റെ വൈഫ് ഒരു നഴ്സാണ്. പുള്ളിക്കാരത്തി ഇപ്പോൾ ഒരു നഴ്സ് പ്രാക്ടീഷണറാണ്. പുള്ളിക്കാരത്തി DNP എന്ന് പറയുന്ന ഡോക്ടറേറ്റ് ഇൻ നഴ്സ് പ്രാക്ടീഷണറൊക്കെ എടുത്ത പുള്ളിക്കാരത്തിയും അങ്ങനെ ഒരു ഡോക്ടറേറ്റ് ലെവലിൽ പുള്ളിക്കാരത്തിയുമായി. മോള് അവൾ MSc നഴ്സിംഗ് കഴിഞ്ഞതാണ്. അവളുടെ ഹസ്ബൻഡ് ഒരു ഡോക്ടറാണ്. അവരും അറ്റ്ലാന്റയിലായിരിക്കുന്നു. മോന് കുടുംബം ഇവിടെ ഉണ്ട്, ഇവിടെ അടുത്താണ് താമസിക്കുന്നത്. ഇവിടെ മോള് അറ്റ്ലാന്റയിൽ താമസിക്കുന്നത്. ഇത് ഞങ്ങളുടെ ജീവിതാവസ്ഥകൾ. ഇനി ഞാൻ മോനെ കുറിച്ച് ഒരു കാര്യം കൊണ്ടൊന്ന് പറഞ്ഞിട്ട് ഞാൻ അവസാനിപ്പിക്കാം. ഞങ്ങളുടെ മോനും മോളും വിവാഹം കഴിഞ്ഞിട്ട് ഗ്രറ്റ എന്നാണ് മരുമകളുടെ പേര്. അവർക്ക് 7 വർഷം കുഞ്ഞുങ്ങളില്ലാതിരുന്നു. 7 വർഷം കുഞ്ഞുങ്ങളില്ലാതിരുന്നിട്ട് അവർ ഇൻഫെർട്ടിലിറ്റി ട്രീറ്റ്മെൻറ്റിന് അവർ പോയി. ഇവിടുത്തെ ഷിക്കാഗോയിലെ ഏറ്റവും വലിയ ടോപ്പ് ഡോക്ടറാണ്, ഒരു ജൂയിഷ് ഡോക്ടറാണ്. അയാളുടെ അടുത്ത് ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ നടത്തി. അങ്ങനെ ഈ മോന് അവർക്ക് കുഞ്ഞുങ്ങളില്ലാതെ ഡോക്ടറെ അടുത്ത് ട്രീറ്റ്മെൻറ്റ് കാര്യങ്ങളൊക്കെ ചെയ്തു. പക്ഷേ അവസാനമായിട്ട് എല്ലാ ടെസ്റ്റും കാര്യങ്ങളും ഇതെല്ലാം ചെയ്ത് ട്രീറ്റ്മെൻ്റ് എല്ലാം കഴിഞ്ഞ് കഴിഞ്ഞ് ഡോക്ടറെ അടുത്ത് വിളിച്ചിട്ട് പറഞ്ഞു, ഇവർ രണ്ടുപേരും അടുത്ത് വിളിച്ചിട്ട് പറഞ്ഞു, നിങ്ങൾക്ക് ഒരിക്കലും കുഞ്ഞുങ്ങളുണ്ടാവത്തില്ല, 0% ചാൻസസേ ഉള്ളൂ എന്ന് പറഞ്ഞു. ഇവർ രണ്ടുപേരും ശക്തമായിട്ട് ഈ പട്ടണത്തിൽ യൂത്തിൻ്റെ ഇടയിൽ പ്രവർത്തിക്കുന്ന നല്ല പ്രവർത്തകരാണ് അവർ. അവർക്ക് ഇമ്മീഡിയറ്റ്ലി അവർ ഒത്തിരി ടിയർഫുൾ ആയിരുന്നു, വളരെ ഇമോഷണലായി തീർന്നു. അവർ ദൈവത്തോട് ചോദിക്കും, എന്തുകൊണ്ട് ഞങ്ങൾക്ക് ഇങ്ങനെ എന്നുള്ള രീതിയിലുള്ളതായ കാര്യങ്ങളൊക്കെ ആയി. അവർ വളരെ വിഷമിച്ച് വീട്ടിൽ വന്നു, ഞങ്ങളുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഞങ്ങളെല്ലാം വളരെ സങ്കടത്തിലായി. അതിനു മുമ്പൊക്കെ പ്രാർത്ഥിക്കുന്നുണ്ട്. എന്തെങ്കിലും തന്നെയും അന്ന് മുതൽ അവർ പറഞ്ഞു, ഇഫ് അറ്റ് ഓൾ വി ഹാവ് എ ബേബി ദാറ്റ് ഷുഡ് ബി നാച്ചുറൽ, നോട്ട് ത്രൂ എനി മെഡിക്കേഷൻസ്. ഒരിക്കലും മെഡിക്കേഷൻസ് ത്രൂ ഒരു കുഞ്ഞ് ഞങ്ങൾക്ക് വേണ്ട, ദൈവം ഞങ്ങൾക്ക് ഒരെണ്ണം തരുന്നെങ്കിൽ നാച്ചുറലായിട്ട് മതി എന്നുള്ളൊരു തീരുമാനത്തോടു കൂടി ദൈവത്തിനെ സമർപ്പിച്ച് പ്രാർത്ഥിച്ചു. ലോങ് സ്റ്റോറി ഷോർട്ടായിട്ട് ഞാനങ്ങ് പറയുക. കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ ഇവിടെ ഞങ്ങൾക്ക് ഈ പട്ടണത്തിലെ ഷിക്കാഗോ പട്ടണത്തിലെ ഫെലോഷിപ്പ് ഓഫ് ദി പെൻറ്റിക്കോസ്റ്റൽ ചർച്ചസ് ഇൻ ഷിക്കാഗോ എന്ന് പറയുന്ന ഒരു അസോസിയേഷൻ, 16 പെൻറ്റിക്കോസ്റ്റൽ മലയാളി പെൻറ്റിക്കോസ്റ്റൽ ചർച്ചാണ് ഈ പട്ടണത്തിലുള്ളത്. അതിൻ്റെ കോർഡിനേറ്ററായിട്ടാണ് ഞാൻ വർക്ക് ചെയ്യുന്നത്. ഞാൻ ഏറെ വർഷങ്ങളായിട്ട് ഞാൻ എൻ്റെ ചുമതല, ഈ വർഷവും കഴിഞ്ഞ വർഷമൊക്കെ ഞാനാണ് എൻ്റെ ചുമതല വഹിക്കുന്നത്. അപ്പോൾ ഇവിടെ ഉള്ള ഒരു പ്രവർത്തി എല്ലാ മാസത്തിൻ്റെ 3-ാമത്തെ ആഴ്ച എല്ലാ ചർച്ചകളും കൂടെയുള്ള ഒരു മാസയോഗമുണ്ട്. വർഷത്തിൽ 2 പ്രാവശ്യവും എല്ലാ ചർച്ചകളും കൂടെയുള്ള കമ്പൈൻഡ് ആരാധനയുണ്ട്. ഇനി അടുത്ത ആഴ്ച നടക്കാൻ പോകുന്നു. അപ്പോൾ
അതുപോലെ തന്നെ എല്ലാ മാസത്തിൻ്റെ ആദ്യത്തെ ചൊവ്വാഴ്ച വൈകിട്ട് ഈ പട്ടണത്തിലുള്ള എല്ലാ സീനിയർ പാസ്റ്റർമാരും അസോസിയേറ്റ് പാസ്റ്റേഴ്സും പാസ്റ്റേഴ്സായിട്ടുള്ളവർ എല്ലാവരും അവരുടെ ഭാര്യമാരും പാസ്റ്റേഴ്സ് ആൻഡ് സ്പൗസസ് ഒരു പ്രയർ മീറ്റിംഗ് എല്ലാ മാസത്തിൻ്റെ ആദ്യത്തെ ചൊവ്വാഴ്ച ഏതെങ്കിലും ഒരു പാസ്റ്ററുടെ വീട്ടിൽ വെച്ച് നടക്കും. അപ്പം ഞങ്ങളുടെ വീട്ടിൽ ബേസ്മെൻ്റുണ്ട്. ഒരു പ്രാവശ്യം ചില വർഷങ്ങൾക്ക് മുമ്പ് ബേസ്മെൻറ്റിൽ ഇതേപോലെ പ്രാർത്ഥന നടന്നുകൊണ്ടിരിക്കുക. എല്ലാ പാസ്റ്റർമാരും ഭാര്യമാരും മാത്രം എഴുതി ഈ പട്ടണത്തിലുള്ള ദേവദാസന്മാരെല്ലാം. അപ്പം എനിക്ക് സാക്ഷ്യത്തിന് സമയം തന്നു. ഞാൻ സാക്ഷ്യം പറയുന്നതിനേക്കാൾ മുമ്പ് മോൻ എന്നോട് പറഞ്ഞു, ഞാൻ പറയട്ടെ. ഞാൻ പറഞ്ഞു, പറ. മോൻ എഴുന്നേറ്റ് പറഞ്ഞു, ഞങ്ങൾക്ക് 7 വർഷമായ കുഞ്ഞുങ്ങളില്ല, എല്ലാവരും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. അന്ന് ലീഡ് ചെയ്തുകൊണ്ടിരുന്ന ജോർജ് കെ സ്റ്റീഫൻസൺ പാസ്റ്ററും മറ്റുള്ള പാസ്റ്റർ ദേവദാസന്മാർ സീനിയർ പാസ്റ്ററും അവർ പറഞ്ഞു, മക്കൾ ഇങ്ങോട്ട് വന്നേ എന്നും പറഞ്ഞ് മോനെ വിൽസനെയും ഗ്രറ്റയും മുന്നോട്ട് വിളിച്ച് മുട്ടുമടക്കാൻ പറഞ്ഞു. അവർ രണ്ടും മുട്ടുമടക്കി പ്രാർത്ഥിച്ചു. എല്ലാ ദേവദാസന്മാരും കൈ ഉയർത്തി കൈവച്ച് അങ്ങ് പ്രാർത്ഥിച്ചു. ലോങ് സ്റ്റോറി ഷോർട്ടായിട്ട് ഞാൻ പറയുക, അടുത്ത വർഷം ഇതേപോലെ ഞങ്ങളുടെ വീട്ടിൽ വെച്ച് നടന്ന ഒരു പാസ്റ്റേഴ്സ് മീറ്റിംഗ് ഇതേപോലെ വന്നപ്പോൾ മോനും വൈഫും കൂടെ എഴുന്നേറ്റ് പറഞ്ഞു, ഗ്രറ്റ ഈസ് പ്രഗ്നൻറ്റ് എന്നും പറഞ്ഞിട്ടുള്ളൊരു സാക്ഷ്യമായിട്ട് ദേവസ്വം നിന്നിപ്പാനിടയായി. അതിന് ശേഷം 3-ാം വർഷം ഇതുപോലെ ഞങ്ങളുടെ വീട്ടിൽ ഇതേപോലെ ബേസ്മെൻറ്റിൽ പാസ്റ്റേഴ്സ് സ്പൗസസ് പ്രയർ നടത്തുന്ന സമയത്ത് അവരൊരു കൈക്കുഞ്ഞുമായിട്ട് നിന്ന് ദൈവത്തെ മഹത്വപ്പെടുന്നത്. ഞാൻ പറഞ്ഞത് ഈ പ്രാർത്ഥന അതുപോലെ തന്നെ ഞങ്ങളെ സ്നേഹിക്കുകയും ഒരുപാട് പേര്, ഞാൻ അതൊരു കാര്യം ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. നമ്മുടെ ജീവിതത്തിൽ ഏതെങ്കിലും ഒരു പ്രയാസമോ പ്രശ്നങ്ങളോ ഉണ്ടെങ്കിൽ പലപ്പോഴും നമ്മൾ മറ്റുള്ളവരൊക്കെ എന്തിനെ അറിയിക്കുന്നതായിട്ട് മറ്റുള്ളവരെന്തോ എന്ന് ചിന്തിക്കുന്നത്. പക്ഷെ ഞാനും എൻ്റെ മോനും ഞങ്ങൾക്ക് പറയാനുള്ളത്, ഏത് പ്രതിസന്ധി ആയിക്കോട്ടെ നമ്മളോ പ്രാർത്ഥിക്കണം, നമ്മളോട് ചേർന്ന് ദൈവസന്നിധി ഇടിവിൽ നിൽപ്പാൻ അതിന് സന്നദ്ധരായിട്ടുള്ള, അതിന് താല്പര്യമുള്ള, അതിന് അർഹരായിട്ടുള്ള ആളുകൾ ആരൊക്കെ ഉണ്ടോ അവരെ കണ്ടുപിടിച്ചോണം. വി നീഡ് എ ഫെൻസിങ്. നമുക്കൊരു ഫെൻസിങ് എപ്പോഴും ആവശ്യമാണ്. നമ്മളോട് ചേർന്ന് നിന്ന് പ്രാർത്ഥിക്കാൻ ചിലരൊക്കെ കണ്ടെത്തുന്നുള്ളത് വളരെ ഈ കാര്യം മറച്ചു വയ്ക്കുക. എല്ലാവരോടും പറഞ്ഞു, ഞങ്ങൾക്കൊരു കുഞ്ഞിനെ വേണം, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത്. ആ വിഷയം എല്ലാവരും പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ഈ ദേവദാസന്മാരൻ പ്രാർത്ഥിച്ചു, അനേക ദൈവമക്കളെ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. കുറച്ച് കഴിഞ്ഞപ്പോൾ ഈ ഒരു കുഞ്ഞ്, അപ്പോൾ അവർ ഇവിടെ അറിയാമല്ലോ, 5-6 മാസം അറിയുമ്പോൾ അവർക്ക് സെക്സ് അറിയാം. ഒരു ആൺകുഞ്ഞാന്ന് അറിഞ്ഞു. ആ കുഞ്ഞിനെ എലൈജ എന്ന് പേരിട്ടു. അപ്പോൾ ആ കുഞ്ഞിനെ കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി സമർപ്പിച്ചു. അപ്പച്ചൻ്റെ അപ്പച്ചൻ, ഞങ്ങളുടെ ചേത്തക്കൽ കിവർച്ചൻ അപ്പച്ചൻ സുശേഷ വേലയിൽ ആയിരുന്നു. ഈ അപ്പച്ചൻ സുശേഷ വേലയിലാണ്. കർത്താവ് എന്നെയും എൻ്റെ ജ്യേഷ്ഠനെയും കർത്താവിൻ്റെ മുഖത്തോട് ശുശ്രൂഷിക്കേണ്ടി വേർതിരിച്ചു. എനിക്ക് ഒരു മോനെ തന്നിട്ടുണ്ട്, വിൽസൺ. അവൻ മോന് ഒരു ഓർഡൈൻ മിനിസ്റ്ററാണ്, പാസ്റ്റർ വിൽസൺ എബ്രഹാം. ഇനി 5ാമത്തെ ഒരു തലമുറ വരുന്നു. ആ കുഞ്ഞിനെയും കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി 5ാം തലമുറയും ഈ അപ്പച്ചൻ അതിന് സാക്ഷിയാണ്. എപ്പോഴും എല്ലാ സൺഡേ അപ്പച്ചൻ എഴുന്നേറ്റതിൽ ഒരു സാക്ഷിയേ ഉള്ളൂ, എനിക്ക് 4 തലമുറകളോടൊപ്പം ഒരുമിച്ച് ദൈവത്തെ സ്തുതിപ്പാൻ ദൈവം ഇടയാക്കുന്നല്ലോ. ഞാൻ വി ആർ നോട്ട് ബ്രാഗിങ് കൊണ്ട് അഹങ്കരിക്കല്ല, ദൈവത്തിന് നന്ദി കരയറ്റുകയാണ്. ദൈവത്രയും നന്മ കർത്താവിന് വേണ്ടി ഇറങ്ങി തിരിച്ചുകൊണ്ട് ദൈവത്തെ മാനിക്കുന്നല്ലോ എന്നുള്ള ആ സന്തോഷം കൊണ്ട് പറഞ്ഞു പോവുകയാണ്. പലപ്പോഴും ചിന്തിക്കും, നമ്മളെപ്പോഴും കുടുംബത്തിൻ്റെ ശ്രേഷ്ഠത പറയാറുണ്ട്, അതുകൊണ്ട് അതൊക്കെ ആളുകൾ പറയാറുണ്ടല്ലോ, അങ്ങനെ തെറ്റിദ്ധരിക്കരുത്. ഞാൻ എൻ്റെ ഹൃദയത്തിൻ്റെ ആ നന്ദിയും കൊണ്ട് ഞാൻ പറയുകയാണ്. ദൈവം യോഗ്യരല്ലാതിരുന്ന ഞങ്ങളെയും എൻ്റെ വലിയപ്പച്ചനെയും അല്ലെ എൻ്റെ അപ്പച്ചനെയും ഒക്കെ മാനിച്ചുകൊണ്ട് ഞങ്ങളെ ദൈവം ഈ രീതിയിലൊക്കെ നടത്തി കൊണ്ടുവന്നല്ലോ എന്നോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. ഇനി ഞാൻ പറഞ്ഞു തരട്ടെ, അതിനുശേഷം 18 മാസം കഴിഞ്ഞപ്പോൾ, 1.5 വർഷം കഴിഞ്ഞപ്പോൾ വേറൊരു കുഞ്ഞും കൂടെ, ആ കുഞ്ഞിനെ പോൾ എന്ന് പേരിട്ട് ആ 2 കുഞ്ഞുങ്ങളൂടെ ഉണ്ട്. അതിനുശേഷമായിട്ട് ഇപ്പോൾ 5 വർഷം കഴിഞ്ഞു. ഇപ്പോൾ എൻ്റെ കഴിഞ്ഞ മാസം, ഇന്നിപ്പം കൃത്യം 1 മാസം മുമ്പ് ഒരു കുഞ്ഞും കൂടെ, 3ാമതൊരു കുഞ്ഞും കൂടെ, ഒരു ആൺകുഞ്ഞ് ദൈവം തന്നു. അവന് ജോസഫ് എന്ന് പേര് ഇട്ടുകൊണ്ട് അങ്ങനെ എലൈജ, പോൾ ആൻഡ് ജോസഫ് എന്ന് പറഞ്ഞ 3 കുഞ്ഞുങ്ങളെ ദൈവം അവർക്ക് നൽകി. ഇവരെ രണ്ടുപേരും ജീവിക്കുന്ന സാക്ഷികളാണ്. ഞാൻ പലപ്പോഴും ഞാനിപ്പോൾ പറയാറുണ്ട്, നമ്മൾ പാസ്റ്റർമാരാണ്, നമ്മൾ മറ്റുള്ളവരോട് പറയുമ്പോൾ നമ്മുടെ അനുഭവങ്ങൾ പക്ഷേ നമ്മൾ പ്രസംഗിക്കുന്നുണ്ട്, നമ്മൾ പഠിപ്പിക്കാറുണ്ട്. പക്ഷേ ഞാൻ കരുതുന്ന ഒരു കാര്യം, പലപ്പോഴും ഞാനും ചോദിക്കാറുണ്ട്, ദൈവമേ എന്തിനാ ഈ 7 വർഷം ഇങ്ങനെ ഒരു ഗ്യാപ്പ് വന്നു പോയെ അറിയത്തില്ല. പക്ഷേ ദൈവത്തിന് അതിൻ്റെ പുറകിൽ ഒരു ഉദ്ദേശം ഉണ്ടായിരുന്നതിന് യാതൊരു സംശയമില്ല. ഇന്ന് നമ്മളെക്കാളും, എന്നേക്കാളും എൻ്റെ പിതാവിനേക്കാളും ശക്തമായിട്ട് അവർക്ക് പറയാം. അവർ എത്രയോ വീഡിയോകൾ ഇറക്കി, എത്രയോ കുഞ്ഞുങ്ങളില്ലാത്ത മക്കൾക്ക് അയച്ചു കൊടുക്കുന്നു, എത്രയോ പേര് പ്രാർത്ഥിക്കാൻ വേണ്ടി ഇവരോടൊപ്പം മുട്ടുമടക്കുന്നു. മോൻ പറയുന്നൊരു കാര്യമാണ്, ഞങ്ങൾക്ക് വേണ്ടി ദൈവം ഇത് പ്രവർത്തിച്ചെങ്കിൽ തീർച്ചയായിട്ടും ഈ ദൈവത്തിന് നിങ്ങൾക്ക് വേണ്ടിയും പ്രവർത്തിക്കാൻ സാധിക്കും എന്നുള്ള ഒരു ബോധ്യമാണ് അവരുടെ ഹൃദയങ്ങളിൽ പകർന്നു ആഗ്രഹിക്കുന്നത്. അതുപോലെ തന്നെ ഇപ്പോൾ ഈ കുഞ്ഞുണ്ടായപ്പോൾ, ഇപ്പോൾ ഈ 3ാമത്തെ കുഞ്ഞുണ്ടായപ്പോൾ 3 മാസം 4 മാസമായപ്പോൾ ജനറ്റിക് ടെസ്റ്റ് നടത്തും. ഇവിടുത്തെ ഈ ഷിക്കാഗോയിലെ വലിയ ഡോക്ടർമാരാണ്. ഇവിടെ അതിൻ്റെ റിസൾട്ട് വന്നപ്പോൾ ഈ ഹസ്ബൻഡ് വൈഫിനെയും കൂടെ വിളിച്ചിരുത്തിക്കൊണ്ട് അവർ പറഞ്ഞു, ഇറ്റ് ഈസ് സം ഒരു ബാഡ് റിപ്പോർട്ടാണുള്ളത്. കുഞ്ഞിന് എന്തോ അതിന് പറയുന്നത്, ഇച്ചിരി ഡിഫോർമിറ്റി ഉണ്ടാകും.
അതിന് സാധ്യതയുണ്ട്. അതുകൊണ്ട് ഈ കുഞ്ഞിനെ വി ഡോണ്ട് റെക്കമെൻഡ്, ഞങ്ങൾ റെക്കമെൻഡ് ചെയ്യുന്നില്ല കുഞ്ഞ് ജനിക്കണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല. ഇല്ലിനോയ് സ്റ്റേറ്റിലെ ഗവൺമെൻറ് ഇത് അനുവദിക്കുന്നുണ്ട്, അബോർഷൻ അലോ ചെയ്യുന്നുണ്ട്. സോ യു ഷുഡ് ഗോ ഫോർ എൻ അബോർഷൻ എന്ന് ഡോക്ടർമാർ ശക്തമായിട്ട് പറഞ്ഞു. 1 മണിക്കൂറോളം ഇവർ രണ്ടുപേരെ ഇരുത്തിക്കൊണ്ട് അവർ പറഞ്ഞത് ലോകത്തിലുള്ള കുഞ്ഞുങ്ങളിൽ 3% കുഞ്ഞുങ്ങളിലുണ്ടാവുന്ന ഒരു പ്രശ്നമാണ് ഈ കുഞ്ഞിലുള്ളതെന്നാണ് പറഞ്ഞത്. അതങ്ങനെ അങ്ങ് സമർത്ഥിച്ചങ്ങ് അതങ്ങ് പറഞ്ഞങ്ങ് അവരെ അങ്ങ് ആകെ അവർ ടോട്ടലി അങ്ങ് അങ്ങ് ആകെ ഇതായിപ്പോയി. ഇതെല്ലാം പറഞ്ഞ് അതിൻ്റെ പ്രശ്നങ്ങളും അതിൻ്റെ കോൺസിക്വൻസും അതിൻ്റെ ഫർദർ എഫക്റ്റുകളും എല്ലാം അങ്ങ് പറഞ്ഞു. അവർ വളരെ നിരാശരായെങ്കിൽ തന്നെയും അവരോട് പറഞ്ഞു, നിങ്ങൾ തീരുമാനിക്കണം, ഇതർ യു ക്യാൻ അബോട്ട് അല്ലെങ്കിൽ ഇത് ഡിസ്കണ്ടിന്യൂ ടെർമിനേറ്റ് ചെയ്യാം, ഇല്ലെങ്കിൽ യു ക്യാൻ കണ്ടിന്യൂ വാട്ട് എവർ. ഇവർ രണ്ടുപേരും കൂടെ കരങ്ങൾ പുറത്ത് പിടിച്ച് അവർ ദിവസം പ്രാർത്ഥിച്ചു. അവർ പറഞ്ഞു, ആ ഡോക്ടറോട് തന്നെ പറഞ്ഞു, ഞങ്ങളുടെ ജീവിതത്തിൽ വേറൊരു അനുഭവം ഞങ്ങൾക്കുണ്ട്, ഞങ്ങൾക്ക് ഒരിക്കലും കുഞ്ഞുങ്ങളുണ്ടാവത്തില്ലെന്ന് ഞങ്ങൾക്ക് എഴുതി തന്ന ഒരു ഡോക്ടർ ഞങ്ങൾക്ക് ഈ പട്ടണത്തിലുണ്ട്. നെവർ ഇറ്റ് വിൽ ഹാപ്പൻ, 0% ചാൻസസ് എന്നാണ് പറഞ്ഞ്. എന്നാൽ ദൈവം ഞങ്ങളോട് മനസ്സലിഞ്ഞ് ഞങ്ങളുടെ പ്രാർത്ഥന കേട്ട് ഞങ്ങളുടെ കണ്ണുനീര് കണ്ട് ഞങ്ങൾക്ക് കുഞ്ഞുങ്ങളെ 1-2 കുഞ്ഞിനെ തന്നിട്ടുണ്ട്. ഇത് 3ാമത്തെ കുഞ്ഞാണ് ദൈവം തന്നിരിക്കുന്നത്. ഈ കുഞ്ഞിനെ ടെർമിനേറ്റ് ചെയ്യാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല. വി വിൽ കണ്ടിന്യൂ വിത്ത് ദ പ്രഗ്നൻസി എന്ന് അവർ ശക്തമായിട്ട് പറയാൻ തക്കുന്നുണ്ടായി. അന്നൊരു വെള്ളിയാഴ്ചയായിരുന്നു. അന്ന് മോൻ്റെ വീട്ടിലൊരു പ്രാർത്ഥന നടക്കുക. ആ പ്രാർത്ഥനയിൽ ഞാനാണ് ലീഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞാൻ വചനം സംസാരിക്കാൻ വേണ്ടി ഞാൻ എഴുന്നേക്കാൻ പോവാം. ആ സമയത്ത് മോനോട് സാക്ഷ്യം പറയും. ഇവർ രണ്ടുപേരും കൂടെ കണ്ണുനീര് പൊഴിച്ചുകൊണ്ട് ഈ സാക്ഷ്യം പറഞ്ഞു, ഡോക്ടർമാർ ഇങ്ങനെ പറഞ്ഞു, ദൈവമക്കളെല്ലാം ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞിട്ട്. ഞാനന്ന് വചനം സംസാരിക്കാൻ ഇരിക്കുമായിരുന്നു. 2-3 വാക്യങ്ങൾ വായിച്ചു. ഞാൻ പറഞ്ഞു, നമുക്ക് എല്ലാവർക്കും എഴുന്നേറ്റ് നിൽക്കാം. കുഞ്ഞുങ്ങൾ പറഞ്ഞ വിഷയം കേട്ടല്ലോ, നമുക്ക് ആരുമില്ല സഹായത്തിന്, ഡോക്ടേഴ്സ് കൈവടിഞ്ഞിരിക്കുക, നമുക്ക് പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞിട്ട് എല്ലാവരും അന്ന് പ്രസംഗിച്ചൊന്നുമില്ല, എല്ലാവരും കൂടെ വാവിട്ട് കരഞ്ഞ് ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചു. അതിൻ്റെ 1 മാസം കഴിഞ്ഞിട്ട് ഡോക്ടേഴ്സ് വീണ്ടും ടെസ്റ്റുകൾ നടത്തി. അവർക്ക് തന്നെ അത്ഭുതം എന്ന രീതിയിൽ അവർ പറഞ്ഞു, ദിസ് ലുക്സ് ഓക്കെ, ദിസ് ലുക്സ് ഓക്കെ. 1 by 1 2-3-4 ടെസ്റ്റുകൾ അതിന് ശേഷം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ അതിനകത്ത് അത് വേറൊരു ടീമാണ്, ടീം ഓഫ് ഡോക്ടേഴ്സാണ്. അത് അമേരിക്കയിൽ ഒരു സ്ഥലത്ത് മാത്രമേ ഈ ടെസ്റ്റ് ചെയ്യത്തുള്ളൂ. അവിടുന്ന് വന്ന റിപ്പോർട്ടാണ്. എന്നിട്ട് ഈ ഡോക്ടേഴ്സ് 1 by 1 സെഡ്, നൗ ഐ ഡോണ്ട് നീഡ് ദിസ്, ഐ എം സൈനിങ് ഔട്ട്, ഞാൻ അതിന് ഇനി മാറുകയാണെന്ന് പറഞ്ഞിട്ട് അവർ ഓരോരുത്തരും അവരെല്ലാം, കാരണം ഞങ്ങൾ ഇനി ആവശ്യമില്ല, ഇനി ലോക്കൽ ടീം തന്നെ ടേക്ക് കെയർ ചെയ്യട്ടെ, കാരണം കുഞ്ഞ് എവറിത്തിങ് ഈസ് ഓക്കെ, ടോട്ടലി നോർമൽ എന്നും പറഞ്ഞിട്ട് ഉള്ള റിപ്പോർട്ട് വന്നു. ദൈവജനം ഒരു കാര്യം കേട്ടോണം, അതിനുശേഷം പ്രഗ്നൻസി മുഴുവനായി മാതാപിതാക്കളോടുള്ള ബന്ധത്തിലും ഞങ്ങൾ ഗ്രാൻഡ് പേരൻസൊക്കെ കുഞ്ഞിനെ കാണാം. എന്താ ഞങ്ങൾ കാണാൻ പോകുന്നതെന്നുള്ള ഒരു പക്ഷെ നമ്മൾ മനുഷ്യരല്ലേ, അവിടെ ചെന്ന് നോക്കിപ്പോ കുഞ്ഞിന് ചെവിയുണ്ടോ, മൂക്കുണ്ടോ, കൈ പൂർണ്ണമായി അബ്സല്യൂട്ട്ലി 100% നോർമലായ നല്ലൊരു കുഞ്ഞിനെ ദൈവം ഞങ്ങൾക്ക് ദാനമായി നൽകി തന്നു. അതിനുശേഷമായിട്ട് ഇപ്പോൾ കഴിഞ്ഞ ആഴ്ച 70 ടെസ്റ്റുകൾ കണ്ട് അവർക്ക് ബ്ലഡ് ടെസ്റ്റുകൾ കണ്ട് നടത്തി. ഇങ്ങനെയുള്ള കുഞ്ഞുങ്ങൾക്ക് പ്രത്യേക ടെസ്റ്റുകൾ നടത്തണം, എന്തെങ്കിലും അബ്നോർമാലിറ്റി ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടി. ആ റിപ്പോർട്ടുകളെല്ലാം ഇപ്പോൾ വന്നു, എല്ലാം നോർമലായിട്ടുള്ള റിപ്പോർട്ട്. അപ്പം ഞാൻ വിചാരിക്കുമായിരുന്നു, അപ്പം എന്നോട് കേട്ട ദേവദാസൻ പരക്കത പറഞ്ഞു, ഈ കുഞ്ഞിനെ കൊണ്ട് ദൈവം വലിയ പ്രവൃത്തി ചെയ്തെടുക്കുന്നുള്ള അവനെ തട്ടിക്കളയാൻ, ആ കുഞ്ഞിനെ ഇല്ലാതാക്കി കളയാൻ, ഗർഭത്തിൽ തന്നെ അവനെ അതിന് ശേഷം ഉണ്ടായ ഒരു കാര്യം കൂടെ. ഈ കുഞ്ഞ് പ്രസവിച്ചു 3-ാം ദിവസം വീട്ടിൽ വന്നു, 2-ാം ദിവസം വീട്ടിൽ വന്നു ബുധനാഴ്ച പ്രസവിച്ചു, വെള്ളിയാഴ്ച വൈകിട്ട് വീട്ടിൽ വന്നു. ശനിയാഴ്ച ഒരു ദിവസം കഴിഞ്ഞപ്പോൾ സിസേറിയനായിരുന്നു. ഞായറാഴ്ച രാവിലെ ഈ കുഞ്ഞുമായിട്ട് ഈ അമ്മയും മോനും കൂടെ ചർച്ച വന്നു. ഞങ്ങൾ പറഞ്ഞു, വാട്ട്, ഡോണ്ട് ഡു ദാറ്റ് എന്ന് പറഞ്ഞപ്പം മോൻ പറഞ്ഞു, ഇല്ല ഗ്രേറ്റ പറയുന്നു, വി ക്യാൻ ഗോ ടു ചർച്ച് എന്ന് പറഞ്ഞു. ഒരു ദിവസമായ ഇങ്ങോട്ട് അവർ ചർച്ച വന്നു, അവൾ സാക്ഷ്യം പറഞ്ഞു. ഇത് കഴിഞ്ഞപ്പോൾ അവൾക്ക് വലിയ റാഷസ് ഒക്കെ ഉണ്ടായി, വയറിൻ്റെ അവിടെ വലിയ പ്രശ്നം.
വലിയ പ്രയാസം എന്ന് പറഞ്ഞാൽ ഭയങ്കര പ്രസവവേദനയേക്കാളും വേദന ഉണ്ടാകുന്ന ഒരു അവസ്ഥയ്ക്കായി വലിയ സങ്കടമായിപ്പോയി. എന്തോ ചെയ്യുന്നത്, പിന്നെ ഡോക്ടറെ അടുത്ത് പോയി പല പ്രാവശ്യം പോകേണ്ട വന്നു. അപ്പോൾ ഡോക്ടേഴ്സ് ഒരു വലിയൊരു മരുന്ന് അതങ്ങോട്ടൊക്കെ പറഞ്ഞു. അത് അവൾ കഴിച്ചില്ല. അവൾ പറയുന്നത് അത് കൊടുത്തു കഴിഞ്ഞാൽ ബ്രസ്റ്റ് ഫീഡിങ് ചെയ്യാൻ പറ്റത്തില്ലല്ലോ എന്ന് പറഞ്ഞ്. അപ്പോൾ അത് സഹിച്ചു. പിന്നെ അവൾ കഴിഞ്ഞതിന് മുമ്പത്തെ ആഴ്ച ഒരു സാക്ഷ്യം പറയുമായിരുന്നു, ആ മരുന്നും വെച്ചോണ്ട് ആ കുഞ്ഞ് ഗ്രറ്റ പ്രാർത്ഥിക്കും, ദൈവമേ ഇത് എടുക്കാനിടയാകല്ലേ, അതിന് പകരമായിട്ട് വേറെ മരുന്ന് അങ്ങോട്ട് കൊടുത്തിട്ടുണ്ട്, അത് കഴിച്ചാൽ മതി, അതുകൊണ്ട് എന്നെ സുഖമാക്കണേ എന്നും പറഞ്ഞിട്ട് ദൈവത്തോട് പ്രാർത്ഥിച്ചു ഇത് എടുക്കാനിടയാണ്. കാരണം ഇത് എടുത്തു കഴിഞ്ഞാൽ കുഞ്ഞിന് ഇനി കുറേ നാളത്തെ തന്നെ ബ്രസ്റ്റ് ഫീഡിങ് ചെയ്യാനൊക്കത്തില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു, ഒരു ദേവദാസന്മാർ ആരങ്ങടൊക്കെ. അപ്പോൾ കുഞ്ഞിനെ ഗർഭത്തിലേ കളയാൻ സാത്താൻ നോക്കി. ഇനി ജനിച്ചു കളഞ്ഞിട്ടും അതിനെ മുലകൊടി പോലും കൊടുക്കാൻ വയ്യാത്ത രീതിയിൽ അതിനെ തടയാൻ വേണ്ടി അപ്പോൾ ഒരുപാട് തടസ്സങ്ങളുണ്ടായെന്നാണ് ഞാൻ പറഞ്ഞിട്ട് കൊണ്ടത് സാരം. ഏതായാലും ദൈവത്തിൻ്റെ കൃപയാൽ പൂർണ്ണമായിട്ട് അമ്മയും കുഞ്ഞും സൗഖ്യമായിരിക്കുന്നു. അവളിപ്പോൾ റെഗുലറായിട്ട് ഇന്നലെയും ഇവിടെ ഹോളിഡേ ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു. ദൈവം സഹായിച്ചു. അതൊരു വേറൊരു സാക്ഷ്യത്തിൻ്റെതായ ഒരു ഇത് ഞാൻ ആഡ് ചെയ്തെന്നുള്ളതേ ഉള്ളൂ. അത് പറയാതിരിക്കുന്നത് എങ്ങനെ? അത് പറയാതിരിക്കുന്നത് തെറ്റല്ലേ? ദൈവം ചെയ്ത ഉപകാരങ്ങളെ. അപ്പോൾ ഇതിനെല്ലാം സാക്ഷ്യം വഹിക്കുന്ന അപ്പച്ചനാണ്. ഇന്നലെ അപ്പച്ചന് 1/2 മണിക്കൂർ ആ കുഞ്ഞിനെ കയ്യിലെടുത്ത് വെച്ചുകൊണ്ട് ഇവിടെ ഇരിക്കുന്ന ഒരു വീഡിയോ ഞങ്ങളുടെ കയ്യിലുണ്ട്. 1/2 മണിക്കൂറോളം അപ്പച്ചൻ ഈ കുഞ്ഞിനെ മടി വെച്ചുകൊണ്ടിരിക്കുക. ഞാൻ പറയുന്നത് 4ാമത്തെ തലമുറ. അതിനിടയ്ക്ക് വേറൊരു കാര്യം കൂടെ ഉണ്ട്. കഴിഞ്ഞ ചില മാസങ്ങൾക്ക് മുമ്പ് ഈ കുഞ്ഞുണ്ടാവുന്നേക്കാളും മുമ്പ് നാട്ടിൽ പോയായിരുന്നു. മറ്റേ വിൽസനും മോനും ഗ്രറ്റയും കുഞ്ഞുങ്ങളുമായിട്ട് നാട്ടിൽ പോയത്. അന്ന് ചെന്നപ്പോൾ കുമ്പനാട് ചർച്ചിൽ അവർ അന്ന് എന്താ ഹെബ്രോണിൽ അവർ ആരാധനയ്ക്കായിട്ട് കടന്നുപോയി. അവിടെ കടന്നു പോയപ്പോൾ അന്ന് ആരോടൊന്നും പറഞ്ഞൊന്നുമില്ല. അവിടെ ചെന്നിരുന്ന് കഴിഞ്ഞപ്പോഴാണ് അവരറിഞ്ഞത്, മേജർ ലൂക്കും കാര്യങ്ങളൊക്കെ അവരറിഞ്ഞു. ഇന്നതാണ് ഈ മോനാണ് ചേത്തക്കൽ കീവർത്തിൻ്റെ കൊച്ചുമോനാന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെ പിന്നെയാണ് അറിഞ്ഞത്. എന്നിട്ട് സാക്ഷ്യത്തിന് സമയം കൊടുത്തപ്പോഴത്തേനും പിന്നെ ഇത് അറിഞ്ഞപ്പോൾ പറഞ്ഞു, മോൻ അല്പസമയം വചനത്തിൽ സംസാരിക്കാൻ പറഞ്ഞിട്ട് മോന് വചനം സംസാരിക്കാം. മോന് ഈ ചരിത്ര ഭാഗങ്ങളൊക്കെ അല്പം ഒന്ന് സൂചിപ്പിച്ചു. എൻ്റെ ഗ്രേറ്റ് ഗ്രാൻഡ് ഫാദർ IPC സ്ഥാപകരിൽ ഒരാളായിരുന്നു ഈ എബ്രോൻപുരം, അല്ലെങ്കിൽ ഇവിടെ ഈ പ്രവർത്തനത്തോടുള്ള ബന്ധത്തിൽ ആരംഭത്തിൽ എന്നൊക്കെ പറഞ്ഞു. ഇതെല്ലാം പറഞ്ഞു കഴിഞ്ഞപ്പോൾ അവിടുത്തെ ശുശ്രൂഷിച്ചുകൊണ്ടിരുന്ന ദേവദാസൻ മോൻ്റെ പ്രസംഗം കഴിഞ്ഞപ്പോൾ മോൻ പറഞ്ഞു, മോർണിംഗ് വന്നേ, കുഞ്ഞുങ്ങളെ ഇങ്ങോട്ട് വിളിച്ച്, ഗ്രറ്റ ഇങ്ങോട്ട് വിളിച്ച് എന്നും പറഞ്ഞ് അവരെല്ലാം സ്റ്റേജിലോട്ട് കയറ്റി നിർത്തി. എന്നിട്ട് അവിടുത്തെ ഒരു ഡീക്കൻ ഒരു എൽഡറിനോട് പറഞ്ഞു, ഒരു ദേവദാസനോട് പറഞ്ഞു ഇവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പറഞ്ഞു. സഭയായിട്ട് അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. അപ്പോൾ ആ സംഭവം ഞങ്ങളുടെ കണ്ണുകൊണ്ട് കാഴ്ചയിൽ ഞങ്ങൾക്ക് വന്നപ്പോൾ ഞങ്ങളെ ഓർപ്പിച്ച ഒരു കാര്യം എന്താ അറിയാമോ? അത് ആ ആഴ്ച എന്ന് പറയുന്നത് അവിടുത്തെ ആ ചർച്ചിൻ്റെ 100ാമത്തെ അവർ പുതിയ ചാപ്പൽ ഉണ്ടാക്കിയിട്ടുണ്ട്. 100ാമത്തെ വർഷത്തിൻ്റെ ശതാബ്ദി എന്തോ സെലിബ്രേഷനൊക്കെ ആയിരുന്നു. അപ്പം എൻ്റെ മനസ്സിൽ വന്നൊരു ചിന്ത, ഞാൻ അപ്പച്ചനോട് ആ കാര്യം പറഞ്ഞു. അപ്പച്ച ഒന്ന് ചിന്തിച്ചു നോക്കിക്കുക, ദൈവത്തിൻ്റെ വിശ്വസ്തത. 100 വർഷങ്ങൾക്ക് മുമ്പ് ചേത്തക്കൽക്ക് വിറച്ചാൻ അപ്പച്ചൻ ആ സ്ഥാനത്ത് നിന്നുകൊണ്ട്, അല്ലെങ്കിൽ ആ പ്രസ്ഥാനത്തോടുള്ള ബന്ധത്തിൽ ആരംഭത്തിൽ നിന്ന് അന്ന് ആ ദേവദാസന് സ്വപ്നത്തിൽ പോലും ചിന്തിക്കാൻ പറ്റുമോ എൻ്റെ 1, 2, 3, 4, 5ാമത്തെ ഈ കൊച്ചു കുഞ്ഞുങ്ങൾ, വിൽസൻ്റെ മക്കള് 5ാമത്തെ തലമുറയാണ്. ഈ 5ാമത്തെ തലമുറയും ഈ സ്റ്റേജിൽ വന്ന് ഈ പുസ്തകമായിട്ട് നിൽക്കും എന്നുള്ളത് ആ അപ്പച്ചനെന്ന് സ്വപ്നത്തിൽ പോലും ചിന്തിക്കാൻ പറ്റത്തില്ലായിരുന്നല്ലോ. അപ്പോൾ അന്ന് ദൈവത്തിന് വേണ്ടി, കർത്താവിന് വേണ്ടി ഇറങ്ങിത്തിരിച്ച ആ ദേവദാസനെ മാനിച്ചതായ വിധം 5ാം തലമുറ ആ സ്ഥാനത്ത് വന്ന് നിൽക്കുക. ഞാൻ ഐ എം നോട്ട് ബ്രാഗിങ് ഓൺ, ഞാൻ അഹങ്കരിച്ചുകൊണ്ട് പറയല്ല. ഇതൊക്കെ കാണുമ്പോൾ ഇങ്ങനെയൊക്കെ അതിനെ മനസ്സിലാക്കാൻ ദൈവം നമുക്ക് അവസരം തന്നിരിക്കുമ്പോൾ അതിനെക്കുറിച്ച് പ്രസ്താവിക്കണ്ടേ, ദൈവത്തെ മഹത്വപ്പെടുത്തണ്ടേ? ദൈവത്തിൻ്റെ വിശ്വസ്തയല്ലേ, ദൈവത്തിൻ്റെ കരുണയല്ലേ? ഞാൻ ഒരുപാട് സമയമെടുത്തു, ഞാൻ കൺക്ലൂഡ് ചെയ്യട്ടെ. അങ്ങനെ അമ്മച്ചി കർത്താവിൻ്റെ സന്നിധി ചേർക്കപ്പെട്ടു. അപ്പച്ചൻ ഈ ജനുവരിയിൽ അപ്പച്ചന് 92 വയസ്സാവും. അപ്പച്ചൻ ഇപ്പോൾ ആരോഗ്യത്തോടൊക്കെ ഇരിക്കുന്നു. ക്ഷീണമുണ്ട്, പ്രായത്തിൻ്റെതായ ക്ഷീണം ഉണ്ട്. അപ്പച്ചന് 2016 ഒരു ഓപ്പൺ ഹാർട്ട് സർജറി നടന്നു. ഒരു ഹാർട്ടിൻ്റെതായ ഓപ്പറേഷനും കാര്യങ്ങളും നടന്നു. അത് രാജസ്ഥാനിൽ വെച്ചാണ് ചെയ്തത്. അതിനുശേഷമായിട്ട് അപ്പച്ചന് ഇവിടെ വന്നതിന് ശേഷമായിട്ട് 1-2 പ്രാവശ്യം അപ്പച്ചന് പെട്ടെന്ന് പ്രയാസങ്ങളുണ്ടായി, ഹാർട്ട് അറ്റാക്ക് പോലുള്ള പ്രയാസങ്ങളുണ്ടായി. ഈ കഴിഞ്ഞ മെയിലല്ല, അതിന് മുമ്പത്തെ മെയിൽ അപ്പച്ചന് ഒരു മാസീവ് ഹാർട്ട് അറ്റാക്ക് ഉണ്ടായി. അപ്പച്ചന് ഒരു സ്റ്റെൻഡ് ഇടാൻ ഇടയായി. അങ്ങനെ ഞങ്ങളോടൊപ്പം ഇപ്പോൾ ആയിരിക്കുന്നു. അപ്പച്ചന് അസുഖങ്ങൾ
പലതുണ്ട് എങ്കിൽ തന്നെയും മരുന്നുകളൊക്കെ കഴിക്കുന്നുണ്ട്. പിന്നെ കർത്താവിൻ്റെ കൃപയാൽ എല്ലാവരും പ്രാർത്ഥനയിൽ അപ്പച്ചൻ ആരോഗ്യ ദുർബലത്തോടെ ഇരിക്കുന്നു. ഞങ്ങളോടൊപ്പം എല്ലാ മീറ്റിങ്ങുകൾക്കും വരും. ഈ പട്ടണത്തിൽ എന്തെല്ലാം കൺവെൻഷനോ സ്പെഷ്യൽ ഇവൻറ്റ്സുള്ള എല്ലാം ഞങ്ങളുടെ ഒപ്പം അപ്പച്ചൻ വടിയുണ്ട് കയ്യിൽ, അങ്ങനെ പിടിച്ചുകൊണ്ട് ഞങ്ങളുടെ ഒപ്പം വരും. ഈ പട്ടണത്തിനും ഞങ്ങളുടെ സഭയ്ക്കും ഞങ്ങളുടെ കുടുംബത്തിനും ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്കും കൊച്ചു കുഞ്ഞുങ്ങൾക്കും ഞങ്ങൾക്ക് എല്ലാവർക്കും അപ്പച്ചനൊരു അനുഗ്രഹമായി ഞങ്ങളോടൊപ്പം ആയിരിക്കുന്നത് ഞങ്ങൾക്ക് വലിയ സന്തോഷവും ഞങ്ങളുടെ ജീവിതത്തിൽ വലിയൊരു ഭാഗ്യമായിട്ട് ഞങ്ങൾ കണക്കാക്കുകയാണ്. ഞാൻ ഈ ഞങ്ങളുടെ പുറകിൽ വന്ന് നിൽക്കുന്നത് എൻ്റെ പെങ്ങളാണ്. അപ്പച്ചൻ്റെ അപ്പച്ചന് 3 മക്കളാണ്. മൂത്തത് ജ്യേഷ്ഠൻ പാസ്റ്റർ ബേബി എബ്രഹാം തൃശ്ശൂരിൽ ഒരു കർത്താവിൻ്റെ ശുശ്രൂഷയിലാണ്. ഇത് പെങ്ങള് രണ്ടാമത്. മൂന്നാമത് ഞാൻ. പെങ്ങള് എൻ്റെ അളിയൻ, പെങ്ങളുടെ ഹസ്ബൻഡ് കഴിഞ്ഞ വർഷം കർത്താവിൻ്റെ സന്നിധിയിൽ ചേർക്കപ്പെട്ടു. പെങ്ങള് കളമശ്ശേരിയിൽ ആണ് താമസിക്കുന്നത്. മാമംഗലം ചർച്ച് ഓഫ് ഗോഡിലെ അംഗമാണ്. ഒരു മോനും കുടുംബമുണ്ട്, അവർ ദുബായിൽ ആയിരിക്കുന്നു. മോളും കുടുംബമുണ്ട്, മോള് നേഴ്സാണ്, അവർ ജർമ്മനിയിലായിരിക്കുന്നു. അതൊക്കെയാണ് പെങ്ങളുടെ വിശേഷങ്ങൾ. പെങ്ങള് വിസിറ്റിങ്ങിന് വന്നതാണ്. ചില നാളുകളായിട്ട് ഞങ്ങളോടൊപ്പം ഇവിടെ ഉണ്ട്. പെങ്ങൾക്ക് 9 വയസ്സുള്ള അല്ലെങ്കിൽ 10 വയസ്സുള്ളപ്പോഴാണ് അപ്പച്ചൻ കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി പോയത്. അപ്പോൾ അപ്പച്ചനോട് കൂടെ ഒരുമിച്ച് നിന്നിട്ടുള്ളത് ആ ചെറുപ്പകാലത്ത് 9-10 വയസ്സ് വരെയുള്ള സമയമാണ്. അതിനുശേഷം അപ്പച്ചൻ രാജസ്ഥാനിൽ ശുശ്രൂഷ വരെയുള്ള ബന്ധത്തിൽ പോയി. പിന്നെ 10-18 വയസ്സായപ്പം ചേച്ചിയുടെ വിവാഹം നിർത്താനിടയായി. പിന്നെ അപ്പച്ചൻ വർഷത്തിൽ 1-2 വർഷം കൂടുമ്പം ഒരാഴ്ച തന്നെ 2 ആഴ്ച തന്നെ വന്ന് കാണുന്ന ഒരിതല്ലാതെ കണ്ട് ഈ മകളുമായിട്ട് യാതൊരു കണ്ടിന്യൂറ്റി ഓഫ് ഒരു സ്റ്റേയിങ് ഇല്ലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ ഞങ്ങൾ ആഗ്രഹിച്ചതാണ്, ഏതായാലും ഞാൻ ചേച്ചി എന്നാ പറയുന്നത്, ചേച്ചി നാട്ടിൽ തനിച്ചല്ലേ, അപ്പോൾ മക്കളേതായാലും വിദേശത്താണല്ലോ, അപ്പം ഇങ്ങോട്ട് പോകാൻ കുറച്ച് നാൾ ഇവിടെ ഞങ്ങളോടൊപ്പം അപ്പച്ചനോടൊപ്പം ആയിരിക്കാം. അപ്പോൾ അപ്പച്ചനെ ഇപ്പോൾ കംപ്ലീറ്റ് ശുശ്രൂഷിക്കാൻ ഞങ്ങളോടൊപ്പം എൻ്റെ വൈഫ് മോളിയോടൊപ്പം ഗ്രേസ് ചേച്ചി അവർ രണ്ടുപേരും കൂടെ അപ്പച്ചനെ നല്ലപോലെ ടേക്ക് കെയർ ചെയ്യുകയാണ്. ഇവിടെ മോനും കുടുംബവും ഇവിടെ അടുത്തുകൊണ്ട് എല്ലാവരും കൂടെ അപ്പച്ചനെ ടേക്ക് കെയർ ചെയ്യാൻ നല്ലൊരു അവസരമാക്കി ദൈവം ഞങ്ങൾക്ക് നൽകി തന്നിരിക്കുകയാണ്. ഗ്രേസ് ചേച്ചി ഞങ്ങളോട് ചില ദിവസങ്ങളുണ്ട്. അവരെ ഓർത്തും പ്രാർത്ഥിക്കുക. ഇപ്പോൾ അപ്പച്ചൻ്റെ ജീവിതയാത്രയിലൂടെ അപ്പച്ചൻ ചെയ്തെടുത്ത മിനിസ്ട്രിയോടുള്ള ബന്ധത്തിൽ അപ്പച്ചൻ്റെ ആഗ്രഹം ഈ പ്രവർത്തനങ്ങൾ മുന്നോട്ട് വളരെ ശക്തമായിട്ട് പോകണം. എനിക്കൊരു കാര്യം കൂടി എടുത്തു പറയാനുള്ളത്, അപ്പച്ചൻ്റെ ജാർമെൻസിൽ അപ്പച്ചൻ താമസിച്ച് പ്രവർത്തിച്ച ആ സഭയിൽ ഞാനും കൂടെ ഉണ്ടായിരുന്നല്ലോ. ആ സഭയിൽ നിന്ന് 39 പേരങ്ങണ്ട് കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി പാസ്റ്ററൽ മിനിസ്ട്രിക്ക് വേണ്ടി ഇറങ്ങിയിട്ടുള്ളവരുണ്ട് ആ ഒരു സഭയിൽ നിന്ന്. അതുപോലെ തന്നെ 10-14 പരം പേര് മിനിസ്ട്രിയോടുള്ള ബന്ധത്തിൽ, പക്ഷേ പാസ്റ്ററൽ മിനിസ്ട്രി അല്ല, ഓഫീസുകളിൽ ജോലി ചെയ്യുന്നവർ, ഇപ്പോൾ ഓരോ ഓർഗനൈസേഷൻ്റെ ഓഫീസുകളിലേക്ക് ഇരുന്ന് പ്രവർത്തിക്കുന്ന മറ്റുള്ള ചുമതലയായി. അപ്പോൾ അതും കൂടെ കൂട്ടുകയാണെങ്കിൽ 10-50 പരം ആളുകൾ ആ സഭയിൽ നിന്ന് കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി സമർപ്പിച്ച് ഇറങ്ങിയിട്ടുണ്ട്. ഞാൻ ചില സമയങ്ങളിൽ ഒരു സൂം മീറ്റിംഗ് വെക്കാറുണ്ട്. അതായത് അപ്പച്ചൻ ജാർമസിൽ ശുശ്രൂഷിച്ചുകൊണ്ടിരുന്ന ആ സഭയുടെ അവരെല്ലാം റിട്ടയർമെൻ്റ് ആയിട്ട് എല്ലാവരും പോയി, ആരും ഇല്ല ആ കാലത്തുള്ള അവരെല്ലാവരും, അവരെ മക്കളെയും കൊച്ചുമക്കളെയും എല്ലാവരും കൂട്ടിക്കൊണ്ട് ഞാനൊരു സൂം മീറ്റിംഗ് കൂട്ടാറുണ്ട് ഇടയ്ക്കിടയ്ക്ക്. എല്ലാവരെയും അപ്പച്ചനെ ഒന്ന് പരിചയപ്പെടുത്താൻ, അപ്പച്ചന് വലിയ സന്തോഷം എല്ലാവരെയും ഒന്ന് കാണുന്നത്. അതിനകത്ത് ഒരുപാട് തമിഴർ, ഒരുപാട് മലയാളികൾ, ഒരുപാട് ഹിന്ദിക്കാർ, അങ്ങനെ എല്ലാവരും കൂട്ടിക്കൊണ്ടുള്ള ഒരു മീറ്റിംഗ്. അപ്പം ഞാൻ അന്ന് ആ മീറ്റിങ്ങിൽ വന്നവരെല്ലാവരും അതിനുശേഷം ഞാൻ അതിനകത്തൂടെ കണ്ടുപിടിക്കാൻ പറ്റി ഇത്രയും പേര് കർത്താവിൻ്റെ വേലയിലായിരുന്നു. ഇതിനിടയ്ക്ക് ഞാനും എൻ്റെ വൈഫ് മോളിയും ഞങ്ങൾ രണ്ടുപേരും കൂടെ ആ സൂം ആദ്യത്തെ മീറ്റിങ്ങിന് ശേഷം ഞങ്ങൾ രണ്ടുപേരും കൂടെ വെല്ലൂരിൽ പോയി. ഞങ്ങൾ തമിഴ്നാട്ടിൽ വെല്ലൂരിൽ പോയി. അവിടെ ആ ദേശത്ത് ഒരുപാട് ചർച്ചസുകൾ പ്ലാൻ ചെയ്തിരിക്കുന്നത് ഈ ജാർമൻസ് ചർച്ചിലെ വിശ്വാസികളും അവരുടെ മക്കളും കൊച്ചുമക്കളുമായിട്ട് അവരെല്ലാം പലരും കർത്താവിൻ്റെ വേലയിലുണ്ട്. പെമ്മക്കൾ പോയവരൊക്കെ വിവാഹം കഴിച്ചിരിക്കുന്ന പാസ്റ്റർമാരെയാണ്. ഞാനും മോളിയും കൂടെ ഒരുപാട് ചർച്ചകളിൽ ചെന്നു, അവരെല്ലാം കണ്ടു, അവരോടൊപ്പം ശുശ്രൂഷിച്ചു, അവരുടെ സഭകളിലൊക്കെ പ്രസംഗിച്ചു, അവരോടൊപ്പം പ്രാർത്ഥിച്ചു. അതൊക്കെ വലിയ സന്തോഷം. അപ്പം ഞാൻ പറഞ്ഞു കൊണ്ടുവന്നതിന് സാരം, അന്ന് രാജസ്ഥാനിലത്തെ ഇരുന്ന ആ ജനം, അപ്പച്ചൻ അവരെ ശുശ്രൂഷിച്ച കാര്യങ്ങളൊക്കെ, പക്ഷെ അവിടെ കണ്ട് അവസാനിച്ചിട്ടില്ല. ദ പ്രൊഡക്ടിവിറ്റി, ആ പ്രവർത്തനത്തിൻ്റെ അനന്തരഫലം എന്ന് പറയുന്നത് അതൊക്കെയും ഒരു വിത്തിൽ നിന്ന് പുറപ്പെട്ട വിളവുകളായിട്ട്, അത് ശാഖകളായിട്ട്, അത് ലോകത്തിൻ്റെ പല ഭാഗത്ത്, കേരളത്തിലും തമിഴ്നാട്ടിൽ, അതുപോലെ തന്നെ ഒറീസ, നോർത്ത് ഇന്ത്യയിൽ ഒരുപാട് സ്ഥലങ്ങളിൽ, വിദേശങ്ങളിൽ, ഓസ്ട്രേലിയയിൽ,
UK-യിൽ, അമേരിക്കയിൽ, മിഡിൽ ഈസ്റ്റിൽ എല്ലായിടത്തും അതിൻ്റെ വേരുകൾ, അതിൻ്റെ ശാഖകൾ പോയിട്ടുണ്ടെന്നുള്ളതിന് സംശയമില്ല. അപ്പോൾ ഞാൻ പറഞ്ഞതിൻ്റെ സാരം, ആ ഒരു ചെറിയ പ്രവർത്തനത്തിലൂടെ, അപ്പച്ചൻ്റെ ആ പ്രവർത്തനത്തിലൂടെ ഫലം കായ്പാനിടയായത്, ഇന്ന് ഫലം കാണാനിടയാകുന്നത് അവരുടെ മക്കളും കൊച്ചുമക്കളും അവരുടെ മക്കളൊക്കെയും സുവിശേഷ പ്രവർത്തനത്തിൽ വലിയ വലിയ ചർച്ചകളുടെ പ്രവർത്തനങ്ങളിൽ അവരൊക്കെ നിൽക്കുന്നത്, അതൊക്കെ കണ്ട് സന്തോഷിപ്പാൻ ഇടയാക്കി. അപ്പോൾ അവരോടൊക്കെ മൊത്തമായിട്ട് പറയാനും, പിന്നെ അതുപോലെ ഈ ഇന്നത്തെ ഈ ഇവൻ്റ് കേൾക്കുന്ന ജനത്തോടും പറയാനുള്ളത്, നമ്മളെ വിളിക്കുന്ന ദൈവം വിശ്വസ്തനാണ്. അവൻ നമ്മെ യോഗ്യരെന്ന് കണ്ടുകൊണ്ടാണ് ദൈവം നമ്മളെ വിളിക്കുന്നതും നമ്മളെ ശുശ്രൂഷയ്ക്ക് വേണ്ടി ചേർത്ത് വയ്ക്കുന്നതും. നമ്മൾ താഴ്മയോടുകൂടെ പൂർണ്ണ സഹിഷ്ണുതയോടുകൂടെ ദൈവത്തിന് വേണ്ടി ഏൽപ്പിച്ചു കൊടുക്കുന്നു. ഇതാണ് അപ്പച്ചൻ എപ്പോഴും എല്ലാവരോടും പറയുന്നത്. അപ്പച്ചൻ്റെ മുന്നോട്ടുള്ളവർക്ക് എന്താണ് പറഞ്ഞു കൊടുക്കാൻ ആഗ്രഹിക്കുന്നത് പറയുമ്പോൾ അപ്പച്ചൻ പറയുന്ന കാര്യങ്ങൾ ഇതാണ്: ഞങ്ങളെ കൊണ്ട് ചെയ്തെടുക്കാൻ പറ്റുന്നത് ഞങ്ങൾ ചെയ്തു. ഞങ്ങൾക്ക് വലിയ വിദ്യാഭ്യാസമൊന്നുമില്ല, എന്നാൽ ഇന്നത്തെ തലമുറയ്ക്ക് വിദ്യാഭ്യാസം വേണം. ഇന്ന് വിദ്യാഭ്യാസമുള്ളവരുടെ ജനത്തിൻ്റെ മധ്യത്തിൽ നിങ്ങൾക്ക് പ്രവർത്തിക്കേണ്ടത്. അപ്പോൾ നിങ്ങൾക്ക് കിട്ടാവുന്ന മാക്സിമം നല്ല വിദ്യാഭ്യാസം നിങ്ങൾ കൈവരിക്കണം. ആ വിദ്യാഭ്യാസം നമ്മുടെ സെക്കുലർ ജോലികൾക്ക് വേണ്ടി മാത്രമായിട്ട് ഉപയോഗിക്കാതെ കർത്താവിൻ്റെ രാജ്യത്തിൻ്റെ കെട്ടുമണിക്ക് വേണ്ടി അതിനെ ഉപയോഗിക്കാൻ നമ്മുടെ ജീവിതങ്ങളെ സമർപ്പിച്ചു കൊടുക്കണം. ഇല്ലാത്ത കടന്നു പോകാത്ത ക്ഷേത്രങ്ങളിൽ അവിടെയൊക്കെ കടന്നുപോയി കർത്താവിൻ്റെ വേല ചെയ്യണം. പ്രത്യേകിച്ച് അപ്പച്ചന് പറയാനുള്ളത്, സൗത്ത് ഇന്ത്യ ജനിച്ചു വളർന്ന് ഭാഷയില്ലാത്ത അപ്പച്ചൻ രാജസ്ഥാനിൽ വന്ന് നോർത്ത് ഇന്ത്യ വന്ന് പ്രവർത്തിച്ചെങ്കിൽ ശക്തരായ ഇന്നത്തെ തലമുറയ്ക്ക് ഏറിയ മടങ്ങ് അധികമായിട്ട് കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടും പറ്റും. അതുകൊണ്ട് നിങ്ങളുടെ റിസോഴ്സുകളും നിങ്ങളുടെ എഡ്യൂക്കേഷനും നിങ്ങളുടെ ഇൻഫ്ലുവൻസും നിങ്ങളുടെ ലാംഗ്വേജും കാര്യങ്ങളും ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് അവിടുന്ന് വിട്ടുവരാൻ പറ്റുന്നെങ്കിൽ നിങ്ങൾക്ക് ദൈവം ദർശനം നൽകുന്ന അനുസരിച്ച് എവിടെ ദൈവം ആക്കുന്നോ അവിടെ കടന്നുപോയി നോർത്ത് ഇന്ത്യയുടെ സ്ഥലങ്ങൾ കണ്ടുപിടിച്ച് അവിടെ പ്രവർത്തിപ്പാനുള്ളതായ പ്രയത്നങ്ങൾ നിങ്ങൾ ചെയ്യണം എന്നാണ് അപ്പച്ചന് ഒരു അഡ്വൈസ് എല്ലാവർക്കും നൽകുവാൻ തക്കണം ഉള്ളത്. ഇടയ്ക്ക് ഒരു കാര്യം കൂടി ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. ഞങ്ങളുടെ അപ്പച്ചൻ രാജസ്ഥാനിലുള്ള മിനിസ്റ്ററോടുള്ള ബന്ധത്തിൽ ഏറിയ വർഷങ്ങൾ രാജസ്ഥാനിലായിരുന്നപ്പോൾ അപ്പച്ചനും അമ്മച്ചിയും ഞങ്ങളെ 3 മക്കളെ പഠിപ്പിച്ച ഒരു കാര്യം, ഞങ്ങൾക്ക് ഒത്തിരി ധനവും സമ്പത്തും ഒന്നും ഞങ്ങൾക്ക് ഏൺ ചെയ്ത് തന്നില്ല. അത് സാധിച്ചില്ല. കാരണം അവർ രാജസ്ഥാനിലുള്ള പ്രവർത്തനത്തോടുള്ള ബന്ധത്തിൽ എല്ലാം കളഞ്ഞ് പോയതുകൊണ്ട് അതിനുവേണ്ടി അവർക്ക് സമയം വേർതിരിക്കാനോ പ്രയത്നിക്കാനോ സാധിച്ചില്ല. എന്നാൽ ഞങ്ങൾക്ക് ധനസമ്പത്തുകളോ കാര്യങ്ങളോ ഒന്നും ഞങ്ങൾക്ക് സമ്പത്ത് കൂട്ടിത്തരുന്നതിനേക്കാൾ ഉപരിയായിട്ട് ഞങ്ങൾക്ക് 3 മക്കൾക്ക് ഞങ്ങളുടെ അപ്പച്ചനും അമ്മച്ചിയും നൽകി തന്നൊരു ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഞങ്ങളെ ദൈവത്തിൽ ആശ്രയിക്കുവാൻ അവർ ഞങ്ങളെ പഠിപ്പിച്ചു. ജീവിതത്തിൻ്റെ എല്ലാ സാഹചര്യങ്ങളിലും ദൈവത്തിൽ ആശ്രയിക്കുവാൻ അവർ ഞങ്ങളെ പഠിപ്പിച്ചു. അതാണ് ഏറ്റവും വിലപ്പെട്ട കാര്യം. അതിന് ആ ഒരു കാര്യം, ഞാൻ പാഴ്സണേജിലാണ് ഞാൻ 42 വർഷം ഞാൻ കഴിഞ്ഞുകൂടിയത് ഇന്ത്യയിൽ. അതിനുശേഷമായിട്ടാണ് ഞാൻ ഇവിടെ അമേരിക്കയിൽ വരുവാൻ തക്കനോടെയായത്. ഇവിടെ വന്നപ്പോൾ ഞാനും മോളിയും ഞങ്ങൾക്ക് വി ഹാഡ് ടു പേ എ പ്രൈസ്. ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ ഇതേ ശിക്ഷണത്തിൽ ഇതേ ക്രിസ്ത്യൻ പ്രിൻസിപ്പിളിൽ ഞങ്ങളുടെ മാതാപിതാക്കളെ ഞങ്ങൾ വളർത്തിയതുപോലെ തന്നെ വളർത്തിക്കൊണ്ടുവരാൻ ഞങ്ങൾക്ക് ഇച്ചിരി വില കൊടുക്കേണ്ടി വന്നു. കാരണം അമേരിക്കയുടെ സാഹചര്യത്തിൽ ഇറ്റ് വാസ് നോട്ട് ഈസി. ഇപ്പം ഒരു കുടുംബ പ്രാർത്ഥനയാട്ടെ എന്നു മുതലുള്ള എല്ലാ കാര്യങ്ങളിലും വളരെ ചിട്ടയോടുകൂടി കുഞ്ഞുങ്ങളെ ദൈവത്തിൽ ആശ്രയിക്കാൻ, ആ ഒരു ബറ്റൺ അവരിലോട്ട് പറഞ്ഞു കൊടുക്കാൻ, കൈമാറാൻ ഞങ്ങൾ വളരെ ശ്രമിച്ചു. അത് ഞങ്ങൾ സക്സസ് ആയി തീർന്നു എന്ന് പറയാൻ കൊണ്ട് എനിക്ക് സാധിക്കും. ജീവിതത്തിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ ഇന്നും അവർ വിവാഹിതരാണ്. 2 കുഞ്ഞുങ്ങളും, മോനും മോളും 2 പേരും വിവാഹിതരാണ്. അവർക്ക് കുഞ്ഞുങ്ങളുണ്ട്. അവർ ഇന്നും എന്തെങ്കിലും ഒരു കാര്യമുണ്ടെങ്കിൽ കുഞ്ഞുങ്ങൾ വീട്ടിൽ വരും. ഞങ്ങൾക്ക് ഇവിടെ ഒരു ടീപ്പോയ് ഉണ്ട്. ഇപ്പോഴും ഞാൻ ഓർക്കുന്നു, ഞങ്ങളുടെ ചെറുപ്പം അന്ന് കാലം തൊട്ട് ഞങ്ങൾ കുഞ്ഞുങ്ങളുമായിട്ട് കരം കോർത്ത് പിടിച്ച് മുട്ടുകുത്തി ഈ ടീപ്പോയ്ക്ക് ചുറ്റും ഇരുന്നുകൊണ്ട് ഞങ്ങൾ പ്രാർത്ഥിക്കും, കണ്ണുനീരോട് പ്രാർത്ഥിക്കും. ആ കുഞ്ഞുങ്ങൾ ഇന്നും അത് ചെയ്യുന്നുണ്ട്. അവരുടെ തലമുറകളെയും അവരത് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. ഞാൻ ബ്രാഗ് ചെയ്യല്ല, ഞാൻ ഒരു കാര്യത്തിൽ സന്തോഷിക്കുകയാണ്. ആ ഞങ്ങളിലോട്ട് ഞങ്ങളുടെ മാതാപിതാക്കൾ പകർന്ന ആ ഒരു കൃത്യനിഷ്ഠയായ കാര്യം, കർത്താവിൽ വിശ്വസിക്കും. സങ്കീർത്തനം 34:8 "Oh, taste and see that the Lord is good. Blessed is the man who trusts in Him." "ഹോ നല്ലവനെന്ന് രുചിച്ചറിവിൻ." അതിൻ്റെ സെക്കൻഡ് പാർട്ട്, അവനിൽ ശരണമാക്കുന്ന പുരുഷൻ ഭാഗ്യവാൻ. ആരൊക്കെ ദൈവത്തിൽ ശരണമാക്കുന്നു അവർ ഭാഗ്യവന്മാരാണെന്നാണ് വചനം പറയുന്നത്. അപ്പോൾ ആ ഒരു ഭാഗ്യാവസ്ഥയിലേക്ക് നയിക്കപ്പെടുവാൻ ദൈവമിടയാക്കി. ഞങ്ങളുടെ കുഞ്ഞുങ്ങളെയും ദൈവം സഹായിച്ചു, അവരുടെ കുഞ്ഞുങ്ങളെയും അതുപോലെ ദൈവത്തിൽ ആശ്രയിക്കണം. അതാണ് ഏറ്റവും ശ്രേഷ്ഠമായുള്ള കാര്യം. ഭാരതത്തെ കർത്താവിന് വേണ്ടി നമുക്ക് നേടിയെടുക്കണം. രാജസ്ഥാനെ ദൈവം വലിയൊരു ഉണർവിലേക്ക് നയിക്കണം. ഉത്തരഭാരതം കർത്താവിൻ്റെ സ്നേഹത്തെ, യേശുവിൻ്റെ സ്നേഹത്തെ പൊതുജനം മനസ്സിലാക്കണം. മതപരിവർത്തനം എന്നുള്ളത് അതല്ല പറയാനോട് ആഗ്രഹിക്കുന്നത്. യേശുവിൻ്റെ സ്നേഹം
യേശു ജനത്തിനു വേണ്ടി ചെയ്തതായ ആ സേവനം, ആ ശുശ്രൂഷ, യേശുവിലൂടെയുള്ള രക്ഷ, യേശുവിലുള്ള സന്തോഷം, യേശുവിലുള്ള സമാധാനം നമ്മുടെ ജീവിതങ്ങളിൽ, ഓരോ കുടുംബങ്ങളിലും വ്യക്തി ജീവിതങ്ങളിൽ അനുഭവമാക്കുവാൻ ദൈവം അതിന് നല്ല വഴി കാണിച്ചു കൊടുക്കുവാൻ, നേർവഴി കാണിച്ചു കൊടുക്കുവാൻ ദൈവം ഇടയാക്കണം. അതിനുവേണ്ടി പ്രയത്നിക്കണം, ഉന്മേഷിക്കണം. അതിനുവേണ്ടി പ്രയത്നിക്കണം എന്നാണ് അപ്പച്ചന് പറയുവാനുള്ളത്. ഈ പ്രക്ഷേപണം കാണുകയും കേൾക്കുകയും ചെയ്ത എല്ലാ ദേവദാസിദാസന്മാർക്കും അതുപോലെ തന്നെ വിശ്വാസി സഹോദരി സഹോദരന്മാർക്കും യങ്സ്റ്റേഴ്സിനും കുഞ്ഞുങ്ങൾക്കും എല്ലാവർക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞങ്ങളുടെ സ്നേഹ വന്ദനങ്ങൾ ഞങ്ങൾ അറിയിക്കുകയാണ്. മാത്രമല്ല, ഇവിടെ പറയപ്പെട്ടതായ കാര്യങ്ങൾ നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ കേട്ടല്ലോ. മിനിസ്റ്ററോടുള്ള ബന്ധത്തിൽ, അപ്പച്ചനോടുള്ള ബന്ധത്തിൽ, ഞങ്ങളൊക്കെ രാജസ്ഥാനിൽ അല്ലെങ്കിൽ ചെയ്തുകൊണ്ടിരുന്ന പ്രവർത്തനങ്ങളും അതുപോലെ ഇപ്പോൾ ഷിക്കാഗോയിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങൾക്കൊക്കെയും എല്ലാവരും പ്രാർത്ഥന ആവശ്യമുണ്ട്. എല്ലാവരും പ്രാർത്ഥിക്കണം. ഞങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കണം, മിനിസ്റ്ററുകളെ ഓർത്ത് പ്രാർത്ഥിക്കണം. അതുപോലെ തന്നെ ബിലീവേഴ്സ്, വിശ്വാസികളായിട്ടുള്ളവരോട് പറയാനുള്ളത്, നമ്മൾ ഒരുമിച്ച് നിൽക്കണം. ഒരുമിച്ച് ഒരു മനപ്പെട്ട് നിന്ന് കർത്താവിന് വേണ്ടി വലിയ കാര്യങ്ങളെ സാധിച്ചെടുക്കാൻ തക്കൊണ്ട് നമ്മൾ പ്രയത്നിക്കണം. പാസ്റ്റേഴ്സിനോട് പറയാനുള്ളത്, വി ഷുഡ് റീച്ച് ഔട്ട്. നമ്മൾ അടങ്ങിയിരിക്കാൻ ഉള്ള സമയമല്ല, നമുക്ക് കിട്ടിയിരിക്കുന്ന സമയം, നമുക്ക് ലഭിച്ചിരിക്കുന്ന സമയം വിലപ്പെട്ടത് എന്നറിഞ്ഞുകൊണ്ട് റീച്ച് ഔട്ട് ചെയ്യാൻ തക്കണം. അനേകർ ക്രിസ്തുവിലേക്ക് നയിക്കുവാൻ അതിന് കാരണമായി തീരേണ്ടതിന് വേണ്ടി പ്രവർത്തിക്കണം. ഫാമിലീസിനോട് പറയാനുള്ളത്, നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. ആത്മാർത്ഥമായിട്ട് നമ്മുടെ കുഞ്ഞുങ്ങളെ ഓർത്ത് നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. അവർക്ക് വേണ്ടി ഇടിവിൽ നിന്ന് പ്രാർത്ഥിക്കണം. ഇത്രയും കൂടെ പ്രാർത്ഥിക്കണം. ഞങ്ങളുടെ അമ്മച്ചി പ്രാർത്ഥിച്ചതുപോലെ തന്നെ കർത്താവിൻ്റെ ഇഷ്ടമാണെങ്കിൽ അതും കൂടെ പ്രാർത്ഥിക്കണം. ദൈവമേ, അവിടുത്തെ ഇഷ്ടമാണെങ്കിൽ ഞങ്ങളെ കുഞ്ഞുങ്ങളിൽ ചിലരെ കർത്താവെ അവിടുത്തെ വേലയ്ക്ക് വേണ്ടി, ശുശ്രൂഷയ്ക്ക് വേണ്ടി ഒരുക്കണമേ. അതിനുള്ള താല്പര്യം, അതിനുള്ളതായ വിളി അവരുടെ ജീവിതത്തിൽ നൽകണമേ. അതിനുള്ള ബോധ്യം അവർക്ക് നൽകണം. ആ ഒരു കൺവിക്ഷനോടുകൂടെ അവരെ ഇറങ്ങണം എന്നുള്ളൊരു താല്പര്യവും ദൈവസന്നിധിയിൽ വെക്കുന്നത് വളരെ ഉത്തമമാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അങ്ങനെ മാതാപിതാക്കളും ചെയ്യണം. നമുക്ക് ലഭിച്ചിരിക്കുന്ന അവസരം നമുക്ക് ഉപയോഗപ്പെടുത്തണം. കർത്താവിന് വേണ്ടി നിലകൊള്ളണം. ഞങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കണം. എൻ്റെ വാക്കുകളിലൂടെ ഏതെങ്കിലും തെറ്റുകളോ കുറവുകളോ വന്നു പോയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണം എന്ന് അഭ്യർത്ഥിക്കുകയാണ്. അങ്ങനെ ഇന്നത്തെ ഈ പ്രക്ഷേപണം ഇപ്രകാരം ചെയ്യുവാൻ അതിന് കാരണമായി തീർന്ന പാസ്റ്റർ ഡാനിയൽ ജോണിനോടും ഞങ്ങളുടെ പ്രത്യേകമാകുന്ന നന്ദിയും ഗ്രാറ്റിറ്റ്യൂഡ് ഞങ്ങൾ എക്സ്പ്രസ് ചെയ്യാൻ തക്കണം ആഗ്രഹിക്കുകയാണ്. താങ്ക് യു സോ മച്ച്. ഇതിന് മുഖാന്തരമായി തീർന്നത് ഭോപ്പാലിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന പാസ്റ്റർ അജി ഡേവിസ് എന്ന് പറയുന്ന എൻ്റെ ഒരു സ്റ്റുഡൻറ്റും കൂടെയാണ്, എൻ്റെ ഒരു നെയ്ബറും കൂടെയാണ്. ഞങ്ങളെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്ന ഒരു ദേവദാസനാണ്. അദ്ദേഹമാണ് ഞങ്ങളോട് പറഞ്ഞത്, പാസ്റ്ററെ, വില്ലിച്ചായ ഇങ്ങനെ ഒരു പ്രോഗ്രാമുണ്ട്, അങ്ങനെ അപ്പച്ചൻ്റെ സാക്ഷ്യം ഒന്ന് പ്രസ്താവിക്കാനുള്ള ഒരു അവസരം. ഞാൻ പറഞ്ഞു, തീർച്ചയായിട്ടും. അങ്ങനെയെങ്കിൽ പാസ്റ്റർ ഡാനിയൽ ജോൺ തങ്ങളുമായിട്ട് ബന്ധപ്പെടും എന്നുകൊണ്ട് എന്നോട് പറയുന്നതൊക്കെ ആ ദേവദാസനും നന്ദിയെ കരയറ്റുന്നു. വീണ്ടും ഞങ്ങളുടെ സ്നേഹവന്ദനം പാസ്റ്റർ ഡാനിയൽ ജോണിനും കുടുംബത്തിനും മിനിസ്ട്രിക്കും ഞങ്ങൾ അർപ്പിക്കുകയാണ്. അതുപോലെ തന്നെ അരോമ TV ഇങ്ങനെ ഒരു വേദി ഞങ്ങൾക്ക് വേണ്ടി ഒരുക്കി തന്ന് ഞങ്ങളുടെ അപ്പച്ചൻ്റെ ടെസ്റ്റിമണി ഇങ്ങനെ ഷെയർ ചെയ്യാൻ തക്കൊണ്ടുള്ള നല്ലൊരു വേദി ഞങ്ങൾക്ക് ഈ അരോമ TV ഒരുക്കി തന്നു. അതിനെ ഓർത്ത് ഞങ്ങൾ നന്ദിയുള്ളവരാണ്. അതുപോലെ തന്നെ കേൾവിക്കാരായ എല്ലാ ദേവദാസന്മാർക്കും സഹോദരി സഹോദരന്മാർക്കും കുഞ്ഞുങ്ങൾക്കും യൂത്തായിട്ടുള്ളവർക്കും എല്ലാവരെയും ഞങ്ങളുടെ നന്ദിയും ഞങ്ങളുടെ സ്നേഹവും അറിയിക്കുന്നു. അതോടൊപ്പം തന്നെ എല്ലാവർക്കും വേണ്ടി ഞങ്ങളും പ്രാർത്ഥിക്കും എന്നുള്ളതായ വാഗ്ദാനം തരുന്നു. ഞങ്ങൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കണം. ദൈവം നമ്മെ അനുഗ്രഹിക്കും. കർത്താവിൻ്റെ ദാസൻ വില്ലി എബ്രഹാം ആൻഡ് KV എബ്രഹാം അപ്പച്ചൻ, ദൈവമായി കർത്താവ് ധാരാളം അനുഗ്രഹിക്കട്ടെ. ഞാൻ ശ്രദ്ധിച്ച് ഈ അനുഭവങ്ങൾ കേട്ടുകൊണ്ടിരുന്നപ്പോൾ നിത്യതയിൽ വേല തികച്ച് വിശ്രമിക്കുന്ന കർത്താവ് പ്രസിദ്ധനായ പ്രിയ ചേത്തയ്ക്കൽ ഗീവർഗീസ് അപ്പച്ചൻ, പ്രിയ KV എബ്രഹാം അപ്പച്ചൻ, ഡോക്ടർ വില്ലി എബ്രഹാം പാസ്റ്റർ, അതുപോലെ മകൻ ഡോക്ടർ വിൽസൺ, 5ാമത്തെ തലമുറയിൽ എത്തി നിൽക്കുന്ന ജോസഫ് വരെയുള്ള 5 തലമുറകൾ അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ കർത്താവിന് വേണ്ടിയിട്ട് ദൈവം തിരഞ്ഞെടുത്ത ആ ഒരു സുവിശേഷ വൃന്ദം ഒരു നിരനിരയായി ഇങ്ങനെ മുന്നിൽ നിൽക്കുന്ന ആ ഒരു വേദി ഞാനിങ്ങനെ ഭാവനയിൽ കാണുകയായിരുന്നു. എത്ര അനുഗ്രഹിക്കപ്പെട്ട മനോഹരമായ ഒരനുഭവം! എത്രയോ കുടുംബങ്ങളിൽ ഇല്ലാതെ പോയ ആ ഒരു ശ്രേഷ്ഠമേറിയ അനുഭവം, ദൈവം തിരഞ്ഞെടുത്തതായ ഒരു പദവി എന്ന് വേണം അതിനെ പറയുവാൻ. സമ്പത്തും
വിദ്യാഭ്യാസവും ഏറ്റവും നല്ല മെച്ചപ്പെട്ട ജീവിത നിലവാരവും ഉള്ള കുടുംബങ്ങളിൽ ജനിച്ച പല പ്രിയപ്പെട്ടവർക്കും അവരുടെ തലമുറകളെ ഈ നിലയിൽ ഇന്ന് മുൻനിരയിൽ നിർത്തുവാൻ ഇല്ലാതെ ഇരിക്കുമ്പോൾ, ഒരു തലമുറ പോലും ശേഷിക്കാതെ ഇരിക്കുമ്പോൾ, സാധുവായ ഒരു കുടുംബത്തിൽ, ഒരു കർഷകൻ്റെ കുടുംബത്തിൽ ജനിച്ചു വളർന്ന് വലിയ വിദ്യാഭ്യാസമോ വലിയ പാരമ്പര്യമോ ഒന്നും പറയാനില്ലാത്ത ഒരു സാധാരണ കുടുംബത്തിൽ നിന്ന് കർത്താവ് വിളിച്ച് വേർതിരിച്ച ആ ശ്രേഷ്ഠകരമായ വിളി, അതൊരു നിത്യ പദ്ധതിയുടെ ഭാഗമായി ദൈവത്തിൻ്റെ രാജ്യത്തിന് വേണ്ടി ആയിരക്കണക്കിന് പ്രിയപ്പെട്ടവരെ ജീവൻ്റെ പുസ്തകത്തിൽ അവരുടെ പേരെഴുതുവാൻ വലിയ ഒരു നിര തന്നെ നമ്മുടെ മുൻപിൽ നിൽക്കുവാൻ കർത്താവ് ഒരുക്കിയ ആ വാത്സല്യ കുടുംബത്തിനെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയും നിത്യതയിലേക്ക് കടന്നുപോയ ആ പ്രിയ പിതാവ് മുതൽ ഇന്നു വരെയുള്ളതായ ആ വാത്സല്യ കുടുംബത്തിന് അരോമ ടി വിയുടെ എല്ലാവിധമായ ഭാവുകങ്ങളും ഒരു സല്യൂട്ടും ഈ സമയത്ത് അറിയിക്കുന്നു. ഈ തലമുറ മുന്നോട്ടും അങ്ങനെ തന്നെ പോകട്ടെ. കർത്താവിന് വേണ്ടി അനേക ആത്മാക്കളെ നേടുവാൻ ദൈവം സഹായിക്കട്ടെ എന്ന് ആഗ്രഹിക്കുകയും ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. വാത്സല്യ പിതാവിൻ്റെ ജീവിതാനുഭവങ്ങൾ പ്രസ്താവിക്കുകയുണ്ടായി. ഏറെ കഷ്ടതകളുടെ നടുവിൽ, ഏറെ ഇല്ലായ്മകളുടെ നടുവിൽ, ഒരു നേരത്തെ വെള്ളം കുടിക്കുവാനില്ലാതെ, കയറിക്കിടക്കുവാനൊരു ഇടമില്ലാതെ, യാത്ര ചെയ്യുവാനൊരു വാഹനമില്ലാതെ, കുടുംബത്തെ, പ്രിയപ്പെട്ടവരെ, കുഞ്ഞുങ്ങളെ ഒക്കെ നാട്ടിൽ വിട്ടിട്ട് കർത്താവ് ഏൽപ്പിച്ചതായ ആ സ്വർഗീയ വിളി ഏറ്റെടുത്തുകൊണ്ട് ഉത്തരേന്ത്യയുടെ വിവിധ ഭാഗങ്ങളിലേക്ക് കടന്നു പോകുവാൻ, പ്രത്യേകിച്ച് രാജസ്ഥാനിലെ ഗ്രാമങ്ങളിൽ പോയി വൈദ്യുതിയില്ലാത്ത, യാത്രാ സൗകര്യമില്ലാത്ത, കയറിക്കിടക്കാൻ ഇടമില്ലാത്ത, യാതൊരു വിധമായ ആധുനികതയും തൊട്ടു തീണ്ടാത്തതായ ആ സാഹചര്യങ്ങളിൽ ലഭിച്ചതായ ആ ഒരു വിളി, കാഴ്ചപ്പാട്, ആ പ്രകാശം പരത്തുവാൻ വേണ്ടി തന്നാലാവോളം ഏതാണ്ട് 5.5 പതിറ്റാണ്ട് തുടർമാനമായിട്ട് കർത്താവിന് വേണ്ടി എരിഞ്ഞ് പ്രകാശിക്കുവാൻ കർത്താവ് കൃപ ചെയ്തു. ആ സമയത്തൊന്നും ഉണ്ടായ നഷ്ടങ്ങളുടെ കണക്ക് ഇവിടെ പറഞ്ഞതായിട്ട് ഞാൻ ശ്രദ്ധിച്ചില്ല. ചില സാഹചര്യങ്ങളൊക്കെ എതിർ സാഹചര്യങ്ങൾ ഉണ്ടായിരുന്നു എന്നുള്ളതല്ലാതെ അവിടെ വന്ന നഷ്ടങ്ങളോ വലിയ കഷ്ടപ്പാടുകളെക്കുറിച്ച് ഒന്നും പറഞ്ഞില്ല. കാരണം ക്രിസ്തു നിമിത്തം എല്ലാ സാഹചര്യങ്ങളെയും അഭിമുഖീകരിക്കുവാൻ, അതിജീവിക്കുവാൻ കർത്താവ് കൂടെ ഉണ്ടായിരുന്നത് കൊണ്ട് ദൈവം കൃപ ചെയ്തു. അതുകൊണ്ട് ആ കഷ്ടങ്ങളോ നഷ്ടങ്ങളോ ഒന്നും തന്നെ അതൊരു ദോഷമായി തീർന്നിട്ടില്ല. പകരം കർത്താവ് കൂടെ ഉണ്ടായിരുന്നത് ശ്രേഷ്ഠമെന്ന് എണ്ണി ആമേനെ ആ ശുശ്രൂഷ തുടരുവാൻ കർത്താവ് കൃപ ചെയ്തു. പ്രിയ ബില്ലി പാസ്റ്റർ പറഞ്ഞതായ വാക്കുകൾ ഞാൻ ശ്രദ്ധിക്കുകയുണ്ടായി. ദൈവദാസൻ്റെ ജീവിതത്തിൽ ഒരുപാട് അനുഭവങ്ങളിലൂടെ ദൈവം നടത്തി ഇന്ന് അനുഗ്രഹിക്കപ്പെട്ട ഒരു ആത്മീയ ജീവിതവും കുടുംബ ജീവിതവും നയിക്കുവാൻ അമേരിക്കയുടെ മണ്ണിൽ ദൈവം കൃപ ചെയ്തുകൊണ്ടിരിക്കുന്നു. അത് ദൈവത്തിൻ്റെ ഒരു നീതി എന്ന് വേണം പറയുക. സ്തോത്രം, അല്ലാതെ മറ്റൊന്നുമല്ല. ആകയാൽ ആ നീതിമാനായ ദൈവം ഇനിയും സൗഖ്യത്തോടെ, ആരോഗ്യത്തോടെ, ബലത്തോടെ ആമേനെ മുന്നോട്ട് വാത്സല്യ പ്രിയ പിതാവിനെ സംരക്ഷണ ചെയ്യുവാൻ ദൈവപ്രത്തിനെ ഏൽപ്പിച്ചിരിക്കുന്നല്ലോ. കർത്താവ് അതിനായി സഹായിക്കട്ടെ. മക്കൾ, മരുമക്കൾ, ചെറുമക്കൾ എല്ലാവർക്കും കർത്താവ് അതിനുള്ള കൃപ കൊടുത്തല്ലോ. എല്ലാവരെയും കർത്താവ് അതിനാൽ ധാരാളം അനുഗ്രഹിക്കട്ടെ. പ്രിയ മാതാവ് തന്നെ ഏൽപ്പിച്ച ശുശ്രൂഷ തികച്ച് തന്നിത്തതിൽ വിശ്രമിക്കുന്നു. പ്രിയ പിതാവ് മക്കളോടൊപ്പം അമേരിക്കയിൽ ഇപ്പോൾ ആയിരിക്കുന്നു. കർത്താവ് കൊടുത്തിരിക്കുന്ന ആയുസ് മുഴുവനും ആരോഗ്യത്തോടെ, ബലത്തോടെ ജീവിപ്പാൻ കർത്താവ് കൃപ ചെയ്യട്ടെ എന്ന് ഞങ്ങളും ആശംസിക്കുന്നു, ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. അരോമ ടി വിയുടെ ശ്രോതാക്കളോടൊപ്പം ഇത്രത്തോളം സമയം ദൈവം നടത്തിയ അത്ഭുതകരമായ വഴികൾ ഈ അസുലഭ നിമിഷം വേർതിരിച്ച് പങ്കുവയ്ക്കുവാൻ തയ്യാറായതിന്, കടന്നു വന്നതിന് പ്രത്യേക നന്ദി ഈ തരുണത്തിൽ അറിയിക്കുന്നു. ദൈവദാസനെയും പ്രിയപ്പെട്ടവരെയും കുടുംബാംഗങ്ങളെ എല്ലാവരെയും ദൈവമായ കർത്താവ് ധാരാളം അനുഗ്രഹിക്കട്ടെ. അരോമ ടി വിയുടെ പ്രേക്ഷകരെ, തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ജീവിതാനുഭവം ഒരു വേറിട്ട അനുഭവമായിരിക്കുമെന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു. ആകയാൽ ഒരു നിമിഷം ദൈവത്തിന് നന്ദിയുടെ ഹൃദയത്തോടെ നമുക്ക് സ്തോത്രം ചെയ്യാൻ പ്രാർത്ഥിക്കാം. വാത്സല്യ പിതാവ് നമുക്ക് വേണ്ടി ഈ സമയം പ്രാർത്ഥിക്കുന്നു. നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം, ദൈവത്തിന് ഏൽപ്പിച്ചു കൊടുക്കാം. പ്രിയ അപ്പച്ചന് ആമേൻ ഒരു നിമിഷം അരോമ ടി വിയുടെ ശ്രോതാക്കൾക്ക് വേണ്ടി ചുരുക്കം വാചകങ്ങൾ പ്രാർത്ഥന സഹായിച്ചു. കർത്താവേ, സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ഞങ്ങളെ അത്യധികമായി സ്നേഹിക്കുന്ന കർത്താവേ, ഇങ്ങനെ ഒരു പ്രോഗ്രാം കർത്താവെ ഒരുക്കപ്പെടുവാൻ നിന്റെ ദാസനിലൂടെ കർത്താവെ ഉണ്ടായതായിരിക്കുന്ന സഹായത്തിൻ്റെ ദൈവത്തെ സ്തുതിക്കുന്നു.
ലോകം കർത്താവെ ഹാലലിയ എവിടെ ഇരുന്നാലും ശ്രദ്ധിക്കത്തക്കതുപോലെ ഉള്ളതായിരിക്കുന്ന കർത്താവെ ഉപകരണങ്ങൾ ഈ നാളുകളിൽ കർത്താവെ അനേകരുടെ കർത്താവെ വേണ്ടി പ്രവർത്തിച്ച ഫീൽഡിലുള്ളതായിരിക്കുന്ന പ്രവർത്തനങ്ങൾ ലോകത്തോടറിയിപ്പാൻ നിന്റെ ദാസന്മാരുടെ കർത്താവെ ഒരിക്കൽ മാധ്യമത്തിനായി സ്തോത്രം ചെയ്യുന്നു. കർത്താവെ ഇങ്ങനെ ഒരു പ്രോഗ്രാമിൽ അടിയങ്ങൾക്ക് സംബന്ധിപ്പാനും നിങ്ങളുടെ അനുഭവങ്ങളും ജീവിത പ്രശ്നങ്ങളും ശുശ്രൂഷയുടെ ദൈവം തന്നായിരിക്കുന്ന പ്രവർത്തനങ്ങൾ ഞങ്ങളുടെ വ്യക്തി ജീവിതത്തിലെയോ ഞങ്ങളുടെ കഴിവോ വിദ്യാഭ്യാസത്തിലല്ല, ദൈവത്തിൻ്റെ കൃപ കർത്താവെ ഞങ്ങളോടുകൂടെ ഇരുന്ന് ഞങ്ങളുടെ പിതാക്കന്മാരെ കർത്താവെ കരങ്ങളെടുത്ത ദൈവവചനം അത് കണ്ടിന്യൂ ചെയ്യുവാൻ ഞങ്ങൾക്ക് ഭാഗ്യം തന്നു. അത് ലോകത്തോടറിയിപ്പാൻ ഇങ്ങനെ ഒരു മാധ്യമങ്ങളിലൂടെ അവസരം തന്നതിനെ സ്തോത്രം. അതിന് നിരദാസനും കർത്താവെ അതിനോട് ബന്ധപ്പെട്ടതായിരിക്കുന്ന എല്ലാ പ്രവർത്തനങ്ങളും പ്രതിദിനം വർദ്ധിച്ചു വരാട്ടെ. ഇങ്ങനെയുള്ള പ്രോഗ്രാമുകൾ അനേകരെ ലോകത്തോടറിയിപ്പാൻ തക്കൊണ്ട് നിന്റെ ദാസൻ്റെ പ്രവർത്തനത്തിലൂടെ കർത്തായ വഴിയൊരുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അടിയങ്ങളെ കർത്താവെ ലോക അറിവത്തക്കോണം നിന്റെ ദാസനിലൂടെ കർത്താവെ അനേകായിരങ്ങൾ കേൾപ്പാൻ അവസരം ഒരുക്കി നിന്ന് കർത്താവിൻ്റെ നാമത്തിൽ നന്ദി അറിയിക്കുന്നു. വീണ്ടും കർത്താവെ പ്രാർത്ഥനയിൽ അന്യോന്യം വഹിക്കുന്നു. ഈ പ്രവർത്തനത്തെ ശക്തിയായി ലോകത്തിൽ ഒരു വലിയ ചലഞ്ചായി തീരുവാനിടയാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കർത്താവിൻ്റെ സമർപ്പിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കാമേൻ. താങ്ക് യു പ്രിയ KV എബ്രഹാം അപ്പച്ചൻ ആൻഡ് വില്ലി എബ്രഹാം പാസ്റ്റർ. ഇത്രത്തോളം സമയം അനുഗ്രഹിക്കപ്പെട്ട ജീവിതാനുഭവം, ദൈവം നടത്തിയ അത്ഭുതകരമായ വഴികളെക്കുറിച്ച് ദൈവനാമ മഹത്വത്തിന് വേണ്ടി അരോമാറ്റിയുടെ ശ്രോതാക്കളോടൊപ്പം പങ്കുവയ്ക്കുവാൻ സമയം വേർതിരിച്ചതിന് കർത്തൃവൃത്തിനോടും കുടുംബാംഗങ്ങളുടേതായ നന്ദി സ്നേഹം അറിയിക്കുന്നു. ദയമായ കർത്താവ് ധാരാളം അനുഗ്രഹിക്കട്ടെ. അതുപോലെ തന്നെ അരോമ TV ശ്രോതാക്കളുടേതായ നന്ദി സ്നേഹത്തിൽ അറിയിക്കുന്നു. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ജീവിതാനുഭവവും സാക്ഷ്യവും വേറിട്ടൊരു അനുഭവമായിരിക്കും. നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് സുഹൃത്തുക്കൾ കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക. അവരും കേട്ട് അനുഗ്രഹിക്കപ്പെട്ട് അതിലൂടെ ദൈവനാമം മഹിമപ്പെടുക മുഖാന്തരമായി തീരുമല്ലോ. മാത്രമല്ല നിങ്ങളുടെ വലിയ അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങൾ കമൻറ്റ് ബോക്സിൽ നിങ്ങൾക്ക് രേഖപ്പെടുത്താവുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങൾക്കൊരു പ്രാർത്ഥനാ വിഷയമുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ ഞങ്ങളെ വിവരം അറിയിക്കാവുന്നതാണ്. പ്രേക്ഷകർക്ക് വേണ്ടി എല്ലാ തിങ്കളാഴ്ചയും രാത്രി 9 മണി മുതൽ നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കുന്ന അവസരങ്ങളുണ്ട്. നിങ്ങൾക്ക് അതിൽ സംബന്ധിക്കാം. അടുത്ത അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യവും വചനചിന്തയുമായി വീണ്ടും കൂടി കാണുമ്പോഴേയും എല്ലാ പ്രിയപ്പെട്ടവർക്കും ഗുഡ് ബൈ. ഗോഡ് ബ്ലെസ് യു ഓൾ. ഓർമ്മയുടെ മനോരഥത്തിൽ മായാത്ത ഓർമ്മയ്ക്കായി അരോമ മാട്രിമോണിയിൽ നിന്നും ജീവിത പങ്കാളിയെ കണ്ടെത്തൂ. നിങ്ങൾ ഒരു ക്രിസ്തീയ ജീവിത പങ്കാളിയെ അന്വേഷിക്കുകയാണോ? അതോ മക്കൾക്ക് അനുയോജ്യമായ ഒരു തക്ക തുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണോ? എങ്കിൽ അരോമ മാട്രിമോണി നിങ്ങൾക്ക് വേണ്ടിയാണ്. ഇന്നു തന്നെ സൗജന്യമായി രജിസ്റ്റർ ചെയ്യൂ. അരോമ മാട്രിമോണിയുടെ പ്രത്യേകതകൾ: രജിസ്ട്രേഷൻ തികച്ചും സൗജന്യം. ലോകത്തെവിടെയുമുള്ള അനുയോജ്യമായ ക്രിസ്തീയ ജീവിത പങ്കാളിയെ തിരഞ്ഞെടുക്കാം. വിവാഹം നടക്കുന്നതുവരെ സർവീസ് ലഭിക്കുന്നു. ഏറ്റവും ചെറിയ പാക്കേജുകളും തിരഞ്ഞെടുക്കാം. അരോമ മാട്രിമോണി നിങ്ങൾക്കായി ഒരുക്കുന്നു വിവാഹം പരമാനന്ദം. ഇമെയിൽ aroma matrimony2020@gmail.com